ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് സീരീസിന്റെ മാരത്തോൺ ഫസ്റ്റ് പാർട്ടാണ്. സോ ഈ ഒരു ഏരിയയിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ് ഇത്രയുമാണ്. സിലബസ് പ്രകാരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് സിലബസിന്റെ എൻഡിൽ ഒരു എക്സെട്ര പറഞ്ഞിട്ടുണ്ട്. അതുമായി കണക്ട് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇത്രയും ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ കോഡ്സ്, റിലേഷൻഷിപ്പ്, ഡയറക്ഷൻ, കാലണ്ടർ, റേഷ്യോ, പ്രപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജസ് ആൻഡ് സം മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ്. ദെൻ അത് കൂടാതെ പാർട്ട് ബി ആയിട്ട് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജസ്, ക്ലോക്ക് ആൻഡ് അനലോഗീസ്. സോ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഡ്സിലാണ്. സോ നമ്മുടെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് കോഡാണ്. കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാം. സോ മാത്തമാറ്റിക്കൽ റീസണിങ് ആയതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സോ ചെയ്ത് ആ ഒരു ഏരിയ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. DIV, dive, is coded as IMYG. Then what will be the code for take? സോ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആൽഫബറ്റ്സ് മൊത്തമായിട്ടൊന്ന് എഴുതി നോക്കുക. സോ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ ആണോ എന്നുള്ളത് നമുക്ക് അറിയണം. അതിനുവേണ്ടി ABCD പൂർണ്ണമായിട്ടൊന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, ലൈക്ക് ഓക്കെ. അതിനുശേഷം DIVE, ഡൈവ് ആണ് കോഡ് ചെയ്തിരിക്കുന്നത് IMYG എന്നാണ്. നമ്മൾ ഇത്തരം ഒരു സീരീസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വേർഡിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിൽ വന്നിരിക്കുന്നത് നോക്കുക. വേർഡിൽ DIVE ആണ്, ഇതേ DIVE തന്നെയാണ് കോഡിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് മാത്രമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, അഡീഷണൽ ആയിട്ട് M വരുന്നുണ്ട്, Y വരുന്നുണ്ട്, G വരുന്നുണ്ട്. സോ മറ്റ് ലെറ്റേഴ്സ് അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആൽഫബറ്റ്സ് പൂർണ്ണമായിട്ട് എഴുതി നോക്കുക. എഴുതിയിട്ട് 1 to 1 കമ്പാരിസൺ നടത്തുക. അതായത് ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. ഡൈവ്, ഡി എന്ന് പറയുന്നതിന് സ്ഥാനത്ത് വന്നിരിക്കുന്നത് I ആണ്. സോ എത്രമാത്രം ചേഞ്ച് ചെയ്ത് നോക്കുക. D 1 2 3 4 5, D പ്ലസ് 5 ആണ് I. സോ ആദ്യത്തിൽ എത്തുന്നപ്പം 5 ആഡ് ചെയ്തിരിക്കുന്നു. ദെൻ IM ആയി മാറുന്നു. IM ആയി മാറണമെങ്കിൽ 1 2 3 4, അതായത് I പ്ലസ് 4 ആണ് M. ഓക്കെ, സോ ഇവിടെ പ്ലസ് 4 വന്നിട്ടുണ്ട്. ദെൻ VY ആയി മാറുന്നു. VY ആകണമെങ്കിൽ 1 2 3 പ്ലസ് 3 ആണ് വരുന്നത്. ദെൻ EG ആയി മാറുന്നു. EG ആയി മാറണമെങ്കിൽ E പ്ലസ് 1 2 പ്ലസ് 2 ആണ് വന്നിരിക്കുന്നത്. സോ വി ഗോട്ട് എ പാറ്റേൺ, റൈറ്റ്? ആദ്യത്തെ ലെറ്ററിന്റെ 5 ആഡ് ചെയ്യുന്നു, ദെൻ 4, ദെൻ 3, ദെൻ 2, അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഈ പാറ്റേൺ ടേക്കിൽ യൂസ് ചെയ്താൽ മതി. TAKE. അതേ രീതിയിൽ നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ T പ്ലസ് 5, T പ്ലസ് 5 എന്ന് പറയുമ്പോൾ T 1 2 3 4 5, that will be Y. ഓക്കെ, A പ്ലസ് 4, A പ്ലസ് 4 എന്ന് പറഞ്ഞാൽ A കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്, 1 2 3 4, that will be E. Then K പ്ലസ് 3, K പ്ലസ് 3, K 1 2 3, that is N. So YEN സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി, യുൽ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? ദെൻ E പ്ലസ് 2, E പ്ലസ് 2 എന്ന് പറയുമ്പോൾ യുൽ ഗെറ്റ് G. സോ YENG ആണ് നമ്മുടെ കോഡ്. വളരെ ഈസി അല്ലേ? എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈദരാബാദ് ഈസ് കോഡഡ് ആസ് സംതിങ്, ദെൻ ബാംഗ്ലൂരു വിൽ ബി കോഡഡ് ആസ്. ആൻസർ പറയൂ.
യെസ്, എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, റൈറ്റ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ റൂൾ ഫോളോ ചെയ്യുക. ആദ്യത്തെ റൂൾ എന്താണ്? തന്നിരിക്കുന്ന ലെറ്റേഴ്സ് തന്നെയാണോ കോഡിലും വന്നിരിക്കുന്നത് നോക്കുക. തന്നിരിക്കുന്ന ഹൈദരാബാദ് എന്ന് പറയുന്ന ആ വേർഡിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിൽ വന്നിരിക്കുന്നത്? അതേ ലെറ്റേഴ്സ് തന്നെയാണ്. അതിനർത്ഥം അതൊരു റീഅറേഞ്ച്മെന്റ് മാത്രമാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഹൈദരാബാദിനെ നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ യു ഗെറ്റ് ദിസ് കോഡ്. അപ്പോൾ ബാംഗ്ലൂരുവിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നതാണ് കോഡ്. സോ URULAGNED, അതാണ് നമ്മളുടെ കോഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇഫ് അഡോബ് ഈസ് കോഡഡ് ആസ് ADRHJ, then what is the code for agro? ആദ്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയാണെന്ന് ട്രൈ ചെയ്യൂ. ഓപ്ഷൻ ബി. ഓക്കെ, ഫൈൻ. ബി തന്നെയാണ് വന്നിരിക്കുന്നത്. സോ റിലേഷൻ എങ്ങനെയായിരുന്നു? ABODE, ഇതാണ് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത്. ADRHJ എന്നുള്ള രീതിയിൽ. സോ റിലേഷൻ നോക്കുകയാണെങ്കിൽ A തന്നെ, ദാറ്റ് മീൻസ് A+0. Then B became D. D ആകണമെങ്കിൽ +2. O became R. R ആകണമെങ്കിൽ 1, 2, 3 +3. Then DH ആകണമെങ്കിൽ 1, 2, 3, 4 +4. Then EJ ആകണമെങ്കിൽ കഴിഞ്ഞ് 1, 2, 3, 4, 5 +5. So we got the pattern, right? ഈ പാറ്റേൺ വെച്ചിട്ട് ജസ്റ്റ് ആഗ്രോയിനെ എഴുതിയാൽ മതി. ആഗ്രോ എഴുതുമ്പോൾ A+0, ദാറ്റ് ഈസ് A. G+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി I. Then R+3 1, 2, 3, that is U. Then O+4 ചെയ്യുമ്പോൾ 1, 2, 3, 4, that is S. So you will get AIUS, option B. ഓക്കെ, ഇതൊക്കെ ഈസി ആണെന്ന് വിചാരിക്കുന്നു. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കിട്ടുന്നുണ്ടോ? Yes, sir. Okay, fine. Then do this. Phase is coded as HCEG. Then the code for high. ഓക്കെ, തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? +2 ആണല്ലേ? എല്ലാത്തിൻ്റെ ഒപ്പം +2 ആണ് ചെയ്തിരിക്കുന്നത്. F+2H, A+2C, then C+2E, E+2G. അതേ +2 മാത്രം ചെയ്താൽ മതി, ആൻസർ ചെയ്ത് കിട്ടും. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ, ഫൈൻ. ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നേരത്തെ നമ്മൾ ചെയ്ത അതേ പാറ്റേൺ ആണ്. +2 ആണെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാത്തിലും +2. Then അടുത്ത ക്വസ്റ്റ്യൻ. In a certain code, universal is written as this. In the same code, commercials will be written as. പറയും.
ഓക്കെ, നമ്മൾ ബാംഗ്ലൂരിന്റെ എഴുതിയതുപോലെ തന്നെയാണ്. അതായത് യൂണിവേഴ്സൽ എന്നുള്ള ഈ ടേമിലുള്ള ഈ ഒരു വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സും അതിന്റെ കോഡിലുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ റിവേഴ്സ് അറേഞ്ച്മെന്റ്. യൂണിവേഴ്സിനെ ഓപ്പോസിറ്റ്, യൂണിവേഴ്സൽ എന്നുള്ള വേർഡിനെ ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി കോഡ്. അതേ വേയിൽ തന്നെ കൊമേഴ്ഷ്യൽസിനെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി കോഡ്. സോ SLAITREMMOC അതാണ് നമ്മളുടെ കോഡ്. ഓക്കെ, സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. Now, moving on. In a certain coding language, chemistry is written as this. In the same code language, geometry will be written as. കണ്ടുപിടിക്കും. കെമിസ്ട്രിയുടെ കോഡ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ജോമെട്രിയുടെ കോഡ് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഓക്കെ, രണ്ടുപേർക്ക് ഓപ്ഷൻ 1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. സോ കെമിസ്ട്രി കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സിയുടെ സ്ഥാനത്ത് ഡി ആകുന്നു. സിയുടെ സ്ഥാനത്ത് ഡി ആകണമെങ്കിൽ ദാറ്റ് ഈസ് +1. ദെൻ എച്ച് ജി ആകുന്നു. എച്ച് ജി ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ, എച്ചിന് തൊട്ട് മുമ്പാണ് ജി വരുന്നത്. സോ എച്ച് -1 ആണ്. -1. ഇ എഫ് ആകണമെങ്കിൽ +1. എം എൽ ആകണമെങ്കിൽ അഗെയിൻ -1. ഐ ജെ ആകുന്നു +1. എസ് ആർ ആകണമെങ്കിൽ -1. ദെൻ ടി യു ആകണമെങ്കിൽ +1. ആർ ക്യു ആകുമ്പോൾ -1. ദെൻ വൈ ഇസഡ് ആകണമെങ്കിൽ +1. സോ +1 -1 +1 -1 ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേ പാറ്റേൺ വെച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ജിയോമെട്രി അറേഞ്ച് ചെയ്യാം. വിൽ ഗെറ്റ് ജിയോമെട്രി GEOMETRY അറേഞ്ച് ചെയ്യുമ്പോൾ G+1 എന്ന് പറയുമ്പോൾ that will be H, E-1 that will be D, O+1 that is P, M-1 that is L, E+1 that is F, then T-1 is S, then R+1 that is S, and finally Y-1 is X. So this is the answer. HDPLFSSX option 4. This is the right answer. Kitio? Yes, sir. Right. So ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ആൽഫബറ്റ്സ് പൂർണ്ണമായിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ടി വരില്ല. റൈറ്റ് അവേ നിങ്ങൾ ആ എൻറ്റയർ
നമ്മുടെ ആൽഫബറ്റ്സ് പൂർണ്ണമായിട്ട് എഴുതി വയ്ക്കുക. then എങ്ങനെയാണ് 1-to-1 കമ്പാരിസൺ നടത്തി നോക്കുക. വിൽ ഗെറ്റ് ഇറ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് bat equal to 23, gat equal to 24, then what will be the code for ball? ഇവിടെ നിങ്ങൾ ABCD പൂർണ്ണമായിട്ട് എഴുതുക. എന്നിട്ട് നമ്പേഴ്സ്, അതായത് പൊസിഷണൽ വാല്യൂസ് എഴുതിയാൽ മതി. ഓക്കെ, ഓരോന്നിന്റെയും പൊസിഷണൽ വാല്യൂസ് എഴുതുക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 and 26. ഓക്കെ, പൊസിഷണൽ വാല്യൂസ് എഴുതിയിട്ട് ജസ്റ്റ് നോക്കുക. ബാറ്റും ക്യാറ്റ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് റോങ്. ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. CAT എന്നാലും നമുക്ക് ആൻസർ കിട്ടും. ഗ്യാറ്റ് അല്ല, ക്യാറ്റ് ആണ്. സോ ബാറ്റ് BAT. ബിയുടെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. എയുടെ പൊസിഷണൽ വാല്യൂ 1 ആണ്. ടിയുടെ പൊസിഷണൽ വാല്യൂ ക്യാൻ സി ഹിയർ 20 ആണ്. സോ 20 + 3 ദാറ്റ് ഈസ് 23. അങ്ങനെയാണ് ബാറ്റ് എന്ന് പറയുന്നത് 23 എഴുതിയിരിക്കുന്നത്. അതേ വേയിൽ ക്യാറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോൾ കണ്ടുപിടിക്കാമല്ലോ. ബോൾ BALL. ക്യാൻ സി ബിയുടെ പൊസിഷണൽ വാല്യൂ 2 ആണ്. എയുടെ പൊസിഷണൽ വാല്യൂ 1 ആണ്. എല്ലിന്റെ പൊസിഷണൽ വാല്യൂ 12 ആണ്. സോ 12 + 12 24 + 3 27. Okay, so that's your right answer. Option A. Now, moving on. Another question. If driver equal to 12, government is 20, believed 16, then bat equal to. Previous question ആണ്. Okay. So നിങ്ങൾ നോക്കുക. ഡ്രൈവർ ഇത് ഒരിക്കലും പൊസിഷണൽ വാല്യൂസ് അല്ല. ഡ്രൈവറിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ഡ്രൈവറിൽ ടോട്ടൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് 12 ആണ്. അതായത് 6 × 2 ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. ഗവൺമെന്റിൽ ടോട്ടൽ 10 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ × 2 ചെയ്യുമ്പോൾ യു ഗെറ്റ് 20. ബിലീവ്ഡിൽ ടോട്ടൽ 8 ലെറ്റേഴ്സ് ആണുള്ളത്. അതിനെ × 2 ചെയ്യുമ്പോൾ യു ഗെറ്റ് 16. ബാറ്റിൽ ടോട്ടൽ 3 ലെറ്റേഴ്സ് ആണുള്ളത്. അതിനെ × 2 ചെയ്യുമ്പോൾ യു ഗെറ്റ് 6. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ ഒരു കാൽക്കുലേഷനും ഇല്ല. വളരെ ഡയറക്റ്റ്ലി തന്നിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ മതി. ഈ മോഡൽ മനസ്സിലാക്കിയാൽ തന്നെ അത് കിട്ടും. ഓക്കെ, സോ അനദർ വൺ സെയിം വേയിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. റീസൺ ഈസ് കോഡഡ് ആസ് 5, ഗവൺമെന്റ് ആസ് 9, then what is the code for accident? Okay, good. റീസൺ നോക്കുമ്പോൾ റീസൺ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. റീസണിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. അവിടെ 5 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ 6 ലെറ്റർ -1. ഗവൺമെന്റ് 10 ലെറ്റേഴ്സ് ഉണ്ട്. അവിടെ 9 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ 10 -1. അതേപോലെ ആക്സിഡന്റിൽ 8 ലെറ്റേഴ്സ് ആണുള്ളത്. -1 ചെയ്യുമ്പോൾ യു ഗെറ്റ് 7.
Answer is option B. Then, അടുത്ത question. In a certain code, life is written as KMHJEGDF. How is word written in that code? ലൈഫിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ വേർഡിനെ എങ്ങനെ കോഡ് ചെയ്യും പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ലൈഫ് എന്ന് പറയുമ്പോൾ 4 ഡിജിറ്റ്സ് ആണ്, 4 ലെറ്റേഴ്സ് ആണുള്ളത്. ഈ 4 ലെറ്റേഴ്സിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ കോഡിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതായത് ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ 2 ലെറ്റർ ആണെങ്കിൽ നോക്കുക, എല്ലിന് പകരമായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? കെയും എമ്മും ആണ്. ദെൻ ഐക്ക് പകരമായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? എച്ചും ജെയും ആണ്. ദെൻ എഫിന് പകരമായിട്ട് വന്നിരിക്കുന്നത് ഇയും ജിയും. സോ യു ക്യാൻ സി ഓരോ ലെറ്ററിനും മുമ്പുള്ള ലെറ്ററും അതിനുശേഷമുള്ള ലെറ്ററുമാണ് കോഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വേഡിനെ നമുക്ക് കോഡ് ചെയ്യാമല്ലോ. വേഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഡബ്ല്യു ആണ്. ഡബ്ല്യുവിന് പകരം തൊട്ട് മുമ്പുള്ള ലെറ്റർ വിയും ദെൻ അതിനുശേഷം വരുന്ന ലെറ്റർ എക്സും. ഓയ്ക്ക് പകരം ഓയ്ക്ക് മുമ്പുള്ള ലെറ്റർ എന്നും അതിനുശേഷം വരുന്ന ലെറ്റർ പിയും. ദെൻ ആറിന് പകരം ആറിന് മുമ്പുള്ള ലെറ്റർ ക്യൂ, ആറിന് ശേഷം വരുന്ന ലെറ്റർ എസ്. ദെൻ ഡിക്ക് പകരം ഡിക്ക് മുമ്പുള്ള ലെറ്റർ സി, അതിന് ശേഷം വരുന്ന ലെറ്റർ ഇ. സോ ദിസ് വിൽ ബി യുവർ കോഡ്. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ബ്ലീഡിംഗ് ഈസ് റിട്ടൺ ആസ് ദിസ്. ഹൗ ഈസ് ഷോൾഡർ റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? കണ്ടുപിടിക്കൂ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. ജസ്റ്റ് നോക്കുക. നമ്മൾ ആദ്യം പ്ലീഡിംഗ് ആണ് ആദ്യത്തെ വേർഡ്. PLEADING. ദെൻ നമുക്ക് തന്നിരിക്കുന്ന കോഡ് നോക്കിക്കഴിഞ്ഞാൽ FMHCQMFD എന്നാണ്. ഓക്കെ, ജസ്റ്റ് ആൽഫബറ്റ്സ് ഞാനിവിടെ എഴുതുന്നു. ഓക്കെ, സോ എഴുതി. അതിന് ശേഷം ജസ്റ്റ് നോക്കുക, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് ടു ഫസ്റ്റ് ഡിജിറ്റ് കമ്പാരിസൺ ആദ്യം നടത്തി നോക്കാം. സോ പ്ലീഡിങ്ങും അതിന്റെ കോഡും തമ്മിൽ ആദ്യത്തെ ലെറ്ററും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇത്തരം കമ്പാരിസൺ പോസിബിൾ ആണോ എന്നുള്ളത് പ്രോസ്പെക്ട് ചെയ്യാം. പി ബിക്കേം എഫ്. പി എഫ് ആകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്കോട്ട് വന്നിട്ടുണ്ട്, റൈറ്റ്? ദെൻ എൽ എം ആകുന്നു, അവിടെ അടുത്താണ്. ദെൻ ഇ എച്ച് ആകുന്നു, ഈ എച്ച് ആവണമെങ്കിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു. സോ അവിടെ ഒരു ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് ഏതെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ നോക്കുക. ലൈക്ക് ഫസ്റ്റ് ലെറ്റർ ടു എൻ ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ ടു എൻ ലെറ്റർ ഉണ്ടോ നോക്കിയേ. പി
ബി ആകുന്നു. അഗൈൻ ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട്. ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒന്നും തന്നെ കിട്ടാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അതായത് ക്യാൻ ഗോ ഫോർ PLEA. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഈ PLEAയും ഈ QMFBയും തമ്മിൽ റിലേറ്റഡ് ആണ്. ചെക്ക് ചെയ്യൂ. PLEA P+1 is Q. ഞാനിവിടെ PLEAയും PLEA then QMFB രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സെക്കൻഡ് പോർഷൻ ആണെന്ന് വിചാരിക്കണം, അത് തെറ്റിക്കരുത്. സെക്കൻഡ് പോർഷനുമായിട്ട് റിലേഷൻ എന്ന് പറയുന്നത് PQ ആകുന്നു. PQ ആകണമെങ്കിൽ +1, LM ആകുന്നു +1, EF ആകുന്നു +1, AB ആകുന്നു +1. സോ ഫസ്റ്റ് 4 ഡിജിറ്റ്സും കോഡിലെ ലാസ്റ്റ് 4 ഡിജിറ്റ്സും തമ്മിലാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DINGയും റിലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് പോർഷനുമായിട്ടാണ്. ജസ്റ്റ് DING കോഡിലെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് you can see FMHC. നിങ്ങൾ നോക്കുമ്പോൾ DF ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is +2. IM ആകുന്നു ആകണമെങ്കിൽ 1 2 3 4 5. NH ആകുന്നു ആകുമ്പോൾ ആ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗോ ഫോർ എനി അതർ ഓപ്ഷൻ. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കിയേ, ഫസ്റ്റ് ടു എൻഡ് DC ആകണമെങ്കിൽ -1, IH ആകണമെങ്കിൽ അഗെയിൻ -1, NM ആകുന്നു അതും -1, GF ആകുന്നു അതും -1. സോ സെക്കൻഡ് സെറ്റിൽ ഫസ്റ്റ് ലെറ്റർ ടു എൻഡ് ലെറ്റർ ആണ് റിലേഷൻ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ടു എൻഡ് ലെറ്റർ എന്നുള്ള രീതിയിലായിരിക്കും സെക്കൻഡ് സെറ്റിന് റിലേഷൻ വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്തുകൂടെ? ഷോൾഡർ എഴുതുക. SHOULDER. SHOULDERന്റെ ഫസ്റ്റ് 4 ഡിജിറ്റ്സ് അതിന്റെ റിലേഷൻ വരേണ്ടത് സെക്കൻഡ് പാർട്ടിലുള്ള എൻഡ് 4 ഡിജിറ്റ്സുമായിട്ടാണ്. അതായത് S+1 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി T നിങ്ങൾ ആദ്യം എഴുതുക. ഓക്കെ, H+1 is I, O+1 is P, U+1 is D. So this is the end portion. Then first portion കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഷോൾഡറിന്റെ ലാസ്റ്റ് പോർഷൻ ഇല്ലേ, അതായത് LDERന്റെ ആറിൽ സ്റ്റാർട്ട് ചെയ്യാം, ബിക്കോസ് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് വേണം. ആറിൽ തുടങ്ങുമ്പോൾ R-1 എന്ന് പറയുന്നത് Q ആണ്. സോ എൻഡ് ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക, ആദ്യം എഴുതുക. R-1 എന്ന് പറയുന്ന Q നമ്മൾ ആദ്യം എഴുതുന്നു. ദെൻ E-1 ദാറ്റ് ഇസ് D രണ്ടാമത് എഴുതുന്നു. ദെൻ D-1 ദാറ്റ് ഇസ് C മൂന്നാമത് എഴുതുന്നു. L-1 ദാറ്റ് ഇസ് K. ഇതാണ് നമ്മളുടെ കോഡ്. ഓപ്ഷൻസിലുണ്ടല്ലോ QDCKTIPV. റൈറ്റ് ആൻസർ. അതായത് ഇവിടെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എൻറ്റയർ കോഡിനെ റിവേഴ്സ്ലി, അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ആദ്യത്തെ പോർഷന് ഈ രണ്ടാമത്തെ പോർഷനുമായിട്ടായിരുന്നു റിലേഷൻ. ആ ഒരു രീതിയിലാണ് കോഡ് വന്നിരിക്കുന്നത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. മറ്റൊരു ക്വസ്റ്റ്യൻ, DISC കോഡഡ് ആസ് FLG. ഇത് നമ്മൾ ഡൈസ് ചെയ്തായിരുന്നോ? ഇല്ല അല്ലെ. FLGJ then the code for byte will be. പെട്ടെന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ മോഡലുള്ളതല്ലേ? പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് പറയാം. ഡൈസ് ഈസ് കോഡഡ് ആസ് FLGJ. റിലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? മൈക്ക് ഓൺ ചെയ്ത് ആരെങ്കിലും ഒന്ന് റിലേഷൻ പറയൂ. സോ വി ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്, ദാറ്റ്സ് വൈ. D.
ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. +1 ആ ഇതിലാണോ റിലേഷൻ വരുന്നത്? അതെ സർ, ബി സി ഡി അപ്പൊ +1 ആ ഐ +2 ഓക്കെ, ജെ. +1 +2 +3 അങ്ങനെ പോകും അല്ലേ? ആ യെസ് സർ. ഓക്കെ, എനിവേ അത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഈ മോഡൽ നമ്മൾ പലതവണ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Red is coded as 6720. Then how would green be coded? പറയും, കണ്ടുപിടിക്കും. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി പൊസിഷണൽ വാല്യൂസുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ പൊസിഷണൽ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ശ്രമിക്കുക. ഓക്കെ, ഓപ്ഷൻ സി. സി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് എന്നുള്ളതാണ് RED. പൊസിഷണൽ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ആറിന്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? 18 ആണ്. ദെൻ ഇയുടെ പൊസിഷണൽ വാല്യൂ 5 ആണ്. ദെൻ ഡിയുടെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് 6720 ആണ്. ഓക്കെ, ഈ പറയുന്ന നമ്മളുടെ ഈ കോഡിനെ 6720 ആക്കാൻ പറ്റുമോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഫോർ ദാറ്റ് റിവേഴ്സ് ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യുക. DER എന്നാണെങ്കിൽ DER ആണെങ്കിൽ 4518 ആണ്. ഇതിനെ 6720 ആക്കാൻ പറ്റുമോ? 4നെ 6 ആക്കണമെങ്കിൽ +2, 5നെ 7 ആക്കണമെങ്കിൽ +2, 18നെ 20 ആക്കണമെങ്കിൽ +2. ചെയ്താൽ മതിയല്ലോ. യു വിൽ ഗെറ്റ് എത്രയാ? 6, 7, 20. ഇതല്ലേ ചെയ്തിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന വേർഡിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതി, റിവേഴ്സ് ഓർഡറിന്റെ പൊസിഷണൽ വാല്യൂസ് എഴുതിയിട്ട് +2 എല്ലാത്തിൻ്റെ ഒപ്പം ആഡ് ചെയ്തു. അപ്പൊ ഗ്രീനിനെ അതേ രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം. ലെറ്റ് ഡു ദിസ്. ഗ്രീനെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ NEERG, NEERG. സോ എന്നിന്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എന്നിന്റെ 14, ഇയുടെ 5, ഇയുടെ 5, ആറിന്റെ 18, ജിയുടെ 7. ഇതാണ് നമുക്ക് കിട്ടുക. സോ ഇതിന്റെ ഒപ്പം ഇതിലെല്ലാത്തിന്റെ ഒപ്പം 2 ആഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എത്ര വരും? 14 + 2 16, 5 + 2 7, 5 + 2 7, 18 + 2 20, 7 + 2 that is 9. So this is your answer. 16,77,209. കണ്ടോ? ക്ലിയർ ആണോ? ഡിയും സിയും ഒന്നും അല്ല, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. കിട്ടിയോ എല്ലാവർക്കും? ഞാൻ ഈ ചെയ്തത് മനസ്സിലാക്കി പറയും. ഓക്കെ, ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ. UGC net equal to 35, then CSIR net is equal to dash.
ഓക്കെ, UGC നെറ്റിന്റെ പൊസിഷണൽ വാല്യൂസ് എടുത്ത് നോക്കുക. പൊസിഷണൽ വാല്യൂ യുവിന്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? യു ദാറ്റ് ഇസ് 21, G 7, then C 3, then N 14, E is 5, then T is 20. T. ഓക്കെ, ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് എത്ര കിട്ടും? 21 plus 7 28, 31, 31 plus 14 45, 50, 70. 70 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 35 ആണ്. 70 എന്ത് ചെയ്താലാണ് 35 കിട്ടുക? ഡിവൈഡ് ബൈ 2 ചെയ്യൂ, യു വിൽ ഗെറ്റ് 35. ഓക്കെ, അതേ വേയിൽ CSIR നെറ്റ് എഴുതും. CSIR നെറ്റ് NETയുടെ നമുക്കറിയാം 14 plus 15 plus 20, then സിയുടെ 3 ആണ്. SIR റൈറ്റ്. എസിന്റെ 19, I 9. 19 plus 9 plus R is 18. 19 plus 9 plus 18. 19 plus 9 plus 18. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? $88 ആണോ കിട്ടിയത് ടോട്ടൽ? ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ you will get 88, right? 80 Yes, sir. divided by 2 ചെയ്യുക, you will get 44. So the right answer is option 3. So ഈ മോഡലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം, അതിനു വേണ്ടിയാണിത്. Then മറ്റൊരു ക്വസ്റ്റ്യൻ, belongings is coded as table step. How will you code linen? ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല ആദ്യം എന്ത് നോക്കണം എന്ന് പറഞ്ഞത്? ഈ ബിലോങ്ങിങ്സിലുള്ള വേർഡ് തന്നെയാണോ കോഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. അല്ല, ബിലോങ്ങിങ്സിലുള്ള അതേ വേർഡുകളല്ല കോഡിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ക്ലോസ് ചെക്ക് ചെയ്യുക. ഈ ബിലോങ്ങിങ്സിൽ പറഞ്ഞിരിക്കുന്ന അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സോ ബിലോങ്ങിങ്സിലെ L അതാണ് ലിനനിൽ വന്നിട്ടുള്ളത്. ദെൻ I is also there, N is also there, E is also there, then N is also there, right? സോ തന്നിരിക്കുന്ന എല്ലാ ലെറ്റേഴ്സും നമ്മളോട് ആദ്യം പറഞ്ഞ വേർഡിലുണ്ട്. അപ്പൊ ലിനനെ കോഡ് ചെയ്യാൻ വേണ്ടി അതേ പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സ് എഴുതിയാൽ മതി. അതായത് എല്ലിന്റെ പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ കോഡിൽ മൂന്നാമത്തെ ലെറ്റർ ആണ് എല്ലിന്റെ പൊസിഷനിൽ വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ലെറ്റർ വിൽ ബി ബി. ദെൻ ഐയുടെ ലെറ്റർ പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മളുടെ കോഡിൽ എൻഡിൽ നിന്നും ഫോർത്ത് ലെറ്റർ ദാറ്റ് ഈസ് ടി. ദെൻ എന്നിന്റെ പൊസിഷനിൽ വരുന്നത് എൻഡിൽ നിന്നും തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് ഇ ആണ്. ഇയുടെ പൊസിഷനിൽ വരുന്നത് സെക്കൻഡ് ലെറ്റർ ദാറ്റ് ഈസ് എ. എന്നിന്റെ പൊസിഷനിൽ വരുന്നത് എൻഡിൽ നിന്നും തേർഡ് ലെറ്റർ ആണ് ദാറ്റ് ഈസ് ഇ. സോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് BTEAE. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലും ചോദിക്കാം, ആ മോഡൽ ഓർത്തേക്കാം. ക്ലിയർ ആണോ? Yes, sir. മറ്റൊരു ക്വസ്റ്റ്യൻ, നോട്ട് ഈസ് കോഡഡ് ആസ് OQWI. BOA is coded as CQD. Then which of the following will be coded as NCWGM എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്തു നോക്കി.
ഓക്കെ, റിലേഷൻ കിട്ടിയോ? NOTE കോഡ് ചെയ്യുമ്പോൾ N എന്ന് പറയുന്നത് O ആയി മാറുന്നു. NO ആകണമെങ്കിൽ +1. OQ ആകുന്നു. OQ ആകണമെങ്കിൽ +2. TW ആകുന്നു. TW ആകണമെങ്കിൽ +3. EI ആകുന്നു. EI ആകണമെങ്കിൽ 1 2 3 4 +4. So relation we got it right. +3 ആണ്. +1 +2 +3 +4. അതാണ് റിലേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതേ റിലേഷൻ തന്നെ BOA CQD ആക്കുമ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോഡഡ് ആസ്? നമുക്ക് തന്നിരിക്കുന്നത് റിസൾട്ട് ആണ്, അതായത് നമുക്ക് തന്നിരിക്കുന്നത് കോഡാണ്. ഓക്കെ, NCWGM എന്ന് പറയുന്ന കോഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേർഡാണ്. നേരെ തിരിച്ച് കണ്ടുപിടിക്കുക. വേർഡ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, വേർഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ കോഡിലേക്ക് വന്നപ്പോൾ +1 ആണ് ചെയ്തതെങ്കിൽ വേർഡിലേക്ക് പോകുമ്പോൾ -1 ചെയ്യുക. സോ -1 -2 -3 -4 ആൻഡ് -5. സോ n-1 എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് M. ഓക്കെ, C-2 ഈസ് A. Then W-3 1 2 3 that is T. G-4 1 2 3 4 that is C. M-5 1 2 3 4 5 that is H. So നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാച്ച്. ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഈ മോഡൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഏരിയയിലേക്ക് പോവാം. ഓഫീസ് ഈസ് റിട്ടൺ ആസ് NGGHDD. How is denote written in that code language? ഓക്കെ, നമ്മൾ കോഡൊന്ന് ആദ്യം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സി ഓഫീസ് ആണ്. ഓഫീസ് എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് NGGHDD എന്നാണ്. സോ ON ആകണമെങ്കിൽ -1, FG ആകുന്നു. FG ആകണമെങ്കിൽ +1, FG ആകുന്നു +1, IH ആകുന്നു -1, CD ആകുന്നു +1, ED ആകുന്നു -1. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോഡ്. ഇതേ കോഡ് പ്രകാരം ഈ കോഡിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ പാറ്റേൺ ഉണ്ടോ? 1 -1 +1 +1 -1 +1 -1. സോ ഒരു റൈറ്റ് അവേ പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആൻസറിലേക്ക് പോയത് സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, OIE ഈ 3 ലെറ്റേഴ്സിലാണ് -1 വന്നിരിക്കുന്നത്, -1 വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതിലെല്ലാം +1 ആണ്. അതായത് എവിടെയൊക്കെയാണോ വവൽസ് വന്നിരിക്കുന്നത് അവിടെയെല്ലാം -1. റൈറ്റ്? ഓയും ഐയും ഇയും ഇവ 3 വവൽസ് ആണ്. സോ വവൽസ് വന്നിരിക്കുന്ന സിറ്റുവേഷൻസിൽ എല്ലാം -1 ചെയ്യുക. ബാക്കി നോർമൽ ഓർഡിനറി ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ +1 ചെയ്യുക. അതേ പാറ്റേൺ നമുക്ക് ഡിനോട്ടിലൊന്ന് ചെയ്തു നോക്കിയാലോ? ഡിനോട്ട്. ഓക്കെ, ഡി നോർമൽ ആണ്. സോ +1. ഡി നോർമൽ ആണ്, +1 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇ. Then E is a vowel, -1, that is D. N normal
പ്ലസ് വൺ ദാറ്റ് ഇസ് ഓ വവ്വലാണ് -1 ദാറ്റ് ഇസ് എൻ. ദെൻ ടി ഓർഡിനറി ലെറ്റർ ആണ്, യു ഗെറ്റ് യു ദാറ്റ് ഇസ് +1, ഇ -1 ദാറ്റ് ഇസ് ബി. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. റീസൺ മനസ്സിലായോ? നമുക്ക് റൈറ്റ് അവേ പാറ്റേൺ ഇല്ലെങ്കിൽ റൈറ്റ് അവേ പാറ്റേൺ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ -1 +1 -1 +1 ആ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ ആ ഓർഡർ ഇല്ല. എന്തുകൊണ്ടാ? ഫസ്റ്റ് -1 വന്നു. ഫസ്റ്റ് -1 വന്നതിന് ശേഷം പിന്നെ 2 +1 ആണ്, പിന്നെ ഒരു -1, വീണ്ടും ഒരു +1, പിന്നെ 2 +1 ഇല്ല, ഒരു +1 ഉള്ളൂ, വീണ്ടും -1. സോ ഒരു പാറ്റേൺ, ഒരു ഓർഡർ അവിടെ ഇല്ല. ആ ഓർഡർ ഇല്ലെങ്കിൽ ഉടനെ വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസറിലേക്ക് പോവുക. ആ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഞാൻ പറഞ്ഞത്. -1 കാണിച്ചിരുന്നത് എല്ലാം വവൽസിലാണ്, +1 തന്നിരിക്കുന്നത് മറ്റു ലെറ്റേഴ്സിലുമാണ്. സോ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് ആൻസറിലേക്ക് പോവാം. ക്ലിയർ ആയോ? Is it clear? Yes, sir. Okay, Yes. fine. ഇതെല്ലാം നമ്മൾ ചെയ്ത അതേ പാറ്റേൺ ആണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് ഇതെല്ലാം. ഇതിലെല്ലാത്തിനും ഇത് നിങ്ങളെല്ലാം ചെയ്തു നോക്കണ്ടാണ്, ഓൾറെഡി നമ്മൾ ചെയ്ത അതേ മോഡലാണ്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. സി എ ഈസ് കോഡഡ് ആസ് സി. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പാറ്റേൺ തരുവാണെങ്കിൽ ഉടനെ തന്നെ ആ കോഡ് അങ്ങ് എഴുതി വെച്ചേക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ലൈക്ക് ഇങ്ങനെ എ ഈസ് കോഡഡ് ആസ് സി, ദെൻ എം ഈസ് കോഡഡ് ആസ് ഐ, എൻ ഈസ് കോഡഡ് ആസ് പി, എസ് ഈസ് കോഡഡ് ആസ് ഒ, ഐ ഈസ് കോഡഡ് ആസ് എ, P is coded as N, then E is coded as M, O as E, C as S. Then what is the code for companies എന്നാണ്. സോ നിങ്ങളുടെ ഇതെല്ലാം നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, കണക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. സി ഫസ്റ്റ് ലെറ്റർ സി ആണ്, സിക്ക് പകരമായിട്ട് എസ് എഴുതണം, ഒയ്ക്ക് പകരമായിട്ട് ഇ എഴുതണം, എമ്മിന് പകരമായിട്ട് ഐ എഴുതണം, പിക്ക് പകരമായിട്ട് എൻ എഴുതണം, എക്ക് പകരമായിട്ട് സി എഴുതണം, ദെൻ എന്നിന് പകരമായിട്ട് പി എഴുതണം, ഐക്ക് പകരമായിട്ട് എ എഴുതണം, ദെൻ ഇക്ക് പകരമായിട്ട് എം എഴുതണം, ആൻഡ് ഫൈനലി എസിന് പകരമായിട്ട് ഒ എഴുതണം. ഇതെല്ലാം നമ്മൾ മുകളിൽ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Is it clear now? Yes, sir. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കോഡിംഗ് ഏരിയയിൽ നിന്ന് വരുന്നത്. കോഡിംഗ് ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ മോഡലുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു തവണ കൂടി ഒന്ന് ചെയ്തു നോക്കിയേക്കുക, ക്ലിയർ ആക്കുക. നൗ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ബ്ലഡ് റിലേഷൻ ആണ്, രണ്ടാമത്തെ ഏരിയ. ബ്ലഡ് റിലേഷനിൽ നിന്നും 2-3 കൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് എ ഫാമിലി ട്രീ. ഒരു ഫാമിലി ട്രീ ബിൽഡ് ചെയ്യുന്നത് വഴി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. സി ഫാമിലി ട്രീ എന്ന് പറയുമ്പോൾ ഈ കൺസെപ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നാമതായിട്ട് ഒരു ഇൻഡിവിജ്വലി മിസ്റ്റർ എം എന്ന് പറയുന്നത് ഒരു മെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എം ഈസ് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്ലസ് സൈൻ കൊടുത്തേക്കുക, മെയിൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ എൻ ഈസ് ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനസ് സൈൻ കൊടുത്തേക്കുക, -n. ദെൻ എം ആൻഡ് എൻ ആർ മാരീഡ് ടു ഈച്ച് അതർ, മാരേജിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഈക്വൽ ടു എം ഈക്വൽ ടു എൻ, ഇത് മാരീഡ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് കാണിക്കും. ദെൻ സിബ്ലിങ്സ് ആണ്, പി ആൻഡ് ക്യു ആർ സിബ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോ, ഹൊറിസോണ്ടൽ ആരോ ഉപയോഗിച്ചുകൊണ്ട് അവരെ തമ്മിൽ കണക്ട് ചെയ്യുക, സഹോദരങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ ബി ഇസ് ദി ചൈൽഡ് ഓഫ് എ, ബി ഇസ് ദി ചൈൽഡ് ഓഫ് എ എന്നാണെങ്കിൽ ബി ഇസ് ദി ചൈൽഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ കുട്ടിയാണ് ബി. സോ എയിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ബി കൊടുത്തേക്കാം. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഡൗൺവേർഡ് ആരോ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. ഇത് 2 ജനറേഷൻ ആണ്, എയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് ബി എന്നുള്ളത്, ഇത് ഡിനോട്ട് ചെയ്യും. ഇത്രയും സയൻസ് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ്സ് ട്രൈ. സി ഒരു ക്വസ്റ്റ്യൻ. റാം സെഡ് I am the only child of my mother. I am the only child of my mother. Next, he pointed a boy and continued. ഒരു ബോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, the boy is the husband of the grandchild of my mother. How is Ram related to that boy? How is Ram related to the boy? Okay. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ച്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് റാം എന്ന് പറയുന്നത്, റാം ആദ്യം പറഞ്ഞത് ഐ ആം ദി ഓൺലി ചൈൽഡ് ഓഫ് മൈ മദർ എന്നാണ്.
രണ്ടാമത് ഒരു കുട്ടിയെ, ഒരു ബോയിയെ കാണിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ്. ദിസ് ബോയ് ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ദി ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ മദർ. പറയും. അങ്ങനെയാണെങ്കിൽ ബോയും ഈ പറയുന്ന ബോയും ആ ഇൻഡിവിജ്വലും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫാദർ ഇൻ ലോ. ഓക്കെ, ഗുഡ്. സോ നോക്കാം. ഇപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ദി ബോയ് ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ദി ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ മദർ. സോ നമുക്ക് റാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ റാമിന്റെ മദർ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കേണ്ടത്. റാമിന്റെ മദർ, റാമിന്റെ മദറിന്റെ ഗ്രാൻഡ് ചൈൽഡ്. റാമിന്റെ മദറിന്റെ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടിയോളെന്ന് പറഞ്ഞു. റാം എന്ന് പറയുന്നത് മാത്രമാണ് റാമിന്റെ മദറിന്റെ കുട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ മകളാണ് ഈ പറയുന്ന ഗ്രാൻഡ് ചൈൽഡ്. ഓക്കെ, സോ ദിസ് ബോയ് ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ മദർ. എന്റെ മദറിന്റെ ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമിന്റെ മകളാണ്. ഈ മകളുടെ ആരാണ്? ഹസ്ബൻഡ്. ഹസ്ബൻഡ് ആണ് ബോയ്. അപ്പൊ ബോയും റാമും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ഹൗ റാം ഈസ് റിലേറ്റഡ് ടു ദി ബോയ്. റാം എങ്ങനെയാണ് ബോയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബോയിയുടെ ഭാര്യയുടെ അച്ഛനാണ് റാം, ബോയിയുടെ ഫാദർ ഇൻ ലോ. അതാണ് റാം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എസ് മദർ ഈസ് സിസ്റ്റർ ഓഫ് ബി ആൻഡ് ഡോട്ടർ ഓഫ് സി. D is the daughter of B and sister of E. How is C related to E? പറഞ്ഞതുപോലെ ഒരു റിലേഷൻ ഒന്ന് ബിൽഡ് ചെയ്ത്. ഓക്കെ, ഓപ്ഷൻ സി കിട്ടിയിരുന്നു. നമുക്ക് നോക്കാം. അതായത് എസ് മദർ ഈസ് സിസ്റ്റർ ഓഫ് ബി. നമുക്ക് എയുടെ മദറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയുടെ മദർ എന്ന് പറയുന്നത് ഈസ് സിസ്റ്റർ ഓഫ് ബി. ബിയുടെ സിസ്റ്റർ ആണ്. ബിയുടെ സിസ്റ്റർ ആണ്. ആൻഡ് ഡോട്ടർ ഓഫ് സി. സിയുടെ ഡോട്ടറുമാണ്. ഓക്കെ, നമുക്കൊരു റിലേഷൻ കിട്ടി. ഡി ഈസ് ദി ഡോട്ടർ ഓഫ് ബി. ബിയുടെ ഡോട്ടർ ആണ് ആര്? ഡി. ബിയുടെ മകളാണ് ഡി. ആൻഡ് സിസ്റ്റർ ഓഫ് ഇ. ഡി എന്ന് പറയുന്നത് ഇയുടെ സിസ്റ്ററുമാണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഗേളാന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഹൗ സി ഈസ് റിലേറ്റഡ് ടു ഇ. അങ്ങനെയാണെങ്കിൽ സിയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലേഷൻ പറഞ്ഞു. ഗ്രാൻഡ് മദർ. ഫൈൻ. സി നോക്കുക, സിയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞത് അതായത് സിയുടെ മകൾ തന്നെയാണ്. മകനോ മകളോ ആണ് ഇ. സോ ഇയുടെ അമ്മയുടെ അമ്മയാണ്, അമ്മയുടെയോ അച്ഛന്റെയോ അമ്മയാണ് ആര്? സി. സോ 2 ജനറേഷൻ മുകളിലാണ്. 2 ജനറേഷൻ മുകളിലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഗ്രാൻഡ് മദർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ വിമൻ, എ മാൻ സെഡ്, her father is the only son of my father. Her father is the only son of my father. How the man related to the women? കണ്ടുപിടിക്കൂ.
കിട്ടുന്നില്ലേ? ഒരു വിമനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാൻ പറയുവാണ്, ഹിയർ ഫാദർ ഈസ് ദി ഓൺലി സൺ ഓഫ് മൈ ഫാദർ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എന്താണ്? ഓക്കെ, ആ ലേഡി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലേഡിയുടെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഈസ് ദി ഓൺലി സൺ ഓഫ് മൈ ഫാദർ. എന്റെ അച്ഛൻ മൈ ഫാദർ, എന്റെ ഫാദറിന്റെ ഒറ്റ സൺ എന്ന് പറഞ്ഞാൽ അത് ഞാനല്ലേ? റൈറ്റ്, അത് ഞാനല്ലേ, ആ മാനല്ലേ? സോ ഞാൻ ചൂണ്ടിക്കാണിച്ചു പറയാണ്, ഈ ലേഡിയുടെ, ഈ പെൺകുട്ടിയുടെ ഫാദർ എന്ന് പറയുന്നത് ഇത് ദി ഓൺലി സൺ ഓഫ് മൈ ഫാദർ, എന്റെ അച്ഛന്റെ ഒറ്റ മകനാണ് എന്ന് പറഞ്ഞാൽ ഞാനല്ലേ? എന്റെ അച്ഛന്റെ ഒറ്റ മകൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ മകളാണ് ആ കുട്ടി, റൈറ്റ്? എന്റെ മകളാണ്. സോ ഫാദർ ഓഫ് ദി വിമൻ, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ മാൻ, അഭിജിത്ത് സെഡ്, his granddaughter is the only daughter of my brother. His granddaughter is the only daughter of my brother. How is the man related to Abhijit? ഒരു ഇൻഡിവിജ്വലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഇൻഡിവിജ്വലിന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് എന്റെ ബ്രദറിന്റെ ഒറ്റ മകളാണ്. അങ്ങനെയാണെങ്കിൽ ആ മാനും അഭിജിത്തും തമ്മിലുള്ള റിലേഷൻ എന്താ? സി ആണോ, എ ആണോ? ഓക്കെ, ജസ്റ്റ് നോക്കുക. ഒരു മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിജിത്ത് പറയുകയാണ്, ഹിസ് ഗ്രാൻഡ് ഫാദർ, ആ ഒരു ഇൻഡിവിജ്വൽ മാനിന്റെ ഗ്രാൻഡ് ഫാദർ, രണ്ട് ലെവലാണല്ലോ. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്, ഗ്രാൻഡ് ഫാദർ ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ്, സോറി, മൈ മിസ്റ്റേക്ക്, ഗ്രാൻഡ് ഫാദർ അല്ല, ഗ്രാൻഡ് ഡോട്ടർ ആണ്. പോയിന്റിംഗ് ടു എ മാൻ, അഭിജിത്ത് സെഡ്, ഹിസ് ഗ്രാൻഡ് ഡോട്ടർ, ഈ ഇൻഡിവിജ്വൽ മാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ രണ്ട് ലെവൽ താഴെയാണല്ലോ, ഇതാണ് ഗ്രാൻഡ് ഡോട്ടർ, ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ബ്രദർ. ഈ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നത് എന്റെ ബ്രദറിന്റെ മകളാണ്. അതായത് എന്റെ ബ്രദർ നീ എന്ന് പറയുന്നത് ഇവിടെ അഭിജിത്ത് ആണ്. അഭിജിത്തിന്റെ ബ്രദറിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് എന്റെ അച്ഛനും കൂടിയല്ലേ, റൈറ്റ്? സോ ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, ഈ മാൻ എന്ന് പറയുന്നത് എന്റെ ബ്രദറിന്റെ അച്ഛനാണ്. ആൻഡ് യൂണിറ്റ് റീം, എന്റെ ബ്രദറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്റെ അച്ഛനാണ്. സോ റിലേഷൻ എന്ന് പറയുന്നത് ഫാദർ ആണ്. Hope you got it. ക്ലിയർ ആണോ? Yes, sir. മറ്റൊരു ക്വസ്റ്റ്യൻ. ജെനിഫേഴ്സ് ഫാദർ ഇൻ ലോ ഈസ് മൈ ബ്രദർ. ഹെലൻ ഈസ് എ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മൈ ഫാദർ. ഹൗ ഈസ് ഹെലൻ റിലേറ്റഡ് ടു ജെനിഫർ? ട്രൈ ചെയ്യൂ.
സി. ഓക്കെ, സോ നോക്കാം. ജെനിഫേഴ്സ് ഫാദർ ഇൻ ലോ. സോ ജെനിഫറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജെനിഫറുടെ ഹസ്ബൻഡ്. ഓക്കെ, ഹസ്ബൻഡിന്റെ ഫാദർ എന്ന് പറയുമ്പോഴാണല്ലോ ജെനിഫറിന്റെ ഫാദർ ഇൻ ലോ ആവുന്നത്. ഹീസ് മൈ ബ്രദർ. ഫാദർ എന്ന് പറയുന്നത് എന്റെ ബ്രദറാണ്. ഈസ് മൈ ബ്രദർ. സോ ഇവിടെയാണ് മീ വരുന്നത്. ഹെലൻ ഈസ് എ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മൈ മദർ. ഹെലൻ എന്ന് പറയുന്നത് ഇവരുടെ മദറിന്റെ, രണ്ടുപേരുടെയും മദറിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. അതായത് ഈ പറയുന്ന ജെനിഫറുടെ ഹസ്ബൻഡിന്റെ സഹോദരിയാണ് ഹെലൻ. ഓക്കെ, ഹെലൻ. ദെൻ ഹൗ ഹെലൻ ഈസ് റിലേറ്റഡ് ടു ജെനിഫർ. ഹെലനും ജെനിഫറും തമ്മിലുള്ള റിലേഷൻ അപ്പൊ എന്താണ്? ഹെലന്റെ സഹോദരന്റെ ഭാര്യയാണ് ജെനിഫർ. സോ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റർ ഇൻ ലോയാണ്. കിട്ടിയായിരുന്നു അത്? ക്ലിയർ ആയില്ല? ഓക്കെ, നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ ചേമ്പുകളും വെച്ചിട്ട് റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് പോവാം. ആദ്യത്തെ സെന്റൻസിൽ പറയുന്ന കാര്യം എന്താ? ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് ജെനിഫേഴ്സ് ഫാദർ ഇൻ ലോ ഈസ് മൈ ബ്രദർ. സോ ജെനിഫറിന്റെ ഹസ്ബൻഡ്, ഹസ്ബൻഡ് ആണ്. ജെനിഫറുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഫാദർ. ഇതാണല്ലോ ജെനിഫറിന്റെ ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത്. ജെനിഫറിന്റെ ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത് എന്റെ ബ്രദർ ആണ്. ഇവിടെയാണ് മീ വരിക. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇനി നോക്കി, ഹെലൻ ഈസ് എ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മൈ മദർ. സോ എന്റെ മദർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്റെ സഹോദരന്റെ മദർ ആണല്ലോ. സോ മദർ എന്ന് പറയുന്നത് ഇവിടെ വരും. ഈ മദറുടെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ യു ക്യാൻ സി, ഒന്നെങ്കിൽ എന്റെ ഡോട്ടർ ആകാം, അല്ലെങ്കിൽ എന്റെ സഹോദരന്റെ ഡോട്ടർ ആകാം. റൈറ്റ്? രണ്ടായാലും ഈ മദറിന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ 2 ജനറേഷൻ താഴെയല്ലേ? അതായത് ജെനിഫറിന്റെ ഹസ്ബൻഡിന്റെ സഹോദരിയായിട്ട് വരും. ഓക്കെ, 2 ജനറേഷൻ താഴെ വരും. ജെനിഫറിന്റെ ഹസ്ബൻഡിന്റെ ഡയറക്റ്റ് സഹോദരിയാകാം, അല്ലെങ്കിൽ കസിൻ ആകാം. ഇത് രണ്ടായാലും ഹെലനും ജെനിഫറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിസ്റ്റർ ഇൻ ലോ എന്നുള്ള റിലേഷൻ ആയിരിക്കും. കിട്ടിയോ? ശരി. ഇത് സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇതേ മോഡൽ കണ്ടതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡു ദിസ്. എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ 6 members. 6 ആണ് ഇത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. Are 6 members in a family in which there are 2 married couples. ഇതിൽ 2 മാരീഡ് കപ്പിൾസ് ഉണ്ട്. എ ടീച്ചർ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്, അദ്ദേഹം മാരി ചെയ്തിരിക്കുന്നത് ഡോക്ടറെയാണ്. ഹൂ ഈസ് ദി മദർ ഓഫ് സി ആൻഡ് എഫ്? ദെൻ ബി എ ലോയർ ആണ്. എ ലോയർ ഈസ് മാരീഡ് ടു എ. A has 1 son and a grandson. Of the 2 married ladies, one is a housewife. There is also 1 student and 1 male engineer in the family. അങ്ങനെയാണെങ്കിൽ how is A related to C? Try to find it out. ഇത്രയും കൊണ്ട് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ റിലേഷനും നിങ്ങൾ എഴുതി നോക്കി ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കും.
ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ ABCDEF 6 മെമ്പേഴ്സ് ഉണ്ട്. ഈ 6 മെമ്പേഴ്സിൽ 2 മാരീഡ് കപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാരീഡ് കപ്പിൾസ് ഉണ്ട്. ഈ എ ടീച്ചർ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. ഈ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹം മാരി ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ സ്പൗസ് എന്ന് പറയുന്ന ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പൗസ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടറാണ്. അതാരാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൂ ഈസ് ദി മദർ ഓഫ് സി ആൻഡ് എഫ്. ഇവരുടെ രണ്ട് മക്കളാണ് സിയും എഫും. ഓക്കെ, അപ്പൊ സിയും എഫും സിബ്ലിങ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെന്റൻസിൽ നിന്ന് കിട്ടുന്നത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബി ദി ലോയർ ഈസ് മാരീഡ് ടു എ. ബി എന്ന് പറയുന്നത് ഈ ഒരു കപ്പിൾ കഴിഞ്ഞാൽ അടുത്ത കപ്പിൾ എന്ന് പറയുന്നത് ബിയും എയുമാണ്. ബി എന്ന് പറയുന്നത് ഈസ് എ ലോയർ. ലോയർ ഈസ് മാരീഡ് ടു എ. എ ഹാസ് എ സൺ ആൻഡ് എ ഗ്രാൻഡ് സൺ. എക്ക് ഒരു സണ്ണും, ഇതൊരു ഫാമിലി ആണല്ലോ. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു സണ്ണും ഒരു ഗ്രാൻഡ് സണ്ണും ഉണ്ട്. ഓക്കെ, ഓഫ് ദി 2 മാരീഡ് ലേഡീസ് 1 ഈസ് എ ഹൗസ് വൈഫ്. ഈ തന്നിരിക്കുന്ന 2 മാരീഡ് ലേഡീസിൽ ഒരെണ്ണം ഹൗസ് വൈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 2 മാരീഡ് ലേഡീസ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാം. ഒരെണ്ണം ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആരായിരിക്കും? ഇതാണ് ഹൗസ് വൈഫ്. എന്തുകൊണ്ടാ? ഇപ്പൊ രണ്ടാമത്തെ മാരീഡ് കപ്പിൾസിൽ ഇയും പിന്നെയുള്ള ആളും രണ്ടും വർക്കിംഗ് ആണ്. വർക്ക് ചെയ്യാത്തത് ഈ ഒരു കപ്പിൾസിൽ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. അപ്പൊ എ ആണ് ഹൗസ് വൈഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലേഡി ആണിത്. സോ മൈനസ് ഇട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ദെൻ ഇതെന്ന് പറയുന്നത് ഒരു മാൻ ആണ്. ദെൻ എ ഹാസ് എ ഗ്രാൻഡ് സൺ ആൻഡ് സൺ എന്ന് പറഞ്ഞു. 2 മാരീഡ് കപ്പിൾസ്, 1 ഈസ് എ ഹൗസ് വൈഫ്. There is also one student and one male engineer in the family. ഈ തന്നിരിക്കുന്നതിൽ ഒരു സ്റ്റുഡന്റും ഒരു മെയിൽ എഞ്ചിനീയറും ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ എ ഈസ് റിലേറ്റഡ് ടു സി? എയും സിയും തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്ക് മിസ്സായിട്ടുള്ള ആരാണെന്ന് നോക്കി. ബി സി ഡി ആണ് മിസ്സായിട്ടുള്ളത്. ഡോക്ടർ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. നമുക്ക് ആ ഒരു എൻറ്റയർ റിലേഷൻ കിട്ടി. അതായത് ബിയുടെയും എയുടെയും മക്കളാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് പറയാം. ഒന്നെങ്കിൽ ഇ ആണ് അല്ലെങ്കിൽ ഡി ആണ്. അതാരാണ് നമുക്ക് വ്യക്തമായിട്ട് അതിനുള്ള ക്ലൂ ഇവിടെ തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ല. അവരുടെ മക്കളാണ് സിയും എഫും. ഇത്രയുമാണ് നമുക്ക് അറിയാവുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഹൗ എ ഈസ് റിലേറ്റഡ് ടു സി എന്നാണ്. എ ഗ്രാൻഡ് മദർ ആണെന്നറിയാം. സിയുടെ ആരാണ്? സിയുടെ പാരന്റിൽ ഒരാളുടെ മദർ ആണ്. സോ സിയുടെ ഗ്രാൻഡ് മദർ ആണ് എ. ഓക്കെ, സോ ഹൗ എ ഈസ് റിലേറ്റഡ് ടു സി? എ എന്ന് പറയുന്നത് സിയുടെ ഗ്രാൻഡ് മദർ ആണ്. കിട്ടിയോ? ഓക്കെ, ഇത്രയും റിലേഷൻസ് നോക്കുക. ഇത്രയും റിലേഷൻസിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് തനിയെ ട്രൈ ചെയ്യാം. നമ്മൾ കണ്ട റിലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഡൗട്ട്സ് വരുവാണെങ്കിൽ ഷെയർ ചെയ്യാം. നൗ ലെറ്റ് മീ മൂവ് ഓൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ഏരിയ ഡയറക്ഷൻ സെൻസ് ആണ്. ഓക്കെ, ഇനി ഈ ഡയറക്ഷൻ സെൻസ് ഏരിയയും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അടുത്ത സെഷന്റെ ഭാഗമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ ഡയറക്ഷൻ സെൻസിലേക്ക് വരുമ്പോൾ, ഡയറക്ഷൻ സെൻസിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തായിരിക്കും? ബേസിക് ഡയറക്ഷൻസ് ആണ്. അതായത് യു നീഡ് ടു നോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈ കൺസെപ്റ്റ് ആദ്യം അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഇൻഡിവിജ്വൽ നോർത്തിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താൽ അത് ഈ സൈഡിലേക്കാണെന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ ഈ സൈഡിലേക്കാണെന്നും അറിയാം. ഓക്കെ, സെയിം വേയിൽ ഈ വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഇതാണ്, ദെൻ അദ്ദേഹത്തിന്റെ റൈറ്റ് ഇതാണ്. സോ സെയിം വേയിൽ സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റ് ഇതാണ്, ലെഫ്റ്റ് ഇതായിരിക്കും. ഓക്കെ, ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്,
റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും കൺസെപ്റ്റുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഡയറക്ഷൻ സെൻസിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബേസിക് ഐഡിയ വെച്ചേക്കുക. ഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ വാക്സ് 400 meters ഇൻ നോർത്ത് ഡയറക്ഷൻ. സോ നമ്മൾ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ നോർത്ത് ഡയറക്ഷനിൽ 400 മീറ്റർ വാക്ക് ചെയ്തു. സോ നോർത്ത് ഡയറക്ഷനിലേക്ക് 400 മീറ്റർ അദ്ദേഹത്തിന് നടത്താം. ഓക്കെ, സോ നോർത്തിലേക്ക് 400 മീറ്റർ. took a left turn and walked 600 meters. അവിടെ നിന്ന് അദ്ദേഹം ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 600 meters വാക്ക് ചെയ്യുന്നു. 400-നേക്കാൾ വലുതായിരിക്കണം 600. Then he again takes a left turn and walks 400 meters. അവിടെ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, 400 meters വാക്ക് ചെയ്യുന്നു. How far and in which direction he is from the original position? ഇപ്പോ നിൽക്കുന്ന ഈ പൊസിഷനും അദ്ദേഹത്തിന്റെ ഒറിജിനൽ പൊസിഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ആൻഡ് ഇത് ഏത് ഡയറക്ഷനിലാണ്? ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? മുകളിൽ നിങ്ങൾ നോക്കിയാൽ 600 എന്ന് കാണാം. ആ 600 തന്നെയാണ് ഡിസ്റ്റൻസ് വരിക. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് വെസ്റ്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വെസ്റ്റിലാണ്. സോ 600 മീറ്റർ വെസ്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ 3 600 മീറ്റർ വെസ്റ്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ത്രൂ ഔട്ട് ആ തന്നിരിക്കുന്ന പോലെ അങ്ങ് വരച്ചു പോയാൽ മതി. ഓരോ ലെഫ്റ്റ് ടേണും റൈറ്റ് ടേണും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് പോയിന്റിൽ എത്താൻ സാധിക്കും. കിട്ടിയോ എല്ലാവർക്കും? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ ദീപക് വാക്സ് 5 kilometers ടുവേർഡ്സ് സൗത്ത്. ഓക്കെ, ഓരോ പോയിന്റ് നമ്മൾ അതേപോലെ തന്നെ വരച്ചു പോവുക. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്യുക. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അദ്ദേഹം ആദ്യം വാക്സ് 5 kilometers ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് 5 kilometer ട്രാവൽ ചെയ്തു. ആ, റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞത്? ശരി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എ മാൻ വാക്സ് 400 meters ഇൻ നോർത്ത് ഡയറക്ഷൻ. ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നോർത്തിലേക്ക് 400 മീറ്റർ. ഓക്കെ, 400 മീറ്റർ. ദെൻ ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. റൈറ്റ് ആണ് ഇങ്ങോട്ട്, ലെഫ്റ്റ് ടേൺ എടുക്കുന്നു ഇങ്ങോട്ട്. ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 600 മീറ്റർ വാക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് അഗെയിൻ ടേക്ക് എ ലെഫ്റ്റ് ടേൺ. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുത്തത്. ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 400 മീറ്റർ വാക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദി ഒറിജിനൽ പൊസിഷൻ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള എയിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന ബിയിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ബിക്കോസ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നോർത്തിലേക്ക് പോയത് 400 മീറ്ററും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്നത് 400 മീറ്റർ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുകളിൽ തന്നിരിക്കുന്ന 600 meters തന്നെയായിരിക്കും. ഫസ്റ്റ് തിങ്. ദെൻ ഏത് ഡയറക്ഷനാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത് വെസ്റ്റിലാണ്. സോ 600 meter വെസ്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ചെയ്യാം. മിസ്റ്റർ ദീപക് വാക്സ് 5 kilometers ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് 5 kilometer ട്രാവൽ ചെയ്യുന്നു. ദെൻ ടേൺസ് ടു ദി റൈറ്റ്. അവിടെ നിന്നും റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു. സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു. റൈറ്റ്, അതിന് റൈറ്റ് ഏതാണ്? ഇതാണ്. റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് ആഫ്റ്റർ വാക്കിംഗ് 3 kilometers ഹി ടേൺസ് ടു ദി ലെഫ്റ്റ്. 3 kilometer റൈറ്റിലേക്ക് ട്രാവൽ ചെയ്തു. അതിനുശേഷം ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 5 kilometer ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് റൈറ്റ് നൗ? ഇപ്പൊ അദ്ദേഹം ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്? ഇപ്പൊ നിൽക്കുന്ന പോയിന്റിൽ നിന്നും നോക്കുവാണെങ്കിൽ അദ്ദേഹം ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നത്? സൗത്ത് ഡയറക്ഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്.
ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഓരോ ടേണിങ്ങും കൃത്യമായിട്ട് മാർക്ക് ചെയ്താൽ മതി. മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ എൻഡ് ഡയറക്ഷൻ ഏതാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഡയറക്ഷനിലാണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എവിടെയാണെന്ന് ചോദിച്ചാലോ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് സൗത്ത് വെസ്റ്റ് എന്ന് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുവാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം നിൽക്കുന്ന ഡയറക്ഷൻ ഏതാണ്? അദ്ദേഹം താഴോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. അദ്ദേഹം സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: റാം ഡ്രോ 10 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത്. നോർത്തിലേക്ക് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. നിങ്ങൾ ഡ്രോ ചെയ്യൂ. 10 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത് ആൻഡ് ദെൻ 5 കിലോമീറ്റർ ടുവേഴ്സ് വെസ്റ്റ്. 5 കിലോമീറ്റർ വെസ്റ്റിലേക്ക് ഡ്രോ ചെയ്യുക ബൈ ഹിസ് കാർ ആൻഡ് ദെൻ ടേൺ ടു ദി സൗത്ത് ആൻഡ് കവേർഡ് 3 കിലോമീറ്റർ. അവിടെ നിന്ന് സൗത്തിലേക്ക് ടേൺ ചെയ്യുന്നു, 3 കിലോമീറ്റർ കവർ ചെയ്യുന്നു. ഫർദർ ഹി ടേൺ ടു ദി ഈസ്റ്റ് ആൻഡ് മൂവ്ഡ് 6 കിലോമീറ്റർ. അവിടെ നിന്നും ഈസ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. ഫൈനലി ഹി ടേൺ ടു ദി റൈറ്റ് ആൻഡ് മൂവ്ഡ് 7 കിലോമീറ്റർ. അവസാനം അദ്ദേഹം റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 7 കിലോമീറ്റർ മൂവ് ചെയ്യുന്നു. ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്? പറയും, ചെയ്ത് നോക്കിയിട്ട് പറയും. ഓപ്ഷൻ 2. ഒരുപാട് ടൈം എടുക്കില്ല, വേഗം ചെയ്യൂ. സോ നമുക്ക് തന്നിരിക്കുന്നത് റാം ഡ്രോ 10 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. ആസ് വി സെഡ്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നോർത്തിലേക്ക് 10 കിലോമീറ്റർ. ഓക്കെ, 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 5 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. അവിടെ നിന്നും 5 കിലോമീറ്റർ, ഈ 10ന്റെ പകുതി മതി, 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു ബൈ ഹിസ് കാർ. ദെൻ ടേൺ ടു ദി സൗത്ത് ആൻഡ് കവേർഡ് 3 കിലോമീറ്റർ. അവിടെ നിന്ന് സൗത്തിലേക്ക് ടേൺ ചെയ്തിട്ട് വെറും 3 കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. 3 കിലോമീറ്ററും 10 കിലോമീറ്റർ 5 കിലോമീറ്റർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ വരയ്ക്കുമ്പോഴും ഓർക്കുക. 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഫർദർ ഹി ടേൺ ടു ദി ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഈസ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 5 കിലോമീറ്റർ ആകുമ്പോൾ ലൈൻ ടച്ച് ചെയ്തു. പക്ഷെ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി ഹി ടേൺഡ് റൈറ്റ് ആൻഡ് മൂവ്ഡ് 7 കിലോമീറ്റർ. വീണ്ടും അദ്ദേഹം റൈറ്റിലേക്ക് ടേൺ ചെയ്യുവാണ്. റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 7 കിലോമീറ്റർ കൂടി മൂവ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് എ സ്ട്രെച്ചർ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ആദ്യം നോർത്തിലേക്ക് പോയത് 10 കിലോമീറ്റർ ആണ്. ഓക്കെ, അവിടെ നിന്നും നമ്മൾ വെസ്റ്റിലേക്ക് 5 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. പിന്നെ അവിടെ നിന്ന് സൗത്തിലേക്ക് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. ദെൻ സൗത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ഈ എൻഡ് വരെയും അതിനുശേഷം 1 കിലോമീറ്ററുമാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. 5 + 1 അതാണ് 6 കിലോമീറ്റർ വരിക. ദെൻ എഗെയിൻ സൗത്തിലേക്ക് 7 കിലോമീറ്റർ. സോ നോർത്തിലേക്ക് 10 കിലോമീറ്റർ നോർത്തിലേക്ക് പോയിട്ടുണ്ട്. ദെൻ സൗത്തിലേക്ക് നോക്കുവാണെങ്കിൽ 3 + 7, അതും സൗത്തിലേക്കും 10 കിലോമീറ്റർ വന്നിട്ടുണ്ട്. 3യും 7ഉം ആഡ് ചെയ്താൽ സോ നമ്മൾ നോക്കുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എത്രയായിരിക്കും? മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് മാത്രമാണ്, 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഏത് ഡയറക്ഷനിലാണ്? ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, 1 കിലോമീറ്റർ ഈസ്റ്റ്.
എല്ലാവർക്കും തെറ്റിയല്ലോ. വരച്ചപ്പോൾ ഇങ്ങനെയല്ലേ കിട്ടിയത്? യെസ്, കേട്ടില്ല. അത് വരച്ചത് മാറിപ്പോയി. ഓക്കെ, ഇപ്പൊ കിട്ടിയോ? ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയിട്ടാ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. കുന്ദൻ travels 15 kilometers towards south, then takes a left turn and travels 10 kilometers. Further again, he takes a left turn and travels 15 kilometers. How far is he from his original position? പറയൂ. ഓപ്ഷൻ സി. ഓക്കെ, നോക്കാം. കുന്ദൻ ട്രാവൽസ് 15 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അദ്ദേഹം ആദ്യം സൗത്തിലേക്ക് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആൻഡ് ദെൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് ട്രാവൽസ് 10 കിലോമീറ്റർ. അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഫർദർ അഗെയിൻ ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് ട്രാവൽസ് 15 കിലോമീറ്റർ. വീണ്ടും ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട്? സോ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സോ താഴെ തന്നിരിക്കുന്ന 10 കിലോമീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 10 കിലോമീറ്റർ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൗമ്യ കൃഷ്ണൻ വാക്ക് 20 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 20 മീറ്റർ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുക. ദെൻ ഷീ ടേൺഡ് റൈറ്റ് ആൻഡ് വാക്സ് 30 മീറ്റർ. റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 30 മീറ്റർ വാക്ക് ചെയ്യുന്നു. ദെൻ ഷീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 35 മീറ്റർ. വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്തു, 35 മീറ്റേഴ്സ് വാക്ക് ചെയ്തു. ദെൻ ഷീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 15 മീറ്റർ വാക്ക് ചെയ്യുന്നു. ഫൈനലി ഷീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 15 മീറ്റേഴ്സ് കൂടി വാക്ക് ചെയ്തു. ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ മെനി മീറ്റേഴ്സ് ഈസ് ഷീ ഫ്രം ഹെർ സ്റ്റാർട്ടിംഗ് പൊസിഷൻ? പറയൂ. ഓക്കെ, ഓപ്ഷൻ 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ചെയ്യാം. സൗമ്യ കൃഷ്ണൻ വാക്ക് 20 മീറ്റർ ടുവേഴ്സ് നോർത്ത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നോർത്തിലേക്ക് 20 മീറ്റർ. ദെൻ ഷീ ടേൺഡ് റൈറ്റ് ആൻഡ് വാക്സ് 30 മീറ്റർ. അവിടെ നിന്നും റൈറ്റ് ടേൺ ചെയ്തിട്ട് 30 മീറ്റേഴ്സ് വാക്ക് ചെയ്തു. ദെൻ ഷീ ടേൺഡ് റൈറ്റ് ആൻഡ് വാക്സ് 35 മീറ്റർ. വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 20 മീറ്റേഴ്സിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നീറ്റ് വരച്ചത്. 35 മീറ്റേഴ്സ് വാക്ക് ചെയ്യുന്നു. ദെൻ ഷീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ. അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, റൈറ്റ് ഇൻഡിവിജ്വൽ താഴേക്ക് വന്നിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 15 മീറ്റേഴ്സ് വാക്ക് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഷീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 15 മീറ്റേഴ്സ് വാക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നോക്കിയാൽ അറിയാം ഇവിടെ 20 മീറ്റേഴ്സ് ആണ് ഈ ഒരു പോയിന്റിൽ
സ്ട്രെയിറ്റ് ആൻഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 20 മീറ്റേഴ്സ് മുകളിലും 15 മീറ്റേഴ്സ് താഴെയും കിട്ടും. സോ അതേ 15 മീറ്റേഴ്സ് ആണ് ഈ ഡിസ്റ്റൻസ് വരിക. സോ ദി ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ആദ്യം മുകളിലത്തെ 30 മീറ്റർ പ്ലസ് താഴെ തന്നിരിക്കുന്ന 15 മീറ്റർ. സോ ടോട്ടൽ എന്ന് പറയുന്നത് 45 മീറ്റേഴ്സ് ആണ്. ഏത് ഡയറക്ഷനിലാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലാണ് വരിക. സോ വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. 45 meters east. എല്ലാവർക്കും റൈറ്റ് ആൻസർ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പ്രകാശ് walked 30 meter westward, took a left turn and walked 20 meter. He again took a left turn and walked 30 meter. Then he took a right turn and stopped. He is now facing. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ഓപ്ഷൻ എ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. പ്രകാശ് വാക്ക്ഡ് 30 മീറ്റർ വെസ്റ്റ്വേർഡ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വെസ്റ്റിലേക്ക് 30 മീറ്റർ. ദെൻ ടുക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക്ഡ് 20 മീറ്റർ. അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 20 മീറ്റർ വാക്ക് ചെയ്തു. ഹി അഗെയിൻ ടുക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക്ഡ് 30 മീറ്റർ. അവിടെ നിന്നും വീണ്ടും ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, 30 മീറ്റർ വാക്ക് ചെയ്തു. ദെൻ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് സ്റ്റോപ്പ്. അതിനുശേഷം ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് നിന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? സൗത്ത്. സിമ്പിൾ, റൈറ്റ്? സൗത്ത് ആണ് റൈറ്റ് ആൻസർ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇഫ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ബിക്കംസ് നോർത്ത്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ബിക്കംസ് വെസ്റ്റ് ആൻഡ് സോ ഓൺ, then what will be west? Will be the west to become? So നമുക്ക് ഡിഫറെന്റ് ഡയറക്ഷൻസ് അറിയാം അല്ലേ? നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. Then can see north east, south east, south west and north west. These are the directions. നമ്മൾ പറഞ്ഞിരിക്കുന്നത് if south east directions become north, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ നോർത്ത് ആയി മാറുന്നു. ഇത് നോർത്ത് ആയി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ബിക്കംസ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ബിക്കംസ് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ വെസ്റ്റ് ആയി മാറുന്നു. ഓക്കെ, സോ നോർത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സൗത്ത് വരണം. ദെൻ വെസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈസ്റ്റ് വരണം. ഇതാണല്ലോ പുതിയ ചേഞ്ച്. ഓക്കെ, കിട്ടിയില്ലേ? പുതിയതായിട്ട് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ നോർത്ത് ആയി മാറിയാൽ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ വെസ്റ്റ് ആയി മാറിയാൽ, നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ആയി മാറും, സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആയി മാറും. ഇത്രയുമാണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് വിൽ ബി ദി വെസ്റ്റ് ബിക്കം? വെസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായി മാറും? സൗത്തിനും ഈസ്റ്റിനും ഇടയിലാവും വെസ്റ്റ്. സൗത്തിനും ഈസ്റ്റിനും ഇടയിലാണെങ്കിൽ അത് സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ്. ദാറ്റ്സ് യുവർ റൈറ്റ് ആൻസർ. ജസ്റ്റ് വേറെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈസി ആയിരുന്നു. ആൻഡ് ഡു ദിസ് വൺ. Atul walks 20 meter towards south. Turning left, he walks 30 meter. Then turning right, he walks 10 meter. And then turning right, he walks 40 meter. Then turning right, he walks 30 meter and stopped. In which direction he is standing with respect to the starting point? കണ്ടുപിടിക്കും.
ഓപ്ഷൻ സി. ഓക്കെ ഫൈൻ. ലെറ്റ് സി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതുൽ വാക്സ് 20 മീറ്റർ ടുവേർഡ് സൗത്ത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അദ്ദേഹം ആദ്യം സൗത്തിലേക്ക് 20 മീറ്റർ വാക്ക് ചെയ്തു. ദെൻ ടേണിംഗ് ലെഫ്റ്റ് ഹി വാക്സ് 30 മീറ്റർ. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 30 മീറ്റർ വാക്ക് ചെയ്തു. ദെൻ ടേണിംഗ് റൈറ്റ് ഹി വാക്സ് 10 മീറ്റർ. അവിടെ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 10 മീറ്റർ വാക്ക് ചെയ്തു. ദെൻ ടേണിംഗ് റൈറ്റ് ഹി വാക്സ് 40 മീറ്റർ. അവിടെ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 30 മീറ്ററിനേക്കാൾ കൂടുതലാണ് 40 മീറ്റർ. അപ്പോൾ അത്രയും കൂടുതൽ വരയ്ക്കാം. ഓക്കെ, സോ 40 മീറ്റർ ട്രാവൽ ചെയ്തു. 40 മീറ്റർ. ദെൻ ടേണിംഗ് റൈറ്റ് ഹി വാക്സ് 30 മീറ്റർ ആൻഡ് സ്റ്റോപ്പ്. വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് അദ്ദേഹം എത്ര മീറ്റർ വാക്ക് ചെയ്തു നോക്കിയാൽ ഇവിടെ അറിയാം. 10 മീറ്റർ, 20 മീറ്റർ. അപ്പോൾ 30 മീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ടോട്ടലായിട്ട് വരും. റൈറ്റ്. സോ സൗത്തിലേക്ക് ടോട്ടൽ 30 മീറ്റർ ട്രാവൽ ചെയ്തു, നോർത്തിലേക്കും ടോട്ടൽ 30 മീറ്റർ ട്രാവൽ ചെയ്തു. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിലാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. തെറ്റിക്കരുത്. എല്ലാ ഡിസ്റ്റൻസും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റേണ്ട കാര്യമില്ല. ആ ഡിസ്റ്റൻസുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. Is it clear now? ഓരോ പോയിന്റുകളും നോക്കണം. ഒന്നുകൂടി ഞാൻ പറയുന്നു. അതിൽ വാക്സ് 20 കിലോമീറ്റർ സൗത്ത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സൗത്തിലേക്ക് 20 കിലോമീറ്റർ കണ്ടോ ചെയ്തു. ദെൻ ടേണിംഗ് ലെഫ്റ്റ്, അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ റൈറ്റിലേക്കാണ് പിന്നെ ടേൺ ചെയ്തത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്തു, 10 മീറ്റർ ട്രാവൽ ചെയ്തു. അതിനുശേഷം വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, 40 മീറ്റർ ട്രാവൽ ചെയ്തു. 40 മീറ്റർ എന്ന് പറഞ്ഞാൽ 30നേക്കാൾ കൂടുതലായിരിക്കണം. കൂടുതൽ വരച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂ. ദെൻ അഗെയിൻ ടേണിംഗ് റൈറ്റ് ഹി വാക്സ് 30 മീറ്റർ. അവിടെ നിന്ന് വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 30 മീറ്റർ ട്രാവൽ ചെയ്തു. 30 മീറ്റർ എന്ന് പറയുമ്പോൾ സൗത്തിലേക്ക് എത്ര വന്നിട്ടുണ്ട് നോക്കിയ 2 ആരോയാണ് സൗത്തിലേക്ക് ഇറങ്ങണം കേട്ടോ. സൗത്തിലേക്ക് വന്നിട്ടുള്ളത് 20 മീറ്ററും 10 മീറ്ററും 30 മീറ്റർ ആണ്. അതേ ഡിസ്റ്റൻസ് തന്നെ ഇപ്പൊ നോർത്തിലേക്ക് പോയിട്ടുണ്ട്. സോ ഈ പോയിന്റുകൾ തമ്മിൽ ഒരു ഹൊറിസോണ്ടൽ ആരോയുടെ ഡിഫറൻസേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഡിഫറൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോദിച്ചിട്ടില്ല. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും ആ ഡിസ്റ്റൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഇല്ലാതെ തന്നെ നമുക്കറിയാം. സോ ആ ഡിസ്റ്റൻസ് അല്ല, ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നോക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹം വെസ്റ്റ് ഡയറക്ഷനിലാണുള്ളത്. ക്ലിയർ ആയോ? Is it clear? Please tell me. Okay, fine. We'll be starting with calendar problems today. Calendar problems എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ്. ഒന്നാമതായിട്ട് ഓഡ് ഡേയ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഓഡ് ഡേയ്സ്. നമുക്ക് തന്നിരിക്കുന്ന ഡേ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോർമലി ഇങ്ങനെയായിരിക്കും. ഒരു ഡേ തന്നിട്ട് ഈ ഡേ ഏത് ദിവസമാണ്? ഓക്കെ, ഇപ്പോൾ ജാനുവരി 1 എന്ന് പറയുന്നത് വെനസ്ഡേ ആണെങ്കിൽ ഒരു മെയ് 2 എന്ന് പറയുന്ന ദിവസമാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ഇയേഴ്സ് ചോദിച്ചിട്ട് ഈ ഇയേഴ്സിലെ ദിവസങ്ങൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഓഡ് ഡേയ്സ് ആണ്. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് മോർ ദാൻ ദി കംപ്ലീറ്റ് വീക്ക്. ഇപ്പൊ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് ഒരു 9 ഡേയ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 9 ഡേയ്സ് കിട്ടി. സോ ഒരു കംപ്ലീറ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആണ്. ഈ 7 ഡേയ്സ് കഴിഞ്ഞ് ബാക്കി എത്ര ഡേയ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കമ്പ്യൂട്ടേഷനിൽ നിന്ന് കിട്ടുന്ന ഡേയ്സ് മൈനസ് 7 ഓരോ വീക്ക് എന്നുള്ള രീതിയിൽ 7ന്റെ മൾട്ടിപ്പിൾസ് അതിൽ നിന്ന് കുറച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ഡേയ്സ് ആണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി ഇയർ ഡിവിസിബിൾ ബൈ 4 ഈസ് എ ലീപ്പ് ഇയർ. ഓക്കെ, സോ ഒരു സെഞ്ചുറി അല്ലെങ്കിൽ ബാക്കിയുള്ള അതായത് എല്ലാ 4 വർഷം കൂടുമ്പോഴും ഒരു ലീപ്പ് ഇയർ ഉണ്ടാവും. ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 366 ദിവസങ്ങളാണ് ആ ഒരു വർഷത്തിൽ വരുന്നത്. അതോടൊപ്പം 4th സെഞ്ചുറിയും ഒരു ലീപ്പ് ഇയർ ആയിട്ടായിരിക്കും വരിക. സോ ഇത്രയുമാണ് അതിന്റെ കൺസെപ്റ്റ് ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്. ദെൻ യു നീഡ് ടു റിമെമ്പർ ഓർഡിനറി ഇയർ. അതായത് ലീപ്പ് ഇയർ അല്ലാത്ത എല്ലാ വർഷങ്ങളെയും നമ്മൾ ഓർഡിനറി ഇയർ എന്ന് പറയും. ഓക്കെ, സോ ഈ 3 കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക: ഓഡ് ഡേയ്സ്, ലീപ്പ് ഇയർ ആൻഡ് ഓർഡിനറി ഇയർ. നൗ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓഡ് ഡേയ്സ് ആണ്. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ, ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 365 ദിവസങ്ങളാണ് വരുന്നത്. സോ 365 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ 364 എന്ന് പറയുന്നത്
7 വെച്ച് ഡിവിസിബിൾ ആണ്. 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതായത് ഓരോ വീക്കുകൾ, ഒരു കംപ്ലീറ്റ് വീക്ക് 364 ദിവസങ്ങൾ കൊണ്ട് ഒരു കംപ്ലീറ്റ് വീക്ക് റൗണ്ട് ഓഫ് ആവും. അപ്പോൾ ബാക്കി വരുന്നതെന്ന് പറയുന്നത് ഒരു ഡേ ആണ്. അതായത് 52 ആഴ്ചകൾ ചേർത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 364 ഡേയ്സ്. പിന്നെ ബാക്കി വരുന്ന ഒരു ഡേ, കംപ്ലീറ്റ് വീക്ക് കഴിഞ്ഞിട്ട് റിമൈൻഡർ ആയിട്ട് വരുന്ന ഒരു ഡേ, അതാണ് ഓർഡിനറി ഇയറിൽ നോർമലി ഒരു ഓഡ് ഡേ ആണ് വരിക. ഇനി ലീപ്പ് ഇയർ ആണെങ്കിലോ 366 ദിവസങ്ങളാണ്. 364 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് വീക്കാണ്. അതുകൊണ്ട് ബാക്കി വരുന്ന 2 ദിവസങ്ങൾ. ഓക്കെ, സോ ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ടാകും. ഇനി 100 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, 100 വർഷങ്ങളിൽ 76 ഓർഡിനറി ഇയേഴ്സും 24 ലീപ്പ് ഇയേഴ്സും ആണ് വരുന്നത്. ഓക്കെ, സോ 76 ഓർഡിനറി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 76 വർഷങ്ങളിൽ ഒരു ഒരു ഓഡ് ഡേ. ഇനി 24 വർഷങ്ങളിൽ 2 ഓഡ് ഡേ. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 124 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. ഈ 124ൽ 17 വീക്സ് എടുക്കാം. 17 വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 119 ആണ് 17 വീക്സിന്റെ ടോട്ടൽ. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ്. സോ 124ൽ 119 എന്ന് പറയുന്നത് 7 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള തൊട്ട് മുമ്പുള്ള ഫിഗർ ആണ്. അപ്പൊ 119 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 5 ഓഡ് ഡേയ്സ് വരും. ഈ കാൽക്കുലേഷൻ ഒന്നും നമുക്ക് റെലവെന്റ് അല്ല. നിങ്ങൾ ഓർക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് യു നീഡ് ടു റിമെമ്പർ, ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ there will be 1 odd day. ലീപ്പ് ഇയർ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ there will be 2 odd days. ഇനി 100 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 5 odd days ഉണ്ടാവും. 100 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 5 odd days ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി 200 വർഷങ്ങൾ എടുത്താലോ? 200 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5 × 2 14, 5 × 2 10, റൈറ്റ്? സോ 10ൽ 7 കുറച്ച് കഴിഞ്ഞാൽ 7 റൗണ്ട് വീക്ക് ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3 ഓഡ് ഡേയ്സ് ആണ് 200 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ 300 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 വർഷങ്ങളിൽ എത്രയാണ്? 5 ഓഡ് ഡേയ്സ് ആണ്. 300 വർഷങ്ങളിൽ എത്രയായിരിക്കും? 15 ഓഡ് ഡേ. 15ൽ 14 എന്ന് പറയുന്നത് 7 വെച്ച് ഡിവിസിബിൾ ആണ്. ബാക്കി വരുന്ന ഒരു ഓഡ് ഡേ ആണ് വരിക. 300 വർഷങ്ങളിൽ ഓഡ് ഡേ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 400 വർഷങ്ങളാണെങ്കിൽ 0 ഓഡ് ഡേ. ഈ കൺസെപ്റ്റുകൾ നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, സോ യു ക്യാൻ സി 400ന്റെ എല്ലാ മൾട്ടിപ്പിൾസിലും, സോ 400 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 400ന്റെ എല്ലാ മൾട്ടിപ്പിൾസിലും 0 ഓഡ് ഡേ ആയിരിക്കും വരിക. 800, 1200, 1600, 2000 തുടങ്ങിയ വർഷങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അത് 0 ഓഡ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓഡ് ഡേ എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണെങ്കിൽ അതിനർത്ഥം 0 റെപ്രസെന്റ് സൺഡേ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. 1 ആണെങ്കിൽ മൺഡേ ആയിരിക്കും. 2 ആണെങ്കിൽ ട്യൂസ്ഡേ. 3 ആണെങ്കിൽ വെനസ്ഡേ. 4 തേഴ്സ്ഡേ. 5 ഫ്രൈഡേ. 6 സാറ്റർഡേ. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടേഷന് വേണ്ടി ഓർക്കേണ്ട ബേസിക് തിങ്സ്. കലണ്ടർ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും കൺസെപ്റ്റുകൾ നമ്മൾ ഓർക്കുക. എന്തൊക്കെ കൺസെപ്റ്റ് ഓർക്കണം? ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ 1 ഓഡ് ഡേ, ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ഓഡ് ഡേ, ദെൻ 100 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 5 ഓഡ് ഡേയ്സ്, 200 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 3 ഓഡ് ഡേ, ദെൻ 300 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ there will be 1 odd day, and 400 years ആണെങ്കിൽ 0 odd days. ഈ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം എങ്ങനെയാണെന്ന് കാണാം. സി, ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് വാസ് സൺഡേ ഓൺ January 1st, 2006. വാട്ട് വാസ് ദി ഡേ ഓഫ് ദി വീക്ക് ഓൺ January 1, 2010? ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, January 1 ആണ്. 2006 എന്ന് പറയുന്ന എൻറ്റയർ ഇയർ ബാക്കിയുണ്ട്. ദെൻ 2007, ദെൻ 2008, 2009. 2010 ഉണ്ടോ? 2010 January 1 എന്ന് പറയുന്നത് 2009 കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ആണ്, റൈറ്റ്? ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. സോ 2006 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണോ ഓർഡിനറി ഇയർ ആണോ? 2006 ലീപ്പ് ഇയർ അല്ല. 2000 ലീപ്പ് ഇയർ ആണ്, 2004 ലീപ്പ് ഇയർ ആണ്, 2008 ലീപ്പ് ഇയർ ആണ്. 2006 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്. ഓർഡിനറി ഇയർ ആണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഓർഡിനറി ഇയർ ആണെങ്കിൽ എത്രയാണ് ഓർഡിനറി ഇയർ? ഓക്കെ, ഒരു ഓഡ് ഡേ. ഓർഡിനറി ഇയർ ആണെങ്കിൽ ഒരു ഓഡ് ഡേ, 1 ഓഡ് ഡേ. ദെൻ 2007 എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഇയർ ആണ്, അഗെയിൻ 1 ഓഡ് ഡേ. 2008 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്, 2 ഓഡ് ഡേയ്സ്. 2009 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. സോ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1, 2, 3, 4, 5 ഓഡ് ഡേയ്സ് ആണ് ടോട്ടൽ വരിക. ഓക്കെ, 5 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് January 1 സൺഡേ ആണ്. സൺഡേ കഴിഞ്ഞിട്ട് 5 ഓഡ് ഡേയ്സ്. സൺഡേ കഴിഞ്ഞ് 5 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ യുവർ ആൻസർ ഈസ് ഫ്രൈഡേ.
മനസ്സിലായോ കൺസെപ്റ്റ്? ഓരോ വർഷങ്ങളിലെയും ഓഡ് ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഓഡ് ഡേയ്സ് വെച്ചുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് സൺഡേ ഓൺ January 1, 2006. വാട്ട് വാസ് ദി ഡേ ഓഫ് ദി വീക്ക് ഓൺ January 1, 2010? അപ്പൊ January 1, 2006 എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു 2006 ഇയർ പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ 2006 നമ്മൾ എഴുതി. ദെൻ 2007, 2008, 2009. 2009 എൻഡ് ആകുമ്പോൾ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് January 1, 2010 ആണ്. സോ 2009 എൻഡ് വരെ ആ എൻറ്റയർ വർഷങ്ങൾ ഈ 4 വർഷങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ വർഷം 2006 ആണ്, ഒരു ഓർഡിനറി ഇയർ ആയതുകൊണ്ട് ഒരു ഓഡ് ഡേ. ദെൻ 2007 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്, അവിടെയും ഒരു ഓഡ് ഡേ. 2008 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്, 2 ഓഡ് ഡേയ്സ്. ദെൻ 2009 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്, ഒരു ഓഡ് ഡേ. സോ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നോക്കുക. ടോട്ടൽ ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 5 ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടും. 5 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇറ്റ് വാസ് സൺഡേ January 1, 2006 എന്ന് പറയുന്നത് സൺഡേ ആണ് തന്നിട്ടുണ്ട്. സൺഡേയുടെ ഒപ്പം 5 ഓഡ് ഡേയ്സ് ആഡ് ചെയ്യുക. 5 ഡേയ്സ് ആഡ് ചെയ്യുക. സൺഡേയുടെ ഒപ്പം 5 ഡേയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ക്ലിയർ ആയോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഈസിയർ. ഐ മീൻ നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. എന്തുകൊണ്ടാ? നമുക്ക് അവിടെ ഒരു ബേസ് ഡേറ്റ് തന്നിട്ടുണ്ട്. January 1, 2006 എന്താണെന്ന് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ January 1, 2010 എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം അങ്ങനെ ഒരു കാര്യം തന്നിട്ടില്ലെങ്കിലോ? വാട്ട് വാസ് ദി ഡേ ഓഫ് ദി വീക്ക് ഓൺ 28th May 2006? 28th May 2006 ഏത് ഡേ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? 28th May 2006 ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡൗട്ട്, പറയും. ഈ 2004 ഓർഡിനറി ഇയർ ആണോ? ഓർഡിനറി ഇയർ തന്നെയാണോ? 2004 എവിടെ? 2004 തൊട്ട് മുന്നത്തെ 4 അല്ല 7. ഓക്കെ ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് 2006, 7, പെട്ടെന്ന് ഞാൻ 8. അങ്ങനെയാ നോക്കി. ഓക്കെ, Okay, കണ്ടിന്യൂസ് എഴുതാതിരിക്കുന്നത് കേട്ടോ. ശരി. നൗ 28th May 2006 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്, ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ റാൻഡംലി ഒരു ഡേ തരുവാണെങ്കിൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അറിയാവുന്ന കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. എന്തൊക്കെ അറിയാം? നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും അവസാനം നോക്കി, ദി നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 400 ഇയേഴ്സ്. 400 വർഷങ്ങളിൽ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 0 ഓഡ് ഡേ ആന്ന് പറഞ്ഞു. അതായത് 400ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും ഓഡ് ഡേ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. അതായത് ആദ്യത്തെ 2000 വർഷങ്ങൾ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ 0 ഓഡ് ഡേ ആണ്. ഇത് നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. സോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അപ് ടു 2000 വരെയുള്ള വർഷങ്ങളിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 0 ഓഡ് ഡേയ്സ് ഉണ്ട്. ഫൈൻ. ദെൻ 2006 വരെയുള്ള വർഷങ്ങൾ 2001, 2002, 2003, 2004, 2005 ആൻഡ് 2006. ഈ വർഷങ്ങളിലെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. 2001 എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഓർഡിനറി ഇയർ ആണ്, സോ 1 ഓഡ് ഡേ. 2002 ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. 2003 ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. 2004 ലീപ്പ് ഇയർ ആണ്, 2 ഓഡ് ഡേയ്സ്. 2005 ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. ദെൻ 2006 ഓർഡിനറി ഇയർ ആണ്, 1 ഓഡ് ഡേ. സോ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ആയി? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 തന്നെയായിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ചെയ്യാം. ദെൻ അടുത്തത്, അതിനുശേഷം 2006 എൻ്റെ വർഷം ഉണ്ടോ? ഞാനിവിടെ എഴുതിയപ്പോൾ എൻ്റെ വർഷം എഴുതി 2006 മെയ് വരെ ഉള്ളൂ, കണ്ടോ? അതുകൊണ്ട് 2005 വരെ എടുക്കുക. 2005 ആകുമ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ അപ് ടു 2000 എഴുതി. അതിനുശേഷം 2001 ജാനുവരി 1 തൊട്ട് എന്ന് വരെ വേണം 2005 ഡിസംബർ 31 വരെ. അതായത് ഈ എൻറ്റയർ വർഷങ്ങളുള്ള ഡേറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓഡ് ഡേയ്സ് ആണ് കണ്ടുപിടിച്ചത്. 2001 തൊട്ട് 2005 വരെയുള്ള ഓഡ് ഡേയ്സ് നമ്മളിവിടെ എഴുതി. അത് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ 6 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. ഇനി
2005 എൻഡ് വരെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? 2006 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഏതാ? ജാനുവരി തൊട്ട് മെയ് 28 വരെയുള്ള ഓഡ് ഡേയ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ അവിടെ നമ്മൾ മന്തിലെ ഡേയ്സ് കൗണ്ട് ചെയ്യണം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ. സോ ജാനുവരിയിൽ 31 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി ഓർഡിനറി ഇയർ ആണ്, സോ 28 ഡേയ്സ് ഉണ്ട്. മാർച്ച് 31 ഡേയ്സ് ഉണ്ട്. ഏപ്രിൽ 30 ഡേയ്സ് ഉണ്ട്. മെയ് 28 ദിവസങ്ങൾ. 28ാമത്തെ ദിവസമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 28 ദിവസങ്ങൾ. ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കി? 8, 10, 18. സോ 8, റിമൈൻഡർ 1, 3, 6, 9, 12, 14. ഓക്കെ, 148 അല്ലേ കിട്ടുന്നത്? 148 എന്നുള്ളത് കിട്ടി. ഈ 148ൽ 7 വച്ച് ഡിവിസിബിൾ ആയുള്ള തൊട്ട് മുമ്പത്തെ ഫിഗർ ഏതാണ്? റൗണ്ട് വീക്സ് നമ്മൾ ഒഴിവാക്കണം, അതിനു വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ 140 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 70, 140 അതൊക്കെ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 147 എന്ന് പറയുന്നത് 7 മൾട്ടിപ്പിൾ ആണ്. സോ 147 മൈനസ് ചെയ്യുക. യു വിൽ ഗെറ്റ് 1 ഓഡ് ഡേ. ഓക്കെ. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? ആദ്യം 2000 വർഷങ്ങൾ വരെ 0 ഓഡ് ഡേയ്സ് ആണ്. ദെൻ 2001 തൊട്ട് 2005 വർഷങ്ങൾ വരെ 6 ഓഡ് ഡേയ്സ് ആണ്. അതിനുശേഷം 2006 ജാനുവരി 1 തൊട്ട് മെയ് 28 വരെ 148 ദിവസങ്ങൾ വരും. അതിന്റെ ഓഡ് ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ there is only 1 ഓഡ് ഡേ. ഓക്കെ. സോ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ടോട്ടൽ ഓഡ് ഡേയ്സ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 0 പ്ലസ് 6 പ്ലസ് 1, 7 ഓഡ് ഡേയ്സ്. 7 എന്ന് പറയുന്നത് എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ഡിവിസിബിൾ ആണ്? 7 വെച്ച് തന്നെ. 7 അതിനകത്ത് റൗണ്ട് ഫിഗർ ആണ്. സോ 7 മൈനസ് 7 യു വിൽ ഗെറ്റ് 0 ഓഡ് ഡേയ്സ്. 0 ഓഡ് ഡേയ്സ് ആണെങ്കിൽ ഏതാണ് ആൻസർ? 0 ഓഡ് ഡേയ്സ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? സൺഡേ. സി, ഇവിടെ കാണാം. നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് നോക്കി 0 ഓഡ് ഡേയ്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് സൺഡേ ആണ്. സോ റൈറ്റ് ആൻസർ ഈ സൺഡേ. കഴിഞ്ഞു. ഓക്കെ. ദെൻ മറ്റൊരു ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കുക. വാട്ട് വിൽ ബി ദി ഡേ ഓഫ് ദി വീക്ക് ഓൺ 15th August 2010? നമ്മളിപ്പോ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. 15th August 2010 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യണം? നമ്മൾ 3 പാർട്ടായിട്ട് എടുക്കുക. ആദ്യം നമ്മൾ അപ് ടു 2000 എഴുതുക. 2000 വരെ എത്രയുണ്ട്? 0 ഓഡ് ഡേയ്സ് ആണ്. ദെൻ 2001 തൊട്ട് 2009 വരെ, 2010 ആണല്ലോ നമ്മളുടെ ഇയർ, അതുകൊണ്ട് 2009 വരെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 2001, 2002, 2001ൽ ഒരു ഓഡ് ഡേ, 2ൽ ഒരു ഓഡ് ഡേ, ദെൻ 2003 again 1 odd day, 2004 there will be 2 odd days, 2005 1 odd day, 2006 1 odd day, 2007 1 odd day, 2008 2 odd days, and 2009 there will be 1 odd days. So total 3, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 എന്ന് പറയുമ്പോൾ -7 ചെയ്യാം. ബിക്കോസ് 11നകത്തൊരു 7 ഉണ്ടല്ലോ, ആ 7 കുറയ്ക്കുക, റൗണ്ട് വീക്ക് കുറയ്ക്കുക, ബാക്കി 4 ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടും. അതിനുശേഷം ലാസ്റ്റ് പാർട്ട്, അതായത് ജാനുവരി 1 തൊട്ട് ഓഗസ്റ്റ് 15 വരെ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കുക. 2010 അത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യും.
ജാനുവരി തൊട്ടുള്ള മന്തുകളുടെ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഡേയ്സ് എത്രയുണ്ടെന്നുള്ളത് കൂട്ടുക. ജാനുവരി 31, ഫെബ്രുവരി ഏതാ വർഷം നോക്കുക, ഫെബ്രുവരി 2010, സോ 28 days. ദെൻ മാർച്ച് 31 days, ഏപ്രിൽ 30 days, മെയ് 31 days, ദെൻ ജൂൺ 30 days, ജൂലൈ 31 days. ഓഗസ്റ്റ് എത്ര ദിവസമുണ്ട്? ഓഗസ്റ്റിൽ 15 ദിവസങ്ങൾ. സോ ഇതിന്റെ ടോട്ടൽ എടുക്കുക. കിട്ടി എല്ലാവർക്കും? ആൻസർ എ എന്ന് കിട്ടി. വെരി ഗുഡ്. സോ ഇതിന്റെ ടോട്ടൽ എത്ര കിട്ടിയത്? 5, 7, 8, 16, 17, 7, 1, 6, 9, 12, 15, 18, 21, 22. Is it 227? 227 എന്ന് കിട്ടും. ആ 227 7 വെച്ച് ഡിവിസിബിൾ ആയ തൊട്ട് മുമ്പത്തെ ഫിഗർ ആണ് ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് വിൽ ബി 224. 227ൽ 7 വെച്ച് ഡിവിസിബിൾ ആയ തൊട്ട് മുമ്പത്തെ ഫിഗർ എന്ന് പറയുന്നത് 224 ആണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3 odd days. ഓക്കെ, സോ 4 odd daysഉം 3 odd daysഉം ടോട്ടൽ 7 odd days. odd days കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 7 odd days. 7 എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഫിഗർ ആണ്, അതായത് ഒരു കംപ്ലീറ്റ് വീക്ക് ആണ്. -7 യു വിൽ ഗെറ്റ് 0. 0 എന്ന് പറഞ്ഞാൽ ഏതാണ് ഡേ? ദാറ്റ് വിൽ ബി സൺഡേ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാമല്ലോ നിങ്ങൾക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരൂ. ടുഡേ ഇസ് മൺഡേ. ആഫ്റ്റർ 61 days ഇറ്റ് വിൽ ബി. ഇന്നും മൺഡേ ആണ്. 61 days കഴിയുമ്പോൾ ഏതായിരിക്കും ദിവസം? പറയൂ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൂട്ടിയാലും മതി. അതായത് നമുക്കറിയാം 7ന്റെ മൾട്ടിപ്പിൾ എല്ലാം മൺഡേ ആയിരിക്കും. 7ന്റെ മൾട്ടിപ്പിൾ കഴിയുന്ന ദിവസം എല്ലാം മൺഡേ ആയിരിക്കും, റൈറ്റ്? ഇന്ന് മൺഡേ ആണെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ മൺഡേ ആയിരിക്കും. വീണ്ടും 7 ദിവസങ്ങൾ കഴിയുമ്പോൾ മൺഡേ ആയിരിക്കും. അതായത് 61 അടുത്തുള്ള 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 63 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 63 ദിവസങ്ങൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 61 ദിവസം, 62 ദിവസം കഴിയുമ്പോൾ അത് സൺഡേ ആണ്, മൺഡേയുടെ മുമ്പത്തെ ദിവസം. അത് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുകയാണെങ്കിൽ 61 ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ സൺഡേക്ക് മുമ്പ് സാറ്റർഡേ. ഇത് കമ്പ്യൂട്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാലണ്ടർ പ്രോബ്ലംസ് നമുക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സോ കാലണ്ടർ പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. വി ആർ മൂവിങ് ഓൺ ടു ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബിഫോർ ഡെത്ത് a man left the following instructions for his fortune: half to his wife, 1/7 of what is left to his son, 2/3 of what was left to his daughter. The man's pet dog got the remaining 20,000. How much money did the man leave behind altogether? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഒരു വേ എന്ന് പറയുന്നത്, നമ്മൾ ചോദിച്ചിരിക്കുന്ന ആ ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ സമ്പാദ്യം എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ലെറ്റ്സ് അസ്യൂം
ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ മണി എന്ന് പറയുന്നത് 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. ഒരു ഓപ്ഷൻ ഇതാണ്. 100 ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന പ്രപ്പോർഷൻസ് എല്ലാം കുറച്ചു വന്നിട്ട് അവസാനം ബാക്കിയുള്ളത് പെറ്റ് ഡോഗിനാണ് കിട്ടിയത് 20,000. ആർ യു ഗൈസ് ഫോളോ മീ? ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ. സോ ഒരു വേ എന്ന് പറയുന്നത് ആ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. അങ്ങനെ 100 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വൈഫിന് എത്ര കൊടുത്തു? വൈഫിന് കൊടുത്തിരിക്കുന്നത് ഈ 100ന്റെ ഹാഫ് ആണ്, റൈറ്റ്? ഹാഫ് ടു ഹിസ് വൈഫ്. ഹാഫ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 50 വൈഫിന് കൊടുത്തു. ഞാൻ ഈ 100ന്റെ താഴെ തന്നെ എഴുതുന്നു. 50 വൈഫിന് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? 50 ഉണ്ട്. ഓക്കെ. ആ 50യിലെ 1/7 ടു ഹിസ് സൺ. അതിന്റെ 1/7 സണ്ണിന് കൊടുത്തു. ഓക്കെ. ഇത് 1/7 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഈ ഒരു വേയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 50 × 1/7 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിന്റെ ആൻസർ നമ്മൾ എടുക്കണം. അൾട്ടിമേറ്റ്ലി നമുക്ക് വീണ്ടും 2/3 കണ്ടുപിടിക്കണം. അത് ഡോട്ടർക്ക് കൊടുത്തു. ആ 2/3 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് ഡോട്ടർക്ക് കൊടുത്തു നമുക്ക് എഴുതാം. അതിനുശേഷം ബാക്കി വരുന്നതാണ്, ബാക്കി എത്രയാണോ ഇവിടെ വരുന്നത് അതാണ് 20,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. സോ ലെറ്റ് മി ട്രൈ ദിസ് വേ ഫസ്റ്റ്. സോ 50യുടെ 1/7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പോയിന്റ് വരും അല്ലേ? ഓക്കെ. 50യുടെ 1/7 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7 വരും. 7 പോയിന്റ് സംതിങ് അപ്രോക്സിമേറ്റ്ലി കിട്ടുള്ളൂ. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. ഞാനൊരു അപ്രോക്സിമേറ്റ് ഫിഗർ ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. സോ 7 എഴുതുന്നു. ബാക്കി എത്രയുണ്ട്? 43 ഉണ്ട്. ഈ 43 റിമെയിൻ ചെയ്യുന്നതിൽ 43യുടെ എത്രയാണ്? 2/3 ലെഫ്റ്റ് ഫോർ ഹിസ് ഡോട്ടർ. ഡോട്ടർ കൊടുത്തിരിക്കുന്നത് 2/3 ആണ്. സോ യു ക്യാൻ ഡു ദിസ് ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 ചെയ്യാം. യു ഗെറ്റ് സംതിങ് ലൈക്ക്, ഇതിനെ 2/3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 29 എന്ന് കിട്ടും. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. 29 എന്ന് കിട്ടും. യു ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി ആണ് 43 - 29, ദാറ്റ് വിൽ ബി 14 എന്ന് കിട്ടും. അതായത് ഈ 14 ആണ് നമ്മളുടെ 20,000. ഈ തന്നിരിക്കുന്ന റിമൈനിങ് ആയിട്ടുള്ള തുകയാണ് നമ്മൾ പെറ്റ് ഡോഗിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പെറ്റ് ഡോഗിന് കിട്ടിയിരിക്കുന്നത് ബാലൻസ് തുകയാണ്. ആ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ അസംഷൻ പ്രകാരം 14 ആണ്. 14 എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്യണം? 20,000 ഡിവൈഡ് ബൈ 14 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ. 20,000 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 100. So you'll get approximately 14,000, 1,40,000 എന്നുള്ള രീതിയിൽ കിട്ടും. അത് ഞാൻ ഈ മെത്തേഡാണ് നോർമലി ചെയ്യേണ്ടത്. നോർമലി വെയിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. പക്ഷെ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈ മെത്തേഡിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. എക്സാക്റ്റ് നമ്മൾ ചെയ്യാവുന്ന ഒരു വഴി കാണിച്ചു എന്ന് മാത്രം. നമുക്കിനി ഏറ്റവും ഇതിലൊക്കെ എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻസിൽ നോക്കുന്നതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അതല്ലാതെ വേറെയും വഴിയുണ്ട് കേട്ടോ. എന്തായാലും നമ്മളുടെ ഏറ്റവും സിമ്പിൾ വേ, ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കുന്നതാണ്. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുക ടോട്ടൽ 1,40,000 ആണെങ്കിൽ 1,40,000 ആണെങ്കിൽ ഇമാജിൻ അങ്ങനെയാണെങ്കിൽ ഹാഫ് ടു ഹിസ് വൈഫ്. വൈഫിന് എത്ര കിട്ടും? വൈഫിന് കിട്ടുന്നത് ഹാഫ് ആണ്. അതായത് 70,000 അദ്ദേഹത്തിന്റെ വൈഫിന് കിട്ടി. ദെൻ ബാക്കി 1/7 വാട്ട് വാസ് ലെഫ്റ്റ് ടു ഹിസ് സൺ. എത്രയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്? ലെഫ്റ്റ് എന്ന് പറയുന്നത് 70,000 ആണ്. പകുതി വൈഫിന് കൊടുത്തു, പകുതി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതിന്റെ 1/7 ആണ് സണ്ണിന് കിട്ടിയത്. സോ 70,000 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10,000. 10,000 സണ്ണിന് കൊടുത്തു. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് എന്ന് പറയുന്നത് 70,000 10,000 പോയി കഴിഞ്ഞാൽ 60,000. ഈ 60,000ന്റെ 2/3 ആർക്ക് വന്നു? ഡോട്ടർ കൊടുത്തു. ഡോട്ടർ കിട്ടിയിരിക്കുന്നത് 2/3 ആണ്. സോ ആ 2/3 എടുത്തു കഴിഞ്ഞാൽ 60,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. യു വിൽ ഗെറ്റ് ദിസ് ഈസ് 20,000. 20,000 ഇൻറ്റു 2 40,000 കിട്ടും. 40,000 ആണ്
ഡോട്ടർക്ക് കൊടുത്തത്. ബാക്കി എത്രയുണ്ട്? ബാലൻസ് 20,000. കണ്ടോ? ഈ 20,000 അല്ലേ ബാലൻസ് ഇവിടെ റിമെയിൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്നത്. അതായത് ദി മാൻസ് പെറ്റ് ഡോഗ് ഗോട്ട് ദി റിമൈനിങ് 20,000 എന്ന് പറഞ്ഞു. സോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കിട്ടിയിരിക്കുന്നത് 20,000 ആണ്. സോ സെയിം ഫിഗർ കിട്ടിയിരിക്കുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1,40,000 ആണ്. മനസ്സിലായോ? നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആ ഓരോ ഫിഗേഴ്സും വെച്ചുകൊണ്ടുള്ള അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻ അങ്ങ് നടത്തിയാൽ മാത്രം മതി. സോ ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ജസ്റ്റ് കാണിച്ചു തരാം, ജസ്റ്റ് നോക്കാൻ. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ 10 lakh ആണ് എടുക്കുന്നതെങ്കിൽ, ഇമാജിൻ 10 lakh ആണെങ്കിൽ ഇത് 1 lakh ആണ്. അതായത് സോറി 1 lakh ആണെങ്കിൽ 1 lakh എടുത്തു കഴിഞ്ഞാൽ വൈഫിന് കൊടുക്കുന്ന എത്രയായിരിക്കും? 50,000 ആണ്. ദെൻ ബാലൻസ് എത്ര വരും? 50,000 വരും. ഈ 50,000ന്റെ 1/7 പോയിന്റ് വന്നല്ലോ. ഇങ്ങനെ പോയിന്റ് വരുന്ന സിറ്റുവേഷൻസ് തൽക്കാലത്തേക്ക് നിങ്ങൾ അവസാനം നോക്കിയാൽ മതി. ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിലും ഏതെങ്കിലും ഒരു എൻഡിൽ നിങ്ങൾക്ക് പോയിന്റ് വരുവാണ്, കാൽക്കുലേഷൻസ് ടഫ് ആവുകയാണെങ്കിൽ ആ ഓപ്ഷൻ അവസാനം മാത്രം ചെയ്യുക. ഓക്കെ. സോ ഇവിടെ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ 50,000 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ അവിടെ കാൽക്കുലേഷൻ ഡയറക്ട്ലി പോസിബിൾ അല്ലാതെ വരുമ്പോൾ അതിന് അർത്ഥം അത് നമ്മുടെ റൈറ്റ് ആൻസർ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അതേപോലെ നമുക്ക് ഡയറക്ട്ലി ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത്. 70,000 ദെൻ ഇവിടെ ഒരു 40,000 ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും അതേ രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയിരിക്കും. സോ 40,000 ആണെങ്കിൽ 40,000ന്റെ പകുതി 20,000, ഇവിടെയും 20,000, 20,000 1/7, 20,000 1/7 എടുക്കുമ്പോൾ എന്തായാലും അവിടെ പോയിന്റ് വരും. സോ ഡു ഇറ്റ്, ട്രൈ ചെയ്യുക. അതായത് നമുക്ക് ഈ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ, റൗണ്ട് ആയിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ, യു ക്യാൻ ഗോ ഫോർ അതർ ഓപ്ഷൻസ് ആസ് വെൽ. റൗണ്ട് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. സോ ഫസ്റ്റ് മെത്തേഡ് വേണ്ടവർക്ക് ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് ആണ് ഈസി തോന്നുന്നവർക്ക് സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. യു ഗോട്ട് ഇറ്റ്? ചെയ്യാലോ, നേരെ തിരിച്ചും ചെയ്യാം. അതായത് 20,000 എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും റിവേഴ്സ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. അത് നമുക്ക് ചെയ്തു നോക്കാം. അത് ചെയ്യാം. അത് വളരെ ഇപ്പോൾ റൈറ്റ് അവേ ഇപ്പോൾ 20,000 റിമെയിൻ ചെയ്തു. അതിൻ്റെ 3/2 ചെയ്യുവാണെങ്കിൽ അതിന് മുമ്പുള്ള ഫിഗർ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ബാക്കോട്ട് അതായത് ഈ 20,000 നിന്നും നമ്മൾ ഈ 2/3ക്ക് പകരം ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുക, 3/2 ചെയ്യാം. 3/2 ചെയ്യുമ്പോൾ ഡോട്ടർക്ക് കൊടുത്തതിന് മുമ്പുള്ള എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാവും. ദെൻ ആ കിട്ടുന്ന എമൗണ്ടിനെ 1/7 പകരം 7/1 ചെയ്യും. 7 ചെയ്യുമ്പോൾ നമുക്ക് വൈഫിന് കൊടുത്തതിന് മുമ്പുള്ള എമൗണ്ട് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ വീണ്ടും അതേ എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലിൽ കിട്ടും. ഓക്കെ, കിട്ടുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോ ഇഷ്യൂസ്, ചെയ്യാം. പ്രോബ്ലം ഒന്നുമില്ലല്ലോ ചെയ്യുന്നതിന്. സി, നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ 20,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. 20,000 നിന്നും 2/3ക്ക് വരെ നമ്മൾ 3/2 ചെയ്യുന്നു. ചെയ്തു നോക്കുവാണെങ്കിൽ ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 30,000. ഇത് ബാലൻസ് തുക മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ? ആ 3/1 ചെയ്യണം. ഓക്കെ, ഫൈൻ. മൈ മിസ്റ്റേക്ക്. അതായത് 20,000 ഈ പറയുന്ന 2/3 എന്ന് പറയുന്നത് ഡോട്ടർ കൊടുത്ത ഷെയർ ആണ്. 3/1 ആണ്, 1/3 ആണ് പെറ്റ് ഡോഗിന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 3/1 ചെയ്യുന്നു. 3/1 ചെയ്യുമ്പോൾ യു ഗെറ്റ് എത്ര വരും? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് 360,000 എന്ന് കിട്ടും അല്ലേ? 60,000 എന്ന് കിട്ടി. ഇതാണ് ടോട്ടൽ എമൗണ്ട് സണ്ണിന് കൊടുത്തതിന് ശേഷമുള്ളത്, റൈറ്റ്? ഓക്കെ. സണ്ണിന് കൊടുത്തതിന് ശേഷം എന്ന് പറയുന്നത് ഈ പറയുന്ന 60,000 ആണ്. അപ്പോൾ ബാക്കി സണ്ണിന് കൊടുത്തത് 1/7 ആണ്. ബാക്കി അപ്പോൾ സണ്ണിന് കൊടുത്തതിന് ശേഷം എന്ന് പറയുന്നത് ഈ പോർഷൻ എന്ന് പറയുന്നത് 6/7 ആണ്, റൈറ്റ്? 6/7 ആണ്. സോ 7 ഡിവൈഡ് ബൈ 6 ചെയ്യണം. യു വിൽ ഗെറ്റ് 70,000. തിരിച്ച് ചെയ്യുമ്പോൾ 70,000 കിട്ടും.
70,000 ആണ് വൈഫിന് കൊടുത്ത ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത്. വൈഫിന് അതേ എമൗണ്ട് ആണ് കൊടുത്തതെന്ന് പറഞ്ഞു. സോ 70,000 കൂടി ആഡ് ചെയ്യാം. 70,000 കൂടി ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 1,40,000. ഈ വേയും ഫോളോ ചെയ്യാം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, സോ കംഫർട്ടബിൾ ഏതാണോ അതനുസരിച്ച് ചെയ്താൽ മതി. ഏത് മെത്തേഡ് ആയാലും നമുക്ക് ആൻസറിലേക്ക് മാത്രം എത്തിയാൽ മതി കേട്ടോ. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ക്ലാസ് 3/4 of students do not know either English or Hindi, but 1/6 of students know English. How many students know both English and Hindi if students who know English are 1/8 of the total students in the class? ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്ലാസ്സിൽ 3/4 സ്റ്റുഡൻസിന് ഇംഗ്ലീഷോ ഹിന്ദിയോ, സ്റ്റുഡൻസ് ഡോണ്ട് നോ എയ്തർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി, അറിയില്ല. ദെൻ ബട്ട് 1/6 ഓഫ് സ്റ്റുഡൻസ് നോ ഇംഗ്ലീഷ്, 1/6 ഇംഗ്ലീഷ് അറിയാം. ദെൻ ഹൗ മെനി ഓഫ് സ്റ്റുഡൻസ് നോ ഇംഗ്ലീഷ്, നോ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇത് രണ്ടും അറിയാവുന്നവരുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആണെങ്കിൽ ഈ സ്റ്റുഡൻസ് ഹു നോ ഹിന്ദി ആർ 1/8. ഹിന്ദി അറിയാവുന്ന ഒരു 1/8 ആണെങ്കിൽ രണ്ടും ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ച് അറിയാവുന്നവരുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാലോ. ആദ്യം തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? ഈ ക്ലാസ്സിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ, അതായത് ഇത് രണ്ടും അറിയാത്തവർ എന്ന് നമുക്ക് പറയാവുന്നത്, രണ്ടും ഒരുമിച്ച് അറിയാത്തവർ എന്ന് പറയുന്നത് 3/4 ആണ്. അതിനർത്ഥം ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാവുന്നവരുടെ എണ്ണം എത്രയാണ്? 3/4 ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാവുന്നവരുടെ എണ്ണം എത്രയായിരിക്കും? 1/4. So those who know English or Hindi or both, ഇങ്ങനെയാകാലോ. അതായത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ, അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്നവർ, അല്ലെങ്കിൽ രണ്ടും അറിയാവുന്നവർ. ഇവരുടെ ടോട്ടലാണ് 1/4 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷ് അറിയാവുന്നവർ കാണും, ദെൻ ഹിന്ദി അറിയാവുന്നവരുണ്ടാകും, ഇംഗ്ലീഷും ഹിന്ദിയും അറിയാവുന്നവരുണ്ടാകും. സോ ഇവരുടെ ടോട്ടലിനെയാണ് 1/4 എന്ന് പറഞ്ഞത്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/6 സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് അറിയാം. സോ ക്യാൻ സി ഇംഗ്ലീഷ് അറിയാവുന്നവർ പ്ലസ് ഹിന്ദി അറിയാവുന്നവർ പ്ലസ് രണ്ട് ലാംഗ്വേജും അറിയാവുന്നവർ, ഇതിന്റെ ടോട്ടലാണ് 1/4. അതിനകത്ത് 1/6 ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1/6 ആണ്. പ്ലസ് ഹിന്ദി അറിയാവുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1/8 ആണ്. പ്ലസ് ലാസ്റ്റ് രണ്ടും അറിയാവുന്നവരുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ ടു 1/4. കമ്പ്യൂട്ട് ചെയ്യാവോ? അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ 1/4 നിന്നും എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/4 നിന്നും മൈനസ് 1/6 മൈനസ് 1/8 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ ഫിഗർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ LCM കണ്ടുപിടിക്കൂ. 1/4 നോ, ഡയറക്ട്ലി കുറയ്ക്കാൻ പാടുണ്ട്. ഇത് അഡീഷനും സബ്സ്ട്രാക്ഷനും അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ 4ന്റെയും 6ന്റെയും 8ന്റെയും LCM കണ്ടുപിടിക്കുക. പഴയ കാര്യങ്ങൾ 4, 6, 8 ഇതിന്റെ LCM എത്രയാണ്? 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 2, 3, 4 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. യു ഗെറ്റ് 1, 3, 2. ഇതാണ് ഇതിന്റെ, അതായത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഫിഗർ ആണ് നമ്മൾ LCM ആയിട്ട് വരുന്നത്. സോ 2 × 2 ദാറ്റ് ഈസ് 4, 4 × 3 12, 12 × 3 12 × 2 ദാറ്റ് ഈസ് 24. ഇതാണ് LCM. 24 എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം?
ഈ 4-നെ ഫസ്റ്റ് ഇരിക്കുന്ന ഈ 4-നെ 24 ആകാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 6 കൊണ്ട് നിങ്ങൾ അതിന്റെ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഈ 6-നെ 24 ആകാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 4 കൊണ്ടാണ്. ആ 4 കൊണ്ട് ഇവിടുത്തെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 8-നെ 24 ആകാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 3 കൊണ്ടാണ്. ആ 3 കൊണ്ട് ഇവിടുത്തെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ യു ഗെറ്റ് 6 minus 4 minus 1. That is 1 by 24. നെഗറ്റീവ് ഉണ്ടാവും, ഫ്രാക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. 1 by 24 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. 1 by 24 ഇവിടെ ഇല്ലേ? സോ ദാറ്റ്സ് യുവർ ആൻസർ. കിട്ടിയോ? യെസ് സർ. അപ്പൊ മൈനസ് പ്രശ്നമല്ല. ഇല്ല, ഫ്രാക്ഷൻസ് എടുക്കുമ്പോൾ പ്രോബ്ലം ഇല്ല. ഫ്രാക്ഷൻ അല്ലേ നമ്മൾ എടുക്കുന്നത്, അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓക്കെ. ശരി. Then അടുത്തത് 3 by 5 of a group of children are girls. If there are 24 girls, then how many children are there in the group? Question ഇതാണ്. 3 by 4 of 3 by 4 of 3 by 5 of a group of children are girls. 3 by 5 എന്ന് പറയുന്നത് ഗേൾസ് ആണ്. ടോട്ടൽ 24 ഗേൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട് പറയൂ? ഓപ്ഷൻ സി. ഫൈൻ, വെരി ഗുഡ്. സോ യു ക്യാൻ സി ഹിയർ, അതായത് നമുക്ക് തന്നിരിക്കുന്നത് 3 by 5 എന്ന് പറയുന്നത് 24 ആണെന്നാണ്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് ചെയ്യണം. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി 24 into 5 by 3 ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് 8 into 5, that is 40. ഓക്കെ, സോ ഗോട്ട് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Shyam had 120 teddy bears in his retail store. He sold 2 by 3 of them at rupees 12 each. How much did he receive? ശ്യാമിന്റെ കയ്യിൽ ടോട്ടൽ 120 ടെഡി ബേഴ്സ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അതിന്റെ 2 by 3 12 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപയുണ്ട്? ഓപ്ഷൻ സി. ഓക്കെ, ഫൈൻ. എങ്ങനെ കണ്ടുപിടിക്കണം? 120 into 2 by 3 into 12. Okay, so you'll get 40 here. 40 into 2, 88 into 12, that is 960. കഴിഞ്ഞു. Okay, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. ഫ്രാക്ഷൻസ് തന്നിട്ട് ഫ്രാക്ഷൻസിന്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഇതാണ്. അതായത് രണ്ട് ഫ്രാക്ഷൻസ്, ഇമാജിൻ എ ബൈ ബി ആൻഡ് സി ബൈ ഡി. ഈ രണ്ട് ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഈ ഫ്രാക്ഷൻസ് നമ്മൾ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ ബി കിട്ടും. സോറി, ദിസ് ഇസ് ഡി, റൈറ്റ്? സി ബൈ ഡി ആണ് ഞാൻ ബി എഴുതിയിരിക്കുന്നത്. സി ബൈ ഡി. സോ വിൽ ഗെറ്റ് എ ഇൻറ്റു ഡി, ദാറ്റ് ഈസ് എ ഡി. ദെൻ സി ഇൻറ്റു ബി, ദാറ്റ് ഈസ് സി ബി.
ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇഫ് എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ സി ബി, എ ഡി എന്ന് പറയുന്നത് സി ബിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എ ബൈ ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ബൈ ഡി എന്നാണ്. സോ ദാറ്റ്സ് ദി ഫസ്റ്റ് റൂൾ. എ ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സി ബി ആണെങ്കിൽ എ ബൈ ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ബൈ ഡി എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ എ ഡി എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ സി ഡി ആണെങ്കിൽ എ ബൈ ബി ഈസ് ലെസ് ദാൻ സി ബൈ ഡി. എ ഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സി ഡി ആണെങ്കിൽ, എ ഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സി ബി ആണെങ്കിൽ ദാറ്റ് മീൻസ് എ ബൈ ബി ആൻഡ് സി ബൈ ഡി ഈസ് ഈക്വൽ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂള്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് ഫ്രാക്ഷൻ ആണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ചെറുതെന്നോ ഐഡന്റിഫൈ ചെയ്യാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് 3 ഫ്രാക്ഷൻസ് ആണുള്ളത്. 5/8, 9/13, 11/17. സോ ആദ്യം 5/8 എടുക്കാം. 5/8ഉം then 9/17 തമ്മിൽ കമ്പയർ ചെയ്യാം. 9/13 തമ്മിൽ കമ്പയർ ചെയ്യാം. സോ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 into 13, 5 into 13 എന്ന് പറഞ്ഞാൽ 65 ആണ്. ദാറ്റ് ഈസ് എ ഡി. ദെൻ ബി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ 9 into 8, 9 into 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 72. സോ യു ക്യാൻ കൺക്ലൂഡ് ചെയ്യാവുന്നത് എന്താണ്? 9/8 ഈസ് ലെസ് ദാൻ 9/13. ഇതാണ് നമുക്ക് ആദ്യം മനസ്സിലായത്. 9/13 ആണ് 5/8 വലുത്. 9/13 ആണ് 5/8 വലുതെന്ന് മനസ്സിലായി. ഇനി അതേപോലെ രണ്ടാമത്തെ ചെയ്ത് നോക്കാം വീണ്ടും. സോ ക്യാൻ ഗോ ഫോർ 9/13 ആൻഡ് 11/17. 9/13ഉം 11/17ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 9 into 17. 9 into 17 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 153. ഓക്കെ, ദെൻ 11 into 13. 11 into 13 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 143. സോ ഫസ്റ്റ് വൺ ഈസ് ബിഗർ. ഓക്കെ, അതായത് ആദ്യം 9ഉം 17ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 153 ആണ് കിട്ടിയത്. 11ഉം 13ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 143 ആണ് കിട്ടിയത്. അതായത് ഫസ്റ്റ് ഫ്രാക്ഷൻ ഈസ് ബിഗർ ദാൻ സെക്കൻഡ് ഫ്രാക്ഷൻ. സോ യു ക്യാൻ കൺക്ലൂഡ് ലൈക്ക് ദിസ്: 9/13 ഈസ് ബിഗർ ദാൻ 11/17. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 9/13 ആണ് ഏറ്റവും വലുതെന്ന് മനസ്സിലായി. 9/13 ആണ് ഏറ്റവും വലുത്. ഇനി നമുക്ക് അറിയേണ്ടത് 5/8 ആണോ 11/17 ആണോ വരുന്നതാണ്. സോ അതിനുവേണ്ടി വീണ്ടും ചെയ്ത് നോക്കുക. 5/8ഉം 11/17 തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 17, 5 into 17 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 17ന്റെ പകുതി എടുത്താൽ മതി. 17ന്റെ പകുതി എന്ന് പറയുമ്പോൾ 8.5, 85, റൈറ്റ്? 85 കിട്ടും. സെക്കൻഡ് 8/11, 8 into 11 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 88. So second fraction is greater than first fraction. So we'll get this like second fraction is greater than first one. So 11/17 ആണ് 5/8 വലുത്. സോ ആ ഏറ്റവും വലുത് 9/13, രണ്ടാമത് 11/17, മൂന്നാമത് 5/8. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഡിസെൻഡിങ് ഓർഡറിലല്ലേ? ആ ഓർഡർ എവിടെയാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ സിയിലാണ് നിങ്ങൾക്ക് കാണാവുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിലാണ് കാണാവുന്നത്. That is 9/13 first, 11/17 and 5/8. Clear ആണോ ഇത്? Yes, sir. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ. Eiffel Towers 1/5 part is painted bronze. Then 1/4 of the remaining part is painted maroon. The rest of the Eiffel Tower has golden color. If the height of the golden colored part is 450 meters, then what is the tower's height? നമ്മൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കുറച്ച് മുമ്പ് ചെയ്തത്. 3 രീതിയിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ സെയിം മോഡലാണ്. സോ ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം 1/5 പാർട്ട് ബ്രോൺസ് കളറിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു. 1/4 ഓഫ് ദി റിമൈനിങ് പാർട്ട് ഈസ് പെയിന്റഡ് മെറൂൺ. റിമൈനിങ്ങിന്റെ 1/4 എന്ന് പറയുന്നത് മെറൂൺ കളറിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ദി ഈഫൽ ടവർ ഹാസ് ഗോൾഡൻ കളർ. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ കളേർഡ് പാർട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമോ നോക്കൂ. 3 മെത്തേഡ് നമ്മൾ പറഞ്ഞു ഇതേ പ്രോബ്ലം ചെയ്യാൻ. സോ പെട്ടെന്നൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം അസ്യൂം ചെയ്തുകൊണ്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. ലൈക്ക് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ
അതിൽ നിന്നും 1/5 പാർട്ട് 1/5 പാർട്ട് എന്ന് പറയുന്നത് പെയിന്റഡ് ബ്രോൺസ് ആണ്. ബ്രോൺസ് പെയിന്റ് ചെയ്തിരിക്കുന്നത് എത്രയായിരിക്കും? ബ്രോൺസ് പെയിന്റ് ചെയ്തിരിക്കുന്നത് 1/5 ആണ്. അതായത് 100ന്റെ 1/5 എന്ന് പറയുമ്പോൾ 20. ബാക്കി എത്രയുണ്ട്? 80 ഉണ്ട്. ഈ 80യുടെ ബാക്കി റിമൈനിങ് പാർട്ടിന്റെ 1/4 ഓഫ് ദി റിമൈനിങ് പാർട്ട് ഈസ് പെയിന്റഡ് മെറൂൺ. 1/4 ഇതിന്റെ 1/4 ആണ് മെറൂൺ പെയിന്റ് ചെയ്തിരിക്കുന്നത്. 1/4. സോ 80യുടെ 1/4 എന്ന് പറഞ്ഞാൽ അഗെയിൻ 20. ബാക്കി എത്ര വരും? 60 വരും. ദെൻ റെസ്റ്റ് ഓഫ് ദി ഐഫൽ ടവർ ഹാസ് ഗോൾഡൻ കളർ. റെസ്റ്റ് എന്ന് പറയുന്നത് ഈ 60 ആണ് ഗോൾഡൻ കളേർഡ് പാർട്ട്. സോ 60 എന്ന് പറയുന്നത് നമ്മുടെ കണക്കുകൾ പ്രകാരം ഇഫ് ദി ഹൈറ്റ് ഓഫ് ഗോൾഡൻ കളേർഡ് പാർട്ട് ഈസ് 450 തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 60 എന്ന് പറയുന്നത് 450 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 100 എത്ര എന്ന് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്യണം? 450 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. എത്ര വരും? ഓക്കെ, 750 മീറ്റർ. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ ഇത്? ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്തു പോണേ. ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വെച്ച് പോകാം. അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാക്ഷനെ റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ് ടു യു. നിങ്ങളുടെ സൗകര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളിനി അടുത്തൊരു ഏരിയയിലേക്ക് കടക്കുവാണ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ഏരിയ ആണ്. സോ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ബേസിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ദെൻ ഡിസ്റ്റൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഈ മൂന്ന് ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ പറയുന്നു സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കണ്ടെത്താം. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ആൻഡ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണെന്ന് വിചാരിക്കുക. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് തിങ്, കിലോമീറ്റർ പെർ അവറിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കുന്നതിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെങ്കിൽ അതിന്റെ റിവേഴ്സ് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Okay, so let's see some questions. A man covers 60 kilometers in 4 hours. What is the speed? What is speed? പെട്ടെന്ന് ആ ഒരു ഇക്വേഷൻ ഒന്ന് കംഫർട്ടബിൾ ആകാൻ വേണ്ടി മാത്രം. ഇക്വേഷനൊക്കെ നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ചെയ്തു നോക്കും. എത്രയാണ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. So you'll get 60 divided by 4. That will be 15 kilometer per hour. കഴിഞ്ഞില്ലേ? ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്ന നോക്കി. എ മാൻ കവേഴ്സ് 20 kilometers in 2.5 hours. Find the distance covered in 9 hours. 2.5 മണിക്കൂറിൽ അദ്ദേഹം കവർ ചെയ്തത് 20 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 9 അവേഴ്സിൽ അദ്ദേഹം എത്ര കിലോമീറ്റർ കവർ ചെയ്യും? ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആദ്യത്തെ കേസിൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ദാറ്റ് വിൽ ബി
സോ 20യെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 8 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓക്കെ, സോ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 9 hours. 9 മണിക്കൂർ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? ഡിസ്റ്റൻസ് ഈക്വൽ ടു 9 hour time into speed. You'll get 72. ഇത്രയേ ഉള്ളൂ. 72 kilometer is the right answer. Option C. Fine. അടുത്ത question. A student walks from his house at a speed of 3 kilometers per hour and reaches his school 10 minutes late. If he walks at a speed of 4 kilometers per hour, he reaches the school 10 minutes earlier. What is the distance between his school and his house? ഓക്കെ, സിറ്റുവേഷൻ ക്ലിയർ ആണെന്ന് ചോദിക്കുന്നു. ഒരു കുട്ടി, ആ കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ അദ്ദേഹം 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. ഓക്കെ, ദെൻ 4 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 10 മിനിറ്റ് ഏർലി അദ്ദേഹം സ്കൂളിലെത്തും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് സ്കൂൾ ആൻഡ് ഹിസ് ഹൗസ്? നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. ആകെ തന്നിരിക്കുന്നത് 2 സിറ്റുവേഷനിലെ കിലോമീറ്റർ പെർ അവർ ആണ്. സ്പീഡ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഹിയർ യു വിൽ ഹാവ് ടു തിങ്ക്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചെയ്തോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കി. സോ ഇവിടെ നമുക്ക് ആക്ച്വലി റൈറ്റ് അവേ ഒരു ഈ പറയുന്ന 3 വേരിയബിളിൽ 2 വേരിയബിൾ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കതിൽ ഏത് വേരിയബിൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ക്ലൂ തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അധികം സഞ്ചരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 9 മണിയാണ് സ്കൂൾ ടൈം എങ്കിൽ, 9 AM ആണ് സ്കൂൾ ടൈം എങ്കിൽ 3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 9:10 സ്കൂളിലെത്തുക. ദെൻ 4 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അദ്ദേഹം 8:50 തന്നെ സ്കൂളിലെത്തും. അതിലെ പറഞ്ഞിരിക്കുന്നത് 10 മിനിറ്റ് ഏർലിയർ എത്തും. അതായത് ഈ 2 ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. സോ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സ്പീഡ് വേണ്ട. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അല്ലേ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. സോ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ സിറ്റുവേഷനിൽ അദ്ദേഹം 9:20 എത്തുന്നു, 9:10 എത്തുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ 8:50 എത്തുന്നു. അതായത് ഈ രണ്ട് ടൈം ഇസ് ദയർ, റൈറ്റ്? 2 തവണ 2 സമയമുണ്ട്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 തവണയും സെയിം ആണ്, പക്ഷേ ടൈം 2 തവണയും ഡിഫറെന്റ് ആണ്. ആദ്യം 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വരുന്നു, രണ്ടാമത് 4 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വരുന്നു. സോ ആദ്യത്തെ സ്പീഡ് മൈനസ് രണ്ടാമത്തെ ടൈം, 2 ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. നമുക്കറിയാം. ഇങ്ങനെ എഴുതിയത് എല്ലാവർക്കും മനസ്സിലായോ? ആദ്യത്തെ ടൈം ഇതാണ്, രണ്ടാമത്തെ ടൈം ഇതാണ്. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 20 മിനിറ്റ്സ്. Is it clear? ഓക്കെ, അതായത് ആദ്യം ടൈം 1 ഉണ്ട്, ദെൻ രണ്ടാമത് ടൈം 2 ഉണ്ട്. ഈ 2 ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 20 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, 20 മിനിറ്റ് എന്ന് പറഞ്ഞത്. സോ ടൈം 1ന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് 1 മൈനസ് ടൈം 2ന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് 2 എന്ത് വായിക്കുന്നു? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാലോ. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20/60 അവർ ആണ്.
20 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 20/60 60 മിനിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. 20/60 അവർ. ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദെൻ സ്പീഡ് വൺ എത്രയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്നത് യു ക്യാൻ സി ദാറ്റ് ഈസ് 3 km/h. രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് 4 km/h. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/60 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1/3, റൈറ്റ്? 1/3. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ. സോ d/3 മൈനസ് d/4 ആണ്. LCM കണ്ടുപിടിക്കണ്ടേ? മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ LCM കണ്ടുപിടിക്കുക. സോ 3യുടെയും 4ന്റെയും LCM എത്രയാണ്? ദാറ്റ് ഈസ് 12. 3യുടെയും 4ന്റെയും LCM എന്ന് പറയുന്നത് 12 ആണ്. സോ 3 12 ആകാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 കൊണ്ട് നിങ്ങൾ DA മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് വിൽ ബി 4D മൈനസ് 4 12 ആകാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 3 കൊണ്ട് നിങ്ങൾ DA മൾട്ടിപ്ലൈ ചെയ്യുക. 3D ഈക്വൽ ടു 1/3. ഓക്കെ. സോ യു ക്യാൻ സേ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ 4D മൈനസ് 3D എന്ന് പറഞ്ഞാൽ D ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 1/3. അങ്ങനെയാണെങ്കിൽ D ഈക്വൽ ടു 12 മുകളിലേക്ക് പോകുന്നു. 12 മുകളിലേക്ക് പോകുമ്പോൾ 12/3 ദാറ്റ് ഈസ് 4 കിലോമീറ്റർ. ഡിസ്റ്റൻസ് അല്ലേ? 4 കിലോമീറ്റർ. ദാറ്റ്സ് യുവർ റൈറ്റ് ആൻസർ. നമുക്ക് മൊത്തം വേരിയബിൾസ് തന്നിട്ടില്ലെങ്കിൽ ഒരു കണക്ഷൻ കണ്ടെത്തിയാൽ മാത്രം മതി. ആ കണക്ഷൻ എന്ന് പറയുന്നത് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ട് സിറ്റുവേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ ഡിഫറൻസ് വെച്ചിട്ട് വി ഗോട്ട് ദി റൈറ്റ് ആൻസർ. മനസ്സിലായോ നോക്ക് എല്ലാവരും? Yes, sir. ശരി. അടുത്ത ക്വസ്റ്റ്യൻ അതേ വേയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക. ഓഫീസ് ബോയ് ഇൻക്രീസസ് ഹിസ് സ്പീഡ് ടു 9/5 ടൈംസ് ഓഫ് ഹിസ് ഒറിജിനൽ സ്പീഡ്. ഒറിജിനൽ സ്പീഡിന്റെ 9/5 ടൈംസ് ആയിട്ട് അദ്ദേഹം ഇൻക്രീസ് ചെയ്തു. ബൈ ഡൂയിങ് ദിസ് ഹി ഈസ് ഏബിൾ ടു റീച്ച് ഹിസ് ഓഫീസ് 30 മിനിറ്റ്സ് ബിഫോർ ദി യൂഷ്വൽ ടൈം. യൂഷ്വൽ ടൈമിനേക്കാൾ 30 മിനിറ്റ് മുമ്പ് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഹൗ മച്ച് ടൈം ഈസ് യൂഷ്വലി ടേക്കൺ ബൈ ഹിം? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്ര ടൈമാണ് നോർമലി എടുക്കാറ്? സോ ഇവിടെ നിങ്ങൾ നോക്കണം. ഓഫീസിലേക്കാണ് വരുന്നത്. ഓഫീസിലേക്ക് വരുന്ന ആ ടൈം എന്ന് പറയുന്നത് സാധാരണ സ്പീഡിനേക്കാൾ 9/5 ടൈംസ് സ്പീഡ് കൂട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഓഫീസിൽ എത്തുന്നത് എത്ര നേരത്തെയാണ്? 30 മിനിറ്റ്സ് ഏർലിയാണ്. അങ്ങനെയാണെങ്കിൽ നോർമലി അദ്ദേഹം എത്ര ടൈമാണ് ഓഫീസിലെത്താൻ വേണ്ടി എടുത്തിരുന്നത്? ഓക്കെ. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് അദ്ദേഹം നോർമലി ട്രാവൽ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? നോർമലി ട്രാവൽ ചെയ്തിരുന്നത് നോർമൽ സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ അല്ലേ? രണ്ടാമത് ഡിസ്റ്റൻസ് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഓഫീസിലേക്ക് വന്ന അതുവഴി തന്നെയല്ലേ? മാറ്റമൊന്നും വന്നിട്ടില്ല. ഡിസ്റ്റൻസ് സെയിം ആണ്. പക്ഷേ രണ്ടാമത്തെ സ്പീഡിന് എന്ത് പറ്റി? സ്പീഡ് 9/5 ടൈംസ് ഇൻക്രീസ് ചെയ്തു. 9/5 ടൈംസ് സ്പീഡ് കൂടി. ഓക്കെ. ആൻഡ് ടൈമോ? ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് കുറഞ്ഞു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇക്വേഷൻ ഫോമിലേക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, മനസ്സിലായോ? സോ എന്താണ് നമുക്കറിയാവുന്ന ആദ്യത്തെ ബേസിക് കൺസെപ്റ്റ് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷനിൽ ഡി സെയിം ആണ്. ഡി എന്ന് പറയുന്നതിൽ ഒരു മാറ്റമില്ല. ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ സിറ്റുവേഷനിലെ ഡിസ്റ്റൻസിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എസ് ഇൻറ്റു ടി. എസ് ഇൻറ്റു ടി ആണ് ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ സിറ്റുവേഷനിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9/5 ഇൻറ്റു എസ് ഇൻറ്റു ടി മൈനസ് 30. ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷനിലെ ഡിസ്റ്റൻസ്. ഓക്കെ, സോ രണ്ടിടത്തും എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ എഴുതിയിരിക്കുന്നത് സ്പീഡ് ഇൻറ്റു ടൈം തന്നെയാണ്. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലോ? എസ് ടി ഈക്വൽ ടു എസ് ഇൻറ്റു ടി എന്ന് പറയുന്നത് എസ് ടി ഈക്വൽ ടു എന്ത് ചെയ്യും? ഇവിടെ 9s ആണ്. 9s/5 ഇൻറ്റു ടി മൈനസ് 30 എന്നാണ് നമുക്ക് കിട്ടുക. സോ 9s ആദ്യം ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ 9s 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. 9s t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, then 9s into 30. So st equal to 9s into t, that is 9st, right? 9st, then 9s into 30. 9s into 30 ചെയ്യുമ്പോൾ എത്ര വരും? 9s into 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 270. -30 ആണ് 9s into 30 എന്ന് പറയുമ്പോൾ -270s divided by 5. Okay, so st equal to 9st minus 270s divided by 5 എന്ന് കിട്ടി. ഇനി സോ ഈ 5 ഇവിടെ ഉണ്ട്, 5നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ യുൽ ഗെറ്റ്, ഇവിടെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുന്നേ, 5st 5നെ മുകളിലേക്ക് കൊണ്ടുപോയതാണ്. 5st ഈക്വൽ ടു 9st minus 270s. ഓക്കെ, സോ 9st, ഞാൻ ഈ 270sനെ -270s അല്ലേ, ഒന്നെങ്കിൽ അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ബാക്കി രണ്ടും അതേ പൊസിഷനിൽ നിന്നോളും. സോ വിൽ ഗെറ്റ് 9st minus 5st ഈക്വൽ ടു 270s. മനസ്സിലായോ? നിങ്ങൾ കറക്റ്റ്ലി അറേഞ്ച് ചെയ്തോളുക. മൈനസും അവിടെ വരും, മൈനസ് നലിഫൈ ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്നത്. സോ വിൽ ഗെറ്റ് 4st 9st minus 5st എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4st. 4st എന്ന് പറയുന്നത് 270s ആണ്. അങ്ങനെയാണെങ്കിൽ സോ ഈ എസ് രണ്ട് സൈഡിലുണ്ടല്ലോ, രണ്ട് സൈഡിലുള്ള എസ് വെട്ടിക്കളയാം, ദെൻ ടി മാത്രമാണ്. സോ ടി ഈക്വൽ ടു 270 ഡിവൈഡഡ് ബൈ 4. യു വിൽ ഗെറ്റ് 270 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, 27 6 times 37 times. Sorry. Yeah, 7 times. Then 2 ഉണ്ട്, so 5 times. 67.5 എന്ന് കിട്ടും. 67.5 minutes ആണ് എന്ത് ടൈം. നോർമലി അദ്ദേഹം എടുക്കാറുള്ള ടൈം എന്ന് പറയുന്നത് 67.5 മിനിറ്റ് ആണ്. സോ ദാറ്റ്സ് യുവർ ആൻസർ. നമുക്ക് തന്നിരിക്കുന്ന ആ ഓരോ പോയിന്റുകളും വായിച്ചു നോക്കി അത് ജസ്റ്റ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫൈനലി ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, രണ്ട് ഡിസ്റ്റൻസുകളും സെയിം ആണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ആദ്യത്തെ ഡിസ്റ്റൻസിന് നമ്മൾ നോർമൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതി. രണ്ടാമത്തെ ഡിസ്റ്റൻസിനകത്ത് സ്പീഡിനകത്ത് 9/5 മൾട്ടിപ്ലൈ ചെയ്തു, ടൈമിനകത്ത് 30 മിനിറ്റ് കുറച്ചു. സോ സ്പീഡ് ഇൻറ്റു ടൈം എസ് ടി ഈക്വൽ ടു 9s ഡിവൈഡ് ബൈ 5 ഇൻറ്റു ടൈം മൈനസ് 30 എന്ന് കിട്ടി. അതിനെ അപ്ലൈ ചെയ്തപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ടി എന്ന് പറയുന്നത് 67.5, അതായത് ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് 67.50 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനി ഡൗട്ട്സ്? ഓക്കെ ആണോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മാൻസി കവേഴ്സ് എ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 24 kilometers in 6 minutes. ഒരു ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസ് അദ്ദേഹം 24 km/h സ്പീഡിൽ 6 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്നു. ഇഫ് ഷീ വാണ്ട്സ് ടു കവർ ദി സെയിം ഡിസ്റ്റൻസ് ഇൻ 8 minutes, what would be her speed on per hour basis? എത്ര സ്പീഡ് അദ്ദേഹത്തിന് വേണ്ടി വരും? സോ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സിറ്റുവേഷൻ ഡിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, സോ ആദ്യത്തെ സിറ്റുവേഷനിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. രണ്ടാമത്തെ സിറ്റുവേഷനിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്പീഡ് ഇൻറ്റു സെക്കൻഡ് ടൈം. ഓക്കെ, അത് നമ്മൾ എഴുതി. സോ ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്നത് 24 km/h ആണ്. ടൈം എന്ന് പറയുന്നത് 6 minutes ആണ്. 6 minutes എന്ന് പറഞ്ഞാൽ 6/60. ദെൻ രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് അറിയില്ല, അതിന്റെ ടൈം എന്ന് പറയുന്നത് 8 minutes ആണ്. 8/60. ഇത് സോൾവ് ചെയ്താൽ മതി. ചെയ്യൂ.
ഓക്കെ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ എ. സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ, 18 km/h. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ റോസ് എ ബോട്ട് അറ്റ് എ സ്പീഡ് ഓഫ് 12 km/h ഇൻ still water to some upstream point and back to the starting point. So the speed of journey of speed of flow of the river is 3 km/h. Find his average speed of the total journey. So നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, ഒരു ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വൽ ബോട്ട് തുഴഞ്ഞു പോവുകയാണ്. സോ ബോട്ട് തുഴഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 12 km/h ആണ് സ്റ്റിൽ വാട്ടറിൽ അദ്ദേഹത്തിന്റെ സ്പീഡ്. അതിൽ ആ ഒരു സ്പീഡ് വെച്ചുകൊണ്ട് അദ്ദേഹം അപ്സ്ട്രീം പോയിന്റിലേക്കും അവിടെ നിന്ന് താഴോട്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കും തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് തിരക്കെതിരെയും തിരക്കൊപ്പവും നീന്തി എത്തിയിട്ടുണ്ട്. സ്പീഡ് ഓഫ് ഫ്ലോയുടെ വേഗത എന്ന് പറയുന്നത്, റിവറിന്റെ ഫ്ലോയുടെ വേഗത എന്ന് പറയുന്നത് 3 km/h ആണ്. അതായത് ഒഴുക്കിന്റെ വേഗത 3 km/h ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചൊന്ന് നോക്കാം. അതായത് അദ്ദേഹത്തിന്റെ സ്പീഡ് എത്രയാണ്? നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് 12 km/h ആണ്. സ്റ്റിൽ വാട്ടറിൽ അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 12 km/h ആണ്. ഓക്കെ, അതിനുശേഷം അപ്സ്ട്രീം പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ് എന്ത് സംഭവിക്കും? തിരക്കെതിരെ നീന്തുമ്പോൾ സ്പീഡ് കൂടുവോ, സ്പീഡ് കുറയോ? സ്പീഡ് കുറയും, റൈറ്റ്? തിരക്കെതിരെയാണ്, അല്ലെങ്കിൽ ആ ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത്. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ 12 നിന്നും തിരയുടെ സ്പീഡ്, അല്ല ഒഴുക്കിന്റെ സ്പീഡ് എത്രയാണ്? 3 km/h ആണ്. അത് കുറയ്ക്കുക, യു വിൽ ഗെറ്റ് 9 km/h. ഇതാണ് അദ്ദേഹത്തിന്റെ അപ്സ്ട്രീം സ്പീഡ്. ദെൻ ഡൗൺ സ്ട്രീം ആണെങ്കിലോ? ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ തിരയോടൊപ്പമാണ് അദ്ദേഹം നീന്തുന്നത്. സോ നോർമൽ സ്പീഡ് എന്ത് സംഭവിക്കും? കൂടുവോ കുറയോ? കൂടും. അപ്പോൾ 12 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോർമൽ സ്പീഡ്, തിരയുടെ വേഗത കൂടി അതിനൊപ്പം ആഡ് ചെയ്യപ്പെടുന്നു. 15 km/h ആയിരിക്കും അദ്ദേഹത്തിന്റെ പുതിയ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആവറേജ് സ്പീഡാണ്. സോ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ 2 സിറ്റുവേഷൻ ഉണ്ടല്ലോ. 2 സിറ്റുവേഷനിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? മുകളിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്തു, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു അപ്സ്ട്രീം പോയിന്റിലേക്ക് പോയി, അപ്സ്ട്രീം പോയിന്റിൽ നിന്ന് തിരിച്ചു വന്നു. അതായത് 2 തവണ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്സ്ട്രീം പോയിന്റിലേക്ക് പോയത് ഒരു ഡിസ്റ്റൻസ്, അതേ ഡിസ്റ്റൻസ് തന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. സോ 2 തവണ അദ്ദേഹം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാലോ, അപ്സ്ട്രീം പോയിന്റിലേക്ക് പോയപ്പോൾ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, റൈറ്റ്? സോ അപ്സ്ട്രീം പോയിന്റിലേക്ക് പോയിട്ടുള്ളത് എത്രയാണ്? അപ്സ്ട്രീം പോയിന്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ടൈം എന്ന് പറയുന്നത്, അപ്സ്ട്രീം പോയിന്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ടൈം എന്ന് പറയുന്നത് 9 km/h വേഗതയിലാണ് പോകുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 9 km. ഡൗൺ സ്ട്രീം പോയിന്റിലേക്ക് പോകുമ്പോഴോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 5 km. ഓക്കെ, ഇതുവരെ എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് എഴുതിയിരിക്കുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. സോ ഡി പ്ലസ് ഡി. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എത്രയാണ് ഡിസ്റ്റൻസ് നമുക്കറിയില്ല, അതുകൊണ്ട് ഡി ഡിവൈഡഡ് ബൈ ആദ്യത്തെ സ്പീഡ് നമ്മൾ എഴുതി 9 km, രണ്ടാമത്തെ സ്പീഡ് രണ്ടാമത് എഴുതി. സോ രണ്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം ഇത്ര ആയി കഴിഞ്ഞാൽ you can see
പ്ലസ് ആണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് LCM. LCM കണ്ടുപിടിക്കണം. 9 ഐ മീൻ രണ്ടാമത്തെ സെറ്റിൽ, അതായത് D/9ന്റെയും D/5ന്റെയും അതിന്റെ LCM കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 9 × 5 ചെയ്യും, 45 എന്ന് എഴുതും. പക്ഷേ ബെറ്റർ 9 × 5 ആയിട്ട് തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്തു വയ്ക്കാം. സോ യു വിൽ ഹാവ് ടു ഡു ദിസ്. ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുന്നു. D + D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2D. പ്രശ്നമൊന്നുമില്ലല്ലോ, 2D അവിടെ ഇരുന്നോട്ടെ. അതിന്റെ താഴെയായിട്ട് D/9 + D/5 എന്നാണ്. സോ 9 ആൻഡ് 5 അതിന്റെ LCM കണ്ടുപിടിക്കുന്നില്ല. ഞാൻ 9 × 5 എന്ന് എഴുതുന്നു. 45 എന്ന് എഴുതിയാലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, ബിക്കോസ് അതിന്റെ LCM എന്ന് പറയുന്നത് 45 തന്നെ കിട്ടും. സോ 9 × 5 എന്ന് മാത്രം എഴുതുന്നു. അതിനുശേഷം ഇഫ് ഐ മീൻ നമ്മൾ 45 ആകാൻ വേണ്ടി 9 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 5 കൊണ്ട് D മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ 45 ആകാൻ വേണ്ടി 5നെ 9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ D മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യുൽ ഗെറ്റ് 5D + 9D. ഇത് ആ LCM എഴുതുമ്പോൾ നമുക്ക് കിട്ടും. അതർവൈസ് ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ ആദ്യത്തെ ഫിഗറിനെ രണ്ടാമത്തെ ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ ഫിഗറിനെ ആദ്യത്തെ ഫിഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യുൽ ഗെറ്റ് 5D + 9D / 9 × 5. ഇത് സോൾവ് ചെയ്താൽ മതി. ഇനി ക്യാൻ യു ഡു ഇറ്റ്? എങ്ങനെ സോൾവ് ചെയ്യാം? സോ 2 ഡിവിഷൻ അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഡിവിഷനെ മുകളിലേക്ക് കൊണ്ടുപോവുക. 2 ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിവിഷനെ മുകളിലേക്ക് കൊണ്ടുപോവുക. സോ വിൽ ഗെറ്റ് 2D × 50 2D × ഞാനിവിടെ ഇടയ്ക്ക് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ. അത് എവിടെയാണ്? ഇവിടെ 15 ആണ്. ഞാൻ 5 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് 15 ആണ്. ഓക്കെ, സോ 15 ആണ്. ഞാൻ അത് എഴുതി വെച്ചിരിക്കുന്നതിന്റെ 5 എന്നായിപ്പോയി. അതൊന്ന് റെക്ടിഫൈ ചെയ്തേക്കാം കേട്ടോ. സോ 15നെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് യുൽ ഗെറ്റ് 2D × 9 × 15 ഡിവൈഡഡ് ബൈ 15D × 15D + 9D, റൈറ്റ്? 15D + 9D. ഓക്കെ, സോ ഇത് ഇനി സോൾവ് ചെയ്യാമല്ലോ. 2D × 9 15D × 9 divided by 15D + 9D, that is 24D. ചെയ്തു. So I'll be writing like this: 2D × 9 × 15 divided by, എനിക്ക് വെട്ടിക്കളയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, 24D. സോ ഈ ഡിയും വെട്ടിക്കളയാം. 10 2 × 9 × 15 divided by 24 എത്ര കിട്ടും? ചെയ്തു നോക്കൂ. ഏതെങ്കിലും പോയിന്റ് വന്നപ്പോൾ നിങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ്, ക്ലിയർ ആവാതെ വന്ന ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറയൂ. ക്ലിയർ ആവാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയണേ. കിട്ടിയ ആൻസർ? ടു ഇൻറ്റു 9 × 15 ഡിവൈഡഡ് ബൈ 24 എന്നുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ ചെയ്യുക. ഗെറ്റ് 12 ഹിയർ, 3 and 4. You'll get 3 × 15 45. 45 divided by 4 എന്ന് കിട്ടിയോ?
കിട്ടിയോ എല്ലാവർക്കും? Yes. 45 ഡിവൈഡ് ബൈ 4 നമ്മുടെ ആൻസറിലുണ്ടോ? യെസ്, 45 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, സോ 45-നെ എന്താ ചെയ്തിരിക്കുന്നത്? 45-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 45 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4-ല് 1 ടൈം, 5-ല് 1 ടൈം, സോ വിൽ ഗെറ്റ് 44. ദെൻ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ വിൽ ഗെറ്റ് 11 and 1/4. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 11 and 1/4. 1 റിമൈൻഡർ ഉള്ളതുകൊണ്ട് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഈ രീതിയിൽ നമുക്ക് കണ്ടാലും മനസ്സിലാവും. 45 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 11 കിട്ടും. 11 എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരെണ്ണമല്ലേ ഉള്ളൂ. ദാറ്റ്സ് യുവർ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: 2 trains of respective lengths 160 and 200 meter travel at a speed of 48 and 52 meter per second respectively in opposite direction to each other. What is the total time taken by them to cross each other? So രണ്ട് ട്രെയിനുകൾ ട്രാവൽ ചെയ്യുകയാണ്. ഈ രണ്ട് ട്രെയിനുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. സോ ഒരു ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 160 മീറ്റർ ആണ്. മറ്റേ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ഓക്കെ, ദെൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 48 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 48 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 52 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം ടേക്കൺ ടു ക്രോസ് ഈച്ച് അതർ, രണ്ടുപേരും പരസ്പരം ക്രോസ് ചെയ്യാൻ വേണ്ട ടോട്ടൽ ടൈം എത്രയാണ് കണ്ടുപിടിക്കാവോ നോക്കി. നമ്മൾ അപ് സ്ട്രീം പോയിന്റിലേക്ക് പോയതും ഡൗൺ സ്ട്രീം പോയിന്റിലേക്ക് പോയ ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അതായത് ഇവിടെ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? ഓക്കെ, ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ സ്പീഡ് കൂടുമോ, ക്രോസ് ചെയ്യാൻ സ്പീഡ് കുറയുമോ? രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. പെട്ടെന്ന് ക്രോസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ സെയിം ഡയറക്ഷനിൽ പോകുന്ന ഒരു ഓവർടേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം പോലെ ഒരുപാട് ടൈം എടുക്കും? മനസ്സിലായില്ല ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു വണ്ടി പോവുകയാണ്, നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്നവർ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്ത് പോവില്ലേ? അതായത് രണ്ട് വണ്ടിയുടെ വേഗതയും ആഡ് ചെയ്യപ്പെടും. അതേസമയം ഒരേ ഡയറക്ഷനിലാണെങ്കിലോ, നമ്മുടെ പുറകിൽ നമ്മുടെ മുമ്പിൽ കയറാൻ വരുന്ന വണ്ടിയാണെങ്കിലോ നമ്മുടെ വേഗത കാരണം അവരുടെ വേഗത കുറയും. ഇതാണ് സിറ്റുവേഷൻ. സോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ട് വണ്ടികളുടെ സ്പീഡും ആഡ് ചെയ്യപ്പെടും. 48 + 50, അതായത് 52, അതായത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് റിലേറ്റീവ് സ്പീഡ്. സ്പീഡ് അത്രയും കൂടും. ലെങ്തോ? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ട്രെയിനിന്റെയും ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 160 + 200. അപ്പൊ എത്ര ടൈം എടുക്കും ക്രോസ് ചെയ്യാൻ? ടൈം എന്ന് പറയുന്നത് 360 മീറ്റർ ആണ് ടോട്ടൽ വരുന്നത്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? 360 മീറ്റേഴ്സ് ആണ്. ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് 3.6 സെക്കൻഡ്സ്. 3.6 സെക്കൻഡ് കൊണ്ട് ഇത് ക്രോസ് ചെയ്യും. മനസ്സിലായോ? Yes. അടുത്ത ഏരിയ റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ദി പെർസെൻറ്റേജ് ഓഫ് ദി ഫാദർ ഈസ് twice that of the elder son. 10 years hence, the age of father will be 3 times that of the younger son. If the difference in ages of two sons is 15 years,
ദി പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ്, നമുക്ക് കുറച്ച് ക്ലൂകളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, പ്രസന്റ് ഏജ് ഓഫ് ഫാദർ എന്ന് പറയുന്നത് ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് എൽഡർ സൺ, എൽഡർ സണ്ണിന്റെ ഏജിനേക്കാൾ ഇരട്ടിയാണ്. 10 years hence, 10 വർഷങ്ങൾ കഴിയുമ്പോൾ ഏജ് ഓഫ് ഫാദർ വിൽ ബി 3 times ഓഫ് ദി യങ്ങർ സൺ, യങ്ങർ സണ്ണിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയായിട്ട് മാറും. ഇഫ് ദി ഡിഫറൻസ് ഇൻ ഏജസ് ഓഫ് 2 സൺസ് ഈസ് 15 years, പ്രസന്റ് ഏജ് ഓഫ് ഫാദർ എത്രയാണ്? കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എവിടെയൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വഴി ചെയ്തു പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ഫാദറുടെ ഏജ് ആണ്, പ്രസന്റ് ഏജ് ആണ്. സോ ഫാദറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 110 years ആണെങ്കിൽ, 110 years ആണെങ്കിൽ എൽഡർ സണ്ണിന്റെ ഏജ് എത്രയായിരിക്കും? എൽഡർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 110 yearsന്റെ പകുതിയാണ്. ബിക്കോസ് ഫാദറിന്റെ ഏജ് ഇരട്ടിയാന്ന് പറയുമ്പോൾ 110 yearsന്റെ പകുതിയാണ് എൽഡർ സണ്ണിന്റെ ഏജ്. ഓക്കെ, ദെൻ അടുത്ത ക്ലൂ എന്താണ്? 10 years hence, 10 വർഷം കഴിയുമ്പോൾ. 10 years hence, 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എത്രയാവും? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 110 നിന്നും 10 കൂടി ആഡ് ചെയ്യും, 120 ആകും. ഓക്കെ, ദി ഏജ് ഓഫ് ഫാദർ വിൽ ബി 3 times ദാറ്റ് ഓഫ് യങ്ങർ സൺ. അപ്പോ യങ്ങർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 വർഷങ്ങൾക്ക് ശേഷമുള്ള സിറ്റുവേഷൻ ആണേ. 10 വർഷങ്ങൾക്ക് ശേഷം ഫാദറിന്റെ ഏജ് 120 ആവും. അപ്പോൾ യങ്ങർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 120 divided by 3, ദാറ്റ് വിൽ ബി 40. ഓക്കെ, അപ്പോൾ യങ്ങർ സണ്ണിന്റെ ആൻസർ നിങ്ങൾ നോക്കിയിട്ട് 15 ഡിഫറൻസ് വരുന്നത് ഇതാണ് റൈറ്റ് ആൻസർ എന്ന് ചിന്തിക്കരുത്. ഈ എഴുതിയിരിക്കുന്നത് 10 വർഷം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ ആണ്. യങ്ങർ സണ്ണിന്റെ പ്രസന്റ് ഏജ് എത്രയാണ്? പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 40 നിന്നും 10 വർഷം കഴിഞ്ഞിട്ടാണ് 40. ഇപ്പോൾ എന്ന് പറയുന്നത് 40 - 10 ആണ്, അതായത് 30 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. ആസ് പെർ 110 ആണ് ഫാദറിന്റെ ഏജ് എങ്കിൽ. അപ്പോൾ ഡിഫറൻസ് നോക്കുക, മാച്ച് ചെയ്യുന്നുണ്ടോന്ന്. ഡിഫറൻസ് എത്രയാണ്? 55 എൽഡർ സണ്ണിന്, 30 യങ്ങർ സണ്ണിന്. സോ ഡിഫറൻസ് പറയുന്നത് 25 ആണ്. നമ്മളുടെ ആൻസറിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് 15 ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. 70 year ആണ് ഫാദറിനെങ്കിൽ എൽഡർ സണ്ണിന് അപ്പോൾ 35 വയസ്സാണ്. യങ്ങർ സണ്ണിന് 10 വർഷങ്ങൾ കഴിഞ്ഞ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 80 years ആയിരിക്കും. 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 80 years ആയിരിക്കും. യങ്ങർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 80 divided by 3. 80 divided by 3 വരുമ്പോൾ ഒരു പോയിന്റ് അവിടെ വരുന്നുണ്ട്, ഇഗ്നോർ ഇറ്റ്. നമുക്ക് അവസാനം ചെയ്ത് നോക്കാം. പോയിന്റ് വരുന്നൊക്കെ അവിടെ കിടക്കട്ടെ. ദെൻ അടുത്തത് 60 years ആണെങ്കിൽ, 60 വയസ്സാണെങ്കിൽ എൽഡർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 30 ആണ്. ഫാദറിന്റെ ഏജ് 10 വർഷങ്ങൾ കഴിയുമ്പോൾ 70 years ആകും. യങ്ങർ സണ്ണിന്റെ ഏജ് 70 divided by 3. 70 divided by 3 ചെയ്യാൻ അവിടെയും ഒരു പോയിന്റ് വരുന്നുണ്ട്, അത് അവിടെ നമുക്ക് പെൻഡിങ് വെച്ചേക്കാം. അവസാനമായിട്ട് 50 years ആണ് ഫാദറിന്റെ ഏജ് എങ്കിൽ എൽഡർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 25 years ആണ്. ഓക്കെ, ദെൻ 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാവും? 60 years ആവും. യങ്ങർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് അതിന്റെ 1/3 ആണ്. 1/3 എന്ന് പറയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ യങ്ങർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടി 10 വർഷം കുറയ്ക്കുക, യു വിൽ ഗെറ്റ് 10. ഓക്കെ, സോ എൽഡർ സണ്ണിന്റെ ഏജ് 25 ആണ്, യങ്ങർ സണ്ണിന്റെ ഏജ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡിഫറൻസ് കിട്ടിയല്ലോ. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. കിട്ടിയോ? Yes, sir. ശരി. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആ ഓപ്ഷൻസ് വഴി അങ്ങ് പോകുന്നതാണ് നല്ലത്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതിലെവിടെയെങ്കിലും പോയിന്റ് ഒക്കെ വരുമെന്നറിയില്ല. ഏജിന്റെ കേസിലൊക്കെ പോയിന്റ് വരുവാണെങ്കിൽ അത് തൽക്കാലത്തേക്ക് വെയിറ്റ് വെച്ച് ചെയ്യുക. ബാക്കി ഒന്നിനും കിട്ടുന്നില്ലെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് 2 men ഈസ് 10 years. 15 years ago, the elder one was twice as old as the younger one. The present age of the elder man is. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ഇപ്പോൾ നിലവിൽ രണ്ടുപേരുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 10 വർഷമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് എൽഡർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ വാസ് twice as old as യങ്ങർ വൺ. യങ്ങറിന്റെ ഇരട്ടിയായിരുന്നു എൽഡർ വണ്ണിന്റെ ഏജ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് എത്രയാണ്? എൽഡർ മാന്റെ പ്രസന്റ് ഏജ് എത്രയാണ്?
ഓക്കെ, ഓപ്ഷൻ ബി എന്ന് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. One second. ഓക്കെ, സി ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് ടു മെൻ ഈസ് 10 ഇയർ. 10 വർഷങ്ങളുടെ ഡിഫറൻസ് ആണുള്ളത്. 15 വർഷങ്ങൾക്ക് മുമ്പ് എൽഡർ മാന്റെ ഏജ് എന്ന് പറയുന്നത് യങ്ങർ വണ്ണിനേക്കാൾ ഇരട്ടിയായിരുന്നു. സോ 25 എൽഡറിന്റെ ഏജ് എന്ന് പറയുന്നത് 25 ആണെങ്കിൽ യങ്ങർ മാന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? യങ്ങർ മാന്റെ ഏജ് എന്ന് പറയുന്നത് 10 വയസ്സ് ഡിഫറൻസ് ആണുള്ളത്. സോ 15 ആയിരിക്കും. 15 വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. സോ 15 ഇയേഴ്സിന് മുമ്പുള്ള സിറ്റുവേഷൻ നോക്കി എൽഡർ, യങ്ങർ. 15 ഇയേഴ്സിന് മുമ്പ് എൽഡർ എന്ന് പറയുന്നത് 10 വയസ്സാണ്, യങ്ങർക്ക് ഏജ് ഇല്ല. സോ അതല്ല ഓപ്ഷൻ, ഇഗ്നോർ ചെയ്യുക. രണ്ടാമതായിട്ട് 35 ഇയേഴ്സ് ആണെങ്കിൽ യങ്ങർ വണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 25 ഇയേഴ്സ് ആണ്. 15 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റുവേഷൻ, 15 വർഷങ്ങൾക്ക് മുമ്പ് എൽഡർ വണ്ണിന് 20 ഇയേഴ്സും യങ്ങർ വണ്ണിന് 10 ഇയേഴ്സും ആണ്. സോ ഇരട്ടിയാവുന്നുണ്ട്. റൈറ്റ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മാൻ ഈസ് 30 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് സൺ. 5 ഇയേഴ്സ് എഗോ ഹിസ് ഏജ് വാസ് 6 times ദി ഏജ് ഓഫ് ഹിസ് സൺ. ദി ഏജ് ഓഫ് ഹിസ് സൺ ഈസ്, കണ്ടുപിടിക്കും. ആൻസർ കിട്ടിയോ? ഓപ്ഷൻ 1. ഓക്കെ. സോ എ മാൻ ഈസ് 30 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് സൺ. 30 വയസ്സിന് മൂത്താന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഇയേഴ്സ് എഗോ ഹിസ് ഏജ് വാസ് 6 times ദി ഏജ് ഓഫ് ഹിസ് സൺ. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ ഏജ് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്? സണ്ണിന്റെ ഏജ് വെച്ച് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 10 വയസ്സാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏജ് നമുക്ക് നോക്കാം. 5 ഇയേഴ്സ് എഗോ, 5 വർഷങ്ങൾക്ക് മുമ്പ് ഏജ് പറയുന്നത് എത്രയാണ്? ബിഫോർ ദാറ്റ് നമുക്ക് ആദ്യത്തെ ക്ലൂ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ അല്ലെ. ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സ് കൂടുതലാണ്. സോ 40 ആയിരിക്കും. ദെൻ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റുവേഷൻ, 5 ഇയേഴ്സ് എഗോ ഹിസ് ഏജ് വാസ് 6 times ദി ഏജ് ഓഫ് ഹിസ് സൺ. 5 വർഷങ്ങൾക്ക് മുമ്പ് സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് 5 വയസ്സായിരിക്കും. ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് 35 വയസ്സാണ്. അതായത് 6 times അല്ല, ഇത് 7 times ഡിഫറൻസ് വരുന്നുണ്ട്. സോ റൈറ്റ് ആൻസർ അല്ല. രണ്ടാമത്തെ 11 വർഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സണ്ണിന്റെ ഏജ് 11 ആണെങ്കിൽ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 41. ഓക്കെ. ദെൻ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റുവേഷൻ, സണ്ണിന്റെ ഏജ് 6 വയസ്സും
ഫാദറിന്റെ എന്ന് പറയുന്നത് 36 വയസ്സും ആയിരിക്കും. 5 വർഷം കുറയ്ക്കണം. സോ സി 6 ഇൻറ്റു 6, 6നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുന്നത്. അതായത് 6 ഇരട്ടിയാണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. റൈറ്റ്, ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ആൻസർ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ബാഗ് there are coins of 5 paise, 10 paise and 25 paise in the ratio of 3:2:1. If there are 60 rupees to 60 total, how many 5 paise coins are there? ഓക്കെ, നമുക്കറിയാവുന്നതാണ്. തന്നിരിക്കുന്നത് 5 പൈസ, ദെൻ 10 പൈസ ആൻഡ് 25 പൈസ. ഈ പൈസകളുടെ എന്തോന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, അതായത് ഇതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. അതായത് ഇതിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 3x:2x:1x. അതാണ് ഇവ തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 60 രൂപയാണ് ടോട്ടൽ ഉള്ളത്. ബാക്കി ഉള്ളതെല്ലാം 5 പൈസ, 10 പൈസ, 25 പൈസ, എല്ലാം പൈസയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. 60 രൂപ ടോട്ടൽ ഉണ്ട്. സോ ഒരു 1 റുപ്പി എന്ന് പറയുന്നത് എത്ര പൈസ ആയിരിക്കും? 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ 100 പൈസയാണ്. സോ 60 പൈസ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 60 ഇൻറ്റു 100. സോ 6000 പൈസയാണ് ടോട്ടൽ ഉള്ളത്. ഞാൻ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ യു ക്യാൻ സി 6000 പൈസയാണ് ടോട്ടൽ ഉള്ളത്. ആ പൈസ നമ്മളുടെ ഇൻഫർമേഷൻ വെച്ചിട്ട് 5 പൈസയുടെയും 10 പൈസയുടെയും 25 പൈസയുടെയും കോയിൻസ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കോയിൻസ് ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അവയുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3x, 5 പൈസയുടെ 3x, ദെൻ 10 പൈസയുടെ 2x, ദെൻ 25 പൈസയുടെ 1x. ഈ റേഷ്യോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 6000 പൈസ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ മീനിങ്? ക്യാൻ സേ 5 പൈസ ഇൻറ്റു 3x. Okay, 5 paise into 3x plus 10 paise into 2x plus 25 paise into x equal to 6000 പൈസ. ഇതാണല്ലോ നമുക്ക് അറിയാവുന്നത്. ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് 6000 പൈസ കിട്ടുന്നത്. ഓക്കെ, സോ സോൾവ് ചെയ്യാം. സോ 5 into 3 that is 15x plus 10 into 2 20x plus 25 into x 25x equal to 6000. എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ യു ക്യാൻ സേ 15 plus 20 plus 25 that is 25 60 60x 60x equal to 6000. 60x equal to 6000 കിട്ടി. x equal to എത്രയായിരിക്കും? 6000 divided by 60. That will be 100. x എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമുക്ക് എന്താ അറിയാവുന്നത്? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്ര 5 പൈസ കോയിൻസ് ആണ് ഉള്ളതെന്നാണ്. 5 പൈസ കോയിൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 പൈസ എന്ന് പറയുന്നത് 3x ആണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 5 പൈസ എന്ന് പറഞ്ഞാൽ 3x ആണ്. സോ 3x ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ 100 5 പൈസ കോയിൻസ് എത്രയുണ്ട്? 3 into 100. You will get 300. ഇതാണ് 5 പൈസ കോയിൻസിന്റെ കൗണ്ട്. സ്റ്റെപ്സ് നോക്കുക, അതേപോലെ ചെയ്യാം.
ക്ലിയർ ആയോ? മനസ്സിലായോ? പറയൂ. Yes. ശരി, Yes, sir. ഓക്കെ, ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 180.50 ഈസ് 36.1? നിങ്ങൾ ചെയ്തു പറയും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. $180.50 എത്ര പെർസെൻറ്റേജ് ആണ്? 36.1. ശരി, റൈറ്റ്. സോ ജസ്റ്റ് നോക്കുക. അതായത് നമ്മൾ നോർമലി ചെയ്യാറുള്ള രീതിയിൽ ഇത് റൈറ്റ് അവേ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 180.50 10% എന്ന് പറയുന്നത് എത്രയാണ്? Can see 18.05. ദെൻ ഒരു 10% കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഗെയിൻ 18.05. സോ 18.05 പ്ലസ് 18.05 36.1. എക്സാക്ട് ഫിഗർ നമുക്ക് കിട്ടും. റൈറ്റ് ആൻസർ ഈസ് 20. നമുക്ക് അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരുത്തിയിട്ട് തെറ്റിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതാണോ എന്നുള്ള ഡൗട്ട് തോന്നും. അല്ല, എക്സാക്ട് ഫിഗർ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ 36.1 എന്ന് പറയുന്നത് ഇതിന്റെ 20% ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. If 30 men can do a piece of work in 27 days, in what time can 18 men do another piece of work that is 3 times bigger? 30 മെന്ന് ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാവുന്നത് 27 ഡേയ്സ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ in what time can 18 men do another piece of work that is 3 times bigger? കണ്ടുപിടിക്കാൻ പറ്റൂ? ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 30 മെന്നിന് 27 ദിവസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ മാൻ ഡേയ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ മാൻ ഡേയ്സ്. ഒരാളാണെങ്കിൽ എത്ര ദിവസം വേണം? 30 പേർക്ക് 27 ദിവസമാണ് വേണ്ടത്. ഒരാളാണെങ്കിൽ 30 × 27. ഓക്കെ. സോ നിലവിൽ വർക്ക് ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? In what time 18 men can do the piece of work, another piece of work which is 3 times bigger? നിലവിലുള്ള വർക്ക് ലോഡ് എന്ന് പറയുന്നത് ന്യൂ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഇതിന്റെ 3 ടൈംസ് ആണ്. സോ 30 × 27 × 3. ഇതാണ് പുതിയ വർക്ക് ലോഡ്. എത്ര പേരുണ്ട്? സോ ടൈം റിക്വയർഡ് ഫോർ 18 men അല്ലേ? 18 പേർക്ക് എത്ര ദിവസം വേണ്ടി വരും? 30 × 27 × 3 ഡിവൈഡഡ് ബൈ 18. സോ ഒരാളാണെങ്കിൽ ഇത്രയും ദിവസം വേണം. 18 പേരുണ്ടെങ്കിൽ അതിന് 18 കൂടി ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും ആൻസർ? സോ 5 × 27, 270യുടെ പകുതി 135. 135 ഡേയ്സ്. കണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ചെയ്ത വേഗം നിങ്ങൾ നോക്കുക കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം 30 മേൻ, അവർക്ക് 30 പേരുണ്ടെങ്കിൽ 27 ദിവസം എടുക്കും. അപ്പോൾ ഒരാൾക്ക് എത്ര ദിവസം വേണം? അതിനാണ് മാൻഡേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഒരാൾക്ക് എന്ന് പറയുമ്പോൾ 30 × 27 ദിവസം വേണം. ഒരാൾക്ക് 30 × 27 ദിവസമാണ് വേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് 3 ഇരട്ടിയാണ്. സോ 30 × 27 × 3 ഇരട്ടി ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? ഒരാളല്ല ഉള്ളത്, 18 പേരുണ്ട്. സോ 18 ഡിവൈഡ് ചെയ്തു. അൾട്ടിമേറ്റ്ലി ആൻസർ എന്ന് പറയുന്നത് 30 × 27 × 3 ഡിവൈഡ് ബൈ 18. അത് നമുക്ക് 135 ഡേയ്സ് എന്ന് കിട്ടും. സോ ദാറ്റ്സ് യുവർ ആൻസർ. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ. എ സർട്ടൻ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമംഗ് A, B, and C such that
For each rupee, A has 65 paise and C has 40 paise. If C's share, sorry, ഇവിടെ ചെറിയ എറർ ഉണ്ടല്ലോ, റെക്ടിഫൈ ചെയ്തില്ല. For each rupee of A, B has, അങ്ങനെയാക്കണേ, for each rupee of A, B has 65 paise and C has 40 paise. If C's share is rupees 8, find the sum of money. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 3 പേരാണ് A is to B is to C എന്ന് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അറിയാം എക്ക് 1 രൂപയാണ്. 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസ കിട്ടുമ്പോൾ ബിക്ക് എത്ര പൈസ കിട്ടും? 65 പൈസ കിട്ടും. സിക്ക് 40 പൈസ കിട്ടും. ഇതാണ് അവർ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ഇതിനൊന്ന് ചെറുതാക്കിയാൽ 100, 65 ആൻഡ് 40 കോമൺ ആയിട്ട് 5 പോകുമല്ലോ. 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 20. 100 divided by 5 is 20. 65 divided by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 13. 40 divided by 5 എന്ന് പറഞ്ഞാൽ that is 8. ഓക്കെ, 20 is to 13 is to 8 എന്നാണ് ഉള്ളതാണ് അവരുടെ റേഷ്യോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ എന്ന് പറയുന്നത് ₹8 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോ പ്രകാരവും സിയുടെ ഷെയർ 8 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി സം ഓഫ് മണി. കണ്ടുപിടിക്കാവോ? സിയുടെ ഷെയർ എത്രയാണ്? ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 20, 33, 41. സിയുടെ ഷെയർ എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ 41 ആണ്. അതാണ് 8 റുപ്പീസ് ആണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഈക്വൽ ടു സിയുടെ ഷെയർ ആയിട്ടുള്ള 8 ഇൻറ്റു 41 ഡിവൈഡഡ് ബൈ 8 വിൽ ഗെറ്റ് 41 റുപ്പീസ്. അത് എക്സാക്ട്ലി 8 തന്നെ ആയതുകൊണ്ടാണ് 41 റുപ്പീസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, സി ദാറ്റ്സ് റൈറ്റ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? Yes. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ഓഫ് എ ഈസ് 60% ഓഫ് ഇൻകം ഓഫ് ബി. If income of B is rupees 15,000, then what is the income of A? ഇതൊക്കെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും. സി. ഓക്കെ, അതായത് ഇവിടെ ഡയറക്ട്ലി വന്നിരിക്കുകയാണ്. എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിന്റെ 60%. എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിന്റെ 60%. ബിയുടെ ഇൻകം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 15,000 ആണ്. 15,000 60% കണ്ടുപിടിച്ചാൽ പോരെ. 15,000ന്റെ 50% എന്ന് പറയുന്നത് 15,000ന്റെ പകുതിയാണ്, 7,500. 10% എന്ന് പറയുന്നത് 1,500. 7,500ഉം 1,500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 9,000. ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇൻകം ഓഫ് എക്സ് ഈസ് 25% more than that of income of y, calculate by how much percentage income of y is less than that of income of x. ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കി. ഇൻകം ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് 25% മോർ ദാൻ ഇൻകം ഓഫ് വൈ. വൈയുടെ ഇൻകത്തേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ ഇൻകം എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ഇൻകം ഓഫ് വൈ ഈസ് എത്ര പെർസെൻറ്റേജ് എക്സിന്റെ ഇൻകത്തേക്കാൾ കുറവാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ ശ്രമിക്കും.
ഓക്കെ ഫൈൻ. ഓക്കെ, റൈറ്റ് അവേ നമ്മൾ നിങ്ങൾ എത്രയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ആൻസർ നോക്കിയില്ല കേട്ടോ, 5 എന്നൊക്കെ പറഞ്ഞു. ഓപ്ഷൻ സി ആണോ? ആണോ? തിങ്ക്. ഇമാജിൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഓഫ് എക്സ് ഈസ് 25% മോർ ദാൻ ഇൻകം ഓഫ് വൈ എന്നല്ലേ. അപ്പൊ വൈയുടെ ഇൻകം നിങ്ങൾ അസ്യൂം ചെയ്യുക, വൈസ് ഇൻകം 100 ആണെങ്കിൽ എക്സിന്റെ ഇൻകം എത്രയാണ്? എക്സിന്റെ ഇൻകം എന്ന് പറയുന്നത് 25% കൂടുതലാണ്. ദാറ്റ് മീൻസ് 125, റൈറ്റ്? നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ പറയുന്ന വൈയുടെ ഇൻകം എക്സിന്റെ ഇൻകത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ് ഇൻകം. വൈയുടെ ഇൻകം എക്സിന്റെ ഇൻകത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണെന്നാണ്. അപ്പോൾ എത്രയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? 25ആണ്. എക്സിന്റെ ഇൻകം എന്ന് പറയുന്നത് 125 ആണ്. അതായത് 25 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100. Okay, you'll get 5, that is 20%, not 25%. ശ്രദ്ധിക്കുക കേട്ടോ, രണ്ടും ഒന്നാണെങ്കിൽ അവരത് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളവിടെ ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന പ്രകാരം നമ്മളൊന്ന് ഒരു നമ്പറിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം വൈയുടെ ഇൻകം എന്ന് പറയുന്നത് 100 അതിനേക്കാൾ 25% കൂടുകയാണെങ്കിൽ 125 എക്സിന്റെ ഇൻകം. ഇനി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വൈയുടെ ഇൻകം എക്സിന്റെ ഇൻകത്തേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ്? എക്സിന്റെ ഇൻകത്തിന്റെ എത്ര പെർസെൻറ്റേജ് കുറവാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ ഇൻകത്തേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കണ്ടുപിടിക്കുന്നത്? 25 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. യു വിൽ ഗെറ്റ് 20%. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പ്ലീസ് പറയൂ. ഓക്കെ ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സാമിനേഷൻ സ്റ്റുഡൻറ് സ്കോർഡ് 50% of maximum mark and yet failed by 15 marks. If he had scored 10% more than what he scored, then he would have just managed to get the pass percentage. What is the maximum mark for the paper? ഓക്കെ, ടോട്ടൽ മാർക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ടോട്ടൽ മാർക്കിൽ ഈ ഇൻഡിവിജ്വല് എത്ര സ്കോർ ചെയ്തു? 50% സ്കോർ ചെയ്തു. എന്നിട്ടും 15 മാർക്കിൽ തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ 10% കൂടുതൽ സ്കോർ ചെയ്തിരുന്നെങ്കിൽ ആ പാസ് മാർക്ക് കിട്ടിയേനെ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ മാക്സിമം മാർക്ക്? ഓപ്ഷൻസിൽ നിന്ന് ചെയ്ത് തുടങ്ങാം കേട്ടോ, അതാ എളുപ്പം. ഓപ്ഷൻസിൽ നിന്ന് ചെയ്ത് നോക്കുക ഏതായിരിക്കും മാച്ച് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഓരോ ക്ലൂവിനും എന്ന് മാച്ച് ചെയ്തൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓപ്ഷൻ സി ആണോ? ഓക്കെ, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സി, നമ്മുടെ ഇപ്പൊ 200 ആണ് റൈറ്റ് ആൻസർ എങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ടോട്ടൽ മാക്സിമം മാർക്സ് ആണ്. 200 ആണ് മാക്സിമം മാർക്ക് എങ്കിൽ സ്റ്റുഡന്റ് സ്കോർ ചെയ്തത് 50% ആണ്. 50% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും സ്കോർ ചെയ്തത്? 200 50%, that will be 100. Then അതിനുശേഷവും yet failed by 50 മാർക്ക്. അങ്ങനെയാണെങ്കിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 മാർക്കിന് തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത്
115 ആയിരിക്കണം. ദെൻ ഇഫ് ഹി ഹാഡ് സ്കോർഡ് 10% മോർ, 10% കൂടുതൽ സ്കോർ ചെയ്തിരുന്നെങ്കിൽ ദെൻ ഹി വുഡ് ഹാവ് മാനേജ് ടു ഗെറ്റ് ദി പാസ് മാർക്ക്. അപ്പോൾ അദ്ദേഹം സ്കോർ ചെയ്തതിനേക്കാൾ 10% കൂടുതൽ സ്കോർ ചെയ്തിരുന്നെങ്കിൽ 115 എത്തും. 10% എന്ന് പറയുന്നത് 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടുന്നത് 110 മാർക്ക് മാത്രമാണ്. സോ 115 കിട്ടേണ്ടത്, 110 കിട്ടുന്നുള്ളൂ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റോങ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 300 ആണെങ്കിൽ അദ്ദേഹം സ്കോർ ചെയ്തത് അതിന്റെ പകുതിയാണ്, 150 മാർക്കാണ് സ്കോർ ചെയ്തത്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്ക് കൂടി കുറവായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 165. ദെൻ 10% കൂടി സ്കോർ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം പാസ്സായേനെ. സോ 150ന്റെ 10% എന്ന് പറഞ്ഞാൽ 15. 150നോട് ഈ 15 ആഡ് ചെയ്യുമ്പോൾ 165 കിട്ടുന്നുണ്ട്. റൈറ്റ്. സോ രണ്ട് സ്ഥാനത്ത് 165 വന്നിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ബാസ്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് 60% ആർ മാംഗോസ് ആൻഡ് ദ റിമൈനിങ് ആർ ആപ്പിൾസ്. 60% മാംഗോസും ബാക്കിയുള്ളത് ആപ്പിൾസും ആണ്. ഇൻ ദാറ്റ് 25% ഓഫ് ആപ്പിൾസ് ആർ ഗ്രീൻ ആൻഡ് റെസ്റ്റ് ആർ റെഡ്. 25% ഗ്രീനും ബാക്കി റെഡുമാണ്. ഓഫ് ദി മാംഗോസ് 80% ആർ റെഡ് ആൻഡ് ദി റെസ്റ്റ് ആർ ഗ്രീൻ. 80% റെഡും ബാക്കി ഗ്രീനുമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ് ആർ മാംഗോസ്? എത്ര പെർസെൻറ്റേജ് ഗ്രീൻ ഫ്രൂട്ട്സ് ആണ് മാംഗോസ് ആയിട്ടുള്ളത്? കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ടോട്ടൽ ഫ്രൂട്ട്സിന് എത്രയായിട്ട് അസ്യൂം ചെയ്യണം? 60% എന്നൊക്കെയല്ലേ പറയണത്. അപ്പോൾ ടോട്ടല് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ബാസ്കറ്റിലുള്ള ടോട്ടൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ അതിന്റെ 60% മാംഗോസ് ആണ്, ബാക്കിയുള്ളത് ആപ്പിൾ ആണ്. ദെൻ അതിൽ 25% ആപ്പിൾസ് ഗ്രീൻ ആണ്, ബാക്കിയുള്ളത് റെഡ് ആണ്. മാംഗോസിൽ 80% റെഡ് ആണ്, ബാക്കിയുള്ളത് ഗ്രീൻ ആണ്. ഇത്രയുമാണ് ക്ലൂ. സോ ഓരോന്നായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ചെയ്യാം. സി, ടോട്ടൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 100 ആണെന്ന് അസ്യൂം ചെയ്യാം. ബാസ്കറ്റിൽ ടോട്ടൽ 100 ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ 60% മാംഗോസും ബാക്കിയുള്ളത് ആപ്പിളും ആണ്. സോ മാംഗോസ് ആൻഡ് ആപ്പിൾസ്. 60% എന്ന് പറയുമ്പോൾ 60 എണ്ണം മാംഗോയും 40 എണ്ണം ആപ്പിളും ആണ്. ദെൻ ഓഫ് ദാറ്റ് 25% ഓഫ് ആപ്പിൾസ് ആർ ഗ്രീൻ. ആപ്പിൾസിൽ 40 എണ്ണത്തിൽ 25% ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ 10 എണ്ണം ഗ്രീൻ ആണ്. 40ന്റെ 25% കണ്ടുപിടിക്കുക. യു വിൽ ഗെറ്റ് 10. ഗ്രീൻ എന്ന് പറയുന്നത് 10 ആണ്. റെഡ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന 30 എണ്ണം. 30 എണ്ണം റെഡ് ആണ്. ദെൻ മാംഗോസിൽ ഓഫ് മാംഗോസ് 80% ആർ റെഡ്. മാംഗോസിൽ റെഡ് എന്ന് പറയുന്നത് 60ന്റെ 80% ആണ്. സോ 6 into 8 വിൽ ഗെറ്റ് 48. 48 റെഡ് ആണ്. ദെൻ റെസ്റ്റ് ആർ ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 എണ്ണം ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് ഓരോന്നും ഇതേപോലെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ് ആർ മാംഗോസ്? അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ഫ്രൂട്ട്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് മാംഗോ ആവുന്നത്? എത്ര ഗ്രീൻ ഫ്രൂട്ട്സ് ഉണ്ട്? ടോട്ടൽ ഗ്രീൻ ഫ്രൂട്ട്സ് എത്രയാ? ഗ്രീൻ ആയിട്ട് മാംഗോസ് 12 എണ്ണം ഉണ്ട്. ഗ്രീൻ ആയിട്ട് ആപ്പിൾ 10 എണ്ണം ഉണ്ട്. സോ 10 + 12
ദാറ്റ് വിൽ ബി 22. അതിൻ്റെ നമ്മൾ ചോദിച്ചിരിക്കുന്ന വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ് ആർ മാംഗോസ് എന്നാണ്. മാംഗോസ് എത്ര എണ്ണമുണ്ട്? 12 എണ്ണമാണ് മാംഗോ ഉള്ളത്. 12 എന്ന് പറയുന്നത് 22ന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 12 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 100. എത്ര ആൻസർ? 50% കൂടുതലാണ്. കിട്ടിയോ? ഗോട്ട് ഇറ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കിട്ടിയോ? എങ്ങനെയാ? ജസ്റ്റ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതർവൈസ് മറ്റേ മെത്തേഡ് യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. 22ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 12 എന്ന് കണ്ടുപിടിക്കണം. 22ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 12 എന്ന് അറിയണമെങ്കിൽ ഇതിന്റെ 50%, 50% എന്ന് പറയുന്നത് 11 ആണ്. ദെൻ 1% എടുത്തു കഴിഞ്ഞാൽ അത് 0.22 ആവുന്നുള്ളൂ. റൈറ്റ് അല്ലേ? 22ന്റെ 1% എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് മാറ്റുക, 0.22 ആവുന്നുള്ളൂ. അതായത് എന്തായാലും 2%, 3% ഒക്കെ ആഡ് ചെയ്താലും അത് 12 ആവുള്ളൂ. അപ്പൊ 3%-ന് മുകളിലാണ്. യു വിൽ ഗെറ്റ് 54.5. 4% ചെയ്താലും യു ഗെറ്റ് ഇറ്റ്. 0.22 അല്ലേ ആയുള്ളൂ. 20 പൈസയേ ഉള്ളൂ. 20 × 4 80 പൈസ ആവുള്ളൂ. സോ 80 പൈസ 4 എന്ന് പറയുന്ന കൺസെപ്റ്റ് അതെ. റൈറ്റ്. സോ 50 + 4% മുകളിലുണ്ട്. അത് ഇങ്ങനെ ചെയ്യുമ്പോഴും മനസ്സിലാക്കാം. ദാറ്റ്സ് അപ് ടു യു. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. റൈറ്റ് ആൻസറിലേക്ക് എത്തിയാൽ മതി. നൗ വിൽ ടേക്ക് എ ബ്രേക്ക്. ഒരു 8:15 ആകുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 2/3 of the residents in a housing society owns cars, and furthermore 1/2 of the car owners own Swift car, what is the percentage of residents own Swift car? ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് പ്രകാരം ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ 2/3 റെസിഡൻസിനാണ് കാർ ഉള്ളത്. അതിനകത്ത് 1/2 റെസിഡൻസിനാണ് സ്വിഫ്റ്റ് കാർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് റെസിഡൻസിനാണ് സ്വിഫ്റ്റ് കാർ ഉള്ളത്? ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. എങ്ങനെ ചെയ്യും?
ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. സോ ടോട്ടൽ നമ്പർ ഓഫ് റെസിഡൻസിനെ 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. 100 ആണെങ്കിൽ 2/3 ഓഫ് റെസിഡൻസിനാണ് കാർ ഉള്ളത്. സോ 100 into 2/3, 100 into 2/3, 2/3, you'll get 66.66 സംതിങ് എന്നുള്ളത് കിട്ടും. അത് അത്രയും പേർക്കാണ് കാർ ഉള്ളത്. ദെൻ ആ കാറിൽ തന്നെ സ്വിഫ്റ്റ് കാർ ഉള്ളവർ എത്ര പേർക്കാണ്? സ്വിഫ്റ്റ് കാർ ഉള്ളത് ഇതിന്റെ പകുതിയാണ്. അതിനെ പറഞ്ഞിരിക്കുന്നത് ഫർദർമോർ 1/2 ഓഫ് ദി കാർ ഓണേഴ്സ് ഓൺ എ സ്വിഫ്റ്റ് കാർ. ഹാഫ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ 66.66 divided by 2, you will get 33.33%. ബിക്കോസ് നമ്മളിവിടെ 100 എടുത്തിരിക്കുന്ന പെർസെൻറ്റേജ് ആയതുകൊണ്ട്. സോ പെർസെൻറ്റേജ് ഡയറക്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. 33.33 ആണ് റൈറ്റ് ആൻസർ. ഈസിയാണ്. കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? Any doubts? Clear, sir. ശരി. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 100 അസ്യൂം ചെയ്താൽ മതി. അതിന്റെ 2/3 എടുക്കുന്നു, ദെൻ അതിന്റെ പകുതി എടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 5% of the inhabitants of a village having died of malaria, a panic set in. During this, 20% of the remaining inhabitants left the village. The population is then reduced to 4,750. Find the number of original inhabitants. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു ഒറിജിനലി? സോ പറഞ്ഞിരിക്കുന്നത് ഒരു പാൻഡമിക് അല്ലെങ്കിൽ സോറി ഒരു മലേറിയ കാരണം ഒരു വില്ലേജിലെ 5% ഹാബിറ്റാറ്റ്സ് ആളുകൾ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ 20% ആളുകൾ ആ വില്ലേജ് വിട്ടുപോയി. ഓക്കെ, ദെൻ അതിനുശേഷം ബാക്കി 4750 പേരാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എത്ര പേരായിരുന്നു? നമുക്കിത് ഓപ്ഷൻസ് ചെയ്ത് നോക്കിയാൽ മതി. സോ തന്നിരിക്കുന്നത് പ്രകാരം 5000 ആണ് നമ്മളുടെ ടോട്ടൽ ഇൻഹാബിറ്റൻസ് എങ്കിൽ അതിൻ്റെ 5% മരണപ്പെട്ടു. ഡൈഡ് ആയത് മരണപ്പെട്ടത്. സോ ഈ 5000ന്റെ 5% ആണ്. 5000ന്റെ 5% എന്ന് പറയുമ്പോൾ 5000ന്റെ 10% 500 ആണ്. 5% എന്ന് പറയുമ്പോൾ 250 ആണ്. സോ 5000ൽ നിന്ന് 250 പോയി. ബാക്കി എത്രയുണ്ട്? 4750 ഉണ്ട്. ഇതിന്റെ 20% ആണ് നാട് വിട്ടുപോയത്. റൈറ്റ്? സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ 20% കഴിഞ്ഞിട്ട് 4750 ഉണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വച്ചുകൊണ്ടിരിക്കേണ്ട ഫസ്റ്റ് ഓപ്ഷൻ അല്ല റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 5250 ആയിരുന്നെങ്കിൽ അവിടെയും മരണപ്പെട്ടത് ഡെത്ത് ഹാപ്പൻ ചെയ്തത് 5%-ത്തിൻ്റെയാണ്. സോ ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 525. ദെൻ 212.5 എന്ന് കിട്ടും. അവിടെ പോയിന്റ് വരുന്നുണ്ട്. 212.5 എന്നുള്ള രീതിയിൽ വരും. ഇതാണ് 5%. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബിക്കോസ് അത് പോയിന്റ് വരുന്നൊരു സിറ്റുവേഷൻ ആണ്. ലെറ്റ് ഇറ്റ് ബി ദെയർ. നമുക്ക് 6250 ആണോ നോക്കാം. 6250 ആണെങ്കിൽ അതിന്റെ 5%, ഇവിടെ ആ ഒരു ഇഷ്യൂ വരും. എന്നാലും കാൽക്കുലേഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്യാം. 6250യുടെ 5% എന്ന് പറയുമ്പോൾ 10% 625 ആണ്. 5% എത്ര വരും? 312.5. റൈറ്റ്? അതിന്റെ പകുതി. സോ ഇതാണ് 5%. ഈ 5% ആളുകൾ പോയി. ബാക്കി എത്രയുണ്ട്? കുറച്ച് നോക്കുക. 6250യിൽ നിന്നും -312.5 എന്നുള്ളത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെയ്ത് നോക്കുക.
you'll get something around 5,900. Okay, that figure ചെയ്യണോ? ചെയ്യാം. 5 point, then 7, 3, 9, 5. ഇതാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം അതിന്റെ 20% റിമൈനിങ് ഇൻഹാബിറ്റൻസ് വില്ലേജ് വിട്ടുപോയി എന്ന് പറഞ്ഞു. ഇതിന്റെ 20% വില്ലേജ് വിട്ടുപോയി കഴിഞ്ഞാൽ എത്ര പേരുണ്ടാവും? ഓക്കെ, അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5,937.5 ആണ്. ഇതിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 593.75. ദെൻ വീണ്ടും ഒരു 10% നോക്കുക, 593.75. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 0.5.67, then 8, will get 1,117.50. 1,117.50. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 9, 8 ഇവിടുന്ന് കുറയ്ക്കുക, 0, then 7 in 7 പോയാൽ 0, പോയാൽ 2, you'll get 8, and this is 4. സോ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫിഗർ ആണ്. 4,750 എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കുക. 7,500 ആണെങ്കിൽ ഇത് പോയിന്റുകൾ വരുന്നത് നമ്മൾ അവസാനം ചെയ്താൽ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി മാത്രം. 7,500 ആണെങ്കിൽ 7,500ന്റെ 5%, പകുതി എന്ന് പറയുന്നത് 750 ആണ്. 750 ആണ് 10%. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 375. 375 പേരാണ് ഈ ഒരു മലേറിയ കാരണം മരണപ്പെട്ടത്. സോ 7,500ൽ നിന്ന് 375 പേര് പോയി കഴിഞ്ഞാൽ ബാക്കി 7,125, റൈറ്റ്? 7,500ൽ നിന്നും 375 കുറച്ച് കഴിയുമ്പോൾ ഇത് കിട്ടുന്നില്ലേ? 7,125 എന്ന് കിട്ടും. ഇതിന്റെ 20%. ഓക്കെ, ഇതിന്റെ 20% നിങ്ങൾ മൈനസ് ചെയ്യുമ്പോൾ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 712, 712. അത് 712, 712 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 424, അതായത് 1,425 കിട്ടും. 1,425 എത്ര പെർസെൻറ്റേജ്? 20%. അത് മൈനസ് ചെയ്ത് നോക്കി. നമുക്ക് അവിടെ കിട്ടുന്നത് 5,700 ആണല്ലേ? അതിന്റെ കാൽക്കുലേഷൻ എവിടെയെങ്കിലും എറർ വന്നിട്ടുണ്ടോ? ആൻസർ കിട്ടുന്നത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ഐ തിങ്ക് 6,250 തന്നെയായിരിക്കും. 6,250യുമായി ബന്ധപ്പെട്ട് കാൽക്കുലേഷൻ എറർ വന്നിട്ടുണ്ടോ എന്ന് നോക്കണേ. നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 6,250യിൽ നിന്നും നമ്മൾ 5% കുറച്ചു. 5% കുറച്ചപ്പോൾ 5,937 കിട്ടി. ഈ 5,937ന്റെ 20% ഞാൻ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ശരിയാണ്. കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. 87 ആണ്. ഓക്കെ, അതായത് ഇതിൽ നിന്നൊരു 80 കൂടി കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4,750 എന്ന് തന്നെ കിട്ടും. ഓക്കെ,
സോ ആ ഒരു കാൽക്കുലേഷൻ അവിടെ എഴുതി വെച്ചെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ശരിയല്ലേ? നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, മനസ്സിലായോ ആ ഒരു എറർ പറ്റിയത് എന്താന്ന്? ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മറ്റു മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ലൈക്ക് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഫിഗർ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയാലും മതി. അതായത് യു ക്യാൻ ഡു ലൈക്ക് ദിസ്. തന്നിരിക്കുന്നത് ആദ്യം 100% ഉണ്ടായിരുന്നു. ആ 100% 5% പോയി. സോ 95%. അതിനുശേഷം 95% 20%. 95% 20% എന്ന് പറഞ്ഞാൽ 9.5 + 9.5 ദാറ്റ് ഈസ് 19 പോയി. ബാക്കി 76, റൈറ്റ്? 20 പോകുമ്പോൾ 76 ആണ് വരുന്നത്. ഈ 76% ആണ് നമുക്ക് തന്നിരിക്കുന്ന 4750 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതി. 4750 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 76 ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ ഏത് മെത്തേഡ് വേണമെന്ന് തീരുമാനിച്ചു, അതനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻസ് വെച്ച് നോക്കുന്നത് കുറച്ചുകൂടി ഈസിയാണ് കമ്പാരിറ്റീവ്. ഇവിടെ പോയിന്റ് വന്നുകൊണ്ട് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. അതർവൈസ് ഓപ്ഷൻസിൽ നിന്ന് പോകുന്നതാണ് കുറച്ചുകൂടി നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. In a new budget, the price of petrol rose by 25%. By how much percent must a person reduce his consumption so that his expenditure on it does not increase? അതായത് ഒരു ബഡ്ജറ്റിനകത്ത് 25% പെട്രോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചർ അദ്ദേഹം എത്രമാത്രം കുറയ്ക്കണം? സെയിം എമൗണ്ടിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിന് കൂടുതൽ ബഡ്ജറ്റ് വരാതിരിക്കണമെങ്കിൽ എത്ര കൺസംഷൻ അദ്ദേഹം കുറയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് വൈയുടെയും എക്സിന്റെയും ഇൻകം വെച്ച് ചെയ്തപ്പോൾ കണ്ട അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രീവിയസ് പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അസ്യൂം ചെയ്യാം. പ്രീവിയസ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അസ്യൂം ചെയ്യണം. റൈസിന് മുമ്പുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്താ പറ്റിയത്? പെട്രോൾ പ്രൈസ് റൈസ് ചെയ്തു. സോ പുതിയ പെട്രോൾ പ്രൈസ് എത്രയാണ്? 125 ആയിട്ട് മാറി. ഓക്കെ, സോ എത്രമാത്രമാണ് എക്സ്പെൻഡിച്ചർ കൂടിയത്? എക്സ്പെൻഡിച്ചർ കൂടിയത് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതാം. ഇൻക്രീസ് ചെയ്തത് 25 രൂപയാണ്. അപ്പൊ 25 രൂപയാണ് ആ ഇൻഡിവിജ്വലിന്റെ കൺസംഷനകത്ത് 25 രൂപയാണ് കൂടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം പെട്രോൾ എക്സ്പെൻഡിച്ചർ അദ്ദേഹം കുറയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം? സോ പുതുതായിട്ട് അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്ത് വന്നിട്ടുള്ള 25 അഡീഷണൽ റുപ്പീസ് ആണ്. ഇനി പെട്രോൾ വാങ്ങിക്കണമെങ്കിൽ അദ്ദേഹത്തിന് 125 രൂപ പേ ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അതേ പാറ്റേൺ ഫോളോ ചെയ്യാം. 25 ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ പുതിയ പ്രൈസ് 125 ഇൻറ്റു 100 ചെയ്യാം. ഇതായിരിക്കും നമ്മളുടെ അത്രയും പെർസെൻറ്റേജ് നമ്മൾ കൺസംഷൻ കുറച്ചാലേ പഴയ എമൗണ്ടിൽ നിലനിൽക്കാൻ സാധിക്കും. എത്ര പെർസെൻറ്റേജ് വരും? സോ ദിസ് ഈസ് 5, ദിസ് ഈസ് 20. 20% കൺസംഷൻ കുറച്ചാൽ മാത്രമേ നമുക്ക് പഴയ ആ ഒരു എക്സ്പെൻഡിച്ചറിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. സോ
സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ജസ്റ്റ് നോക്കുക, ഈ ഒരു 25% പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യനിൽ നോർമലി 20 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതേപോലെ 20% വരുന്ന സിറ്റുവേഷനിൽ 25 വരാറുണ്ട്. ഗോ ത്രൂ ദാറ്റ്. അതൊരു പാറ്റേൺ എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് വൺ. If 152, if 152 is divided into 4 parts proportional to 3, 4, 5 and 7, then the smallest part is 152നെ 4 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ പ്രപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് പാർട്ട് എത്രയായിരിക്കും? ഇതിനകത്ത് സ്മോളസ്റ്റ് പാർട്ട് എത്രയാ? 3 എന്ന് പറയുന്ന ഈ പാർട്ടാണ്. പ്രപ്പോർഷൻ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 3:4:5:7 ആണ്. സോ എന്ത് കണ്ടുപിടിക്കണം? 152 ഇൻറ്റു 3 ഡിവൈഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുന്നത് 3 + 4 that is 7, 7 + 7 14 + 5 that is 19. എത്രയാന്ന് കണ്ടുപിടിച്ചാൽ മതി. Nineteen into 8 ആണ് 152. So 8 into 3 you will get 24. അപ്പോൾ ആ ചെറിയ പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. 152 എന്ന് പറയുന്ന ഒരു 152 രൂപയാണെന്ന് വിചാരിക്കുക. ഇതിനെ 4 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് 3:4:5:7 എന്ന് പറയുന്ന പാർട്ടുകളായിട്ടാണ്. അപ്പോൾ അതിനകത്ത് 3 പാർട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യണം? 152 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എത്രയാ? 19 ആണ് ഇവിടെ വരുന്നത്. 3 + 4 + 5 + 7 അതാണ് നമ്മുടെ ടോട്ടൽ. സോ യു വിൽ ഗെറ്റ് 24. ഇതാണ് സ്മോളസ്റ്റ് പാർട്ട്. ലാർജസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 152 ഇൻറ്റു 7/19 അതാണ് ലാർജസ്റ്റ് പാർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. Yes, sir. Next one. In a class, 20% of boys have blue eyes and 10% of girls have blue eyes. The ratio of boys to girls in the class is 4:3. Then what is the proportion of the students in the class having blue eyes? 20% ബോയ്സിനും 10% ഗേൾസിനും ബ്ലൂ ഐസ് ഉണ്ട്. അവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷൻ, ബ്ലൂ ഐസ് ഉള്ളവരുടെ പ്രപ്പോർഷൻ എന്താണ്? ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം നമ്പർ ഓഫ് റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾ ഇൻ ദി ക്ലാസ് എന്ന് പറയുന്നത് 4:3 ആണ്. ഓക്കെ, സോ റേഷ്യോ ബോയ് ഈസ് ടു ഗേൾ എന്ന് പറയുന്നത് 4:3 ആണ്. അതായത് യു ക്യാൻ സേ 4x:3x എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരു അസ്യൂം ചെയ്യാം, ബിക്കോസ് ഇവിടെ ഒരു 70 കാണുന്നത് കൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ 70 കാണുവാണെങ്കിൽ ഏകദേശം ക്യാൻ സേ ഒരു 70 ഒക്കെ ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങൾ നടത്താം. അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ നോക്കിയാൽ മതി. എനിവേ ഇത് 4:3 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എനിക്കത് 40:30 എന്ന് എഴുതിക്കൂടെ? കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയാണ് 40:30 എന്ന് എഴുതുന്നു. ഓക്കെ, so I can say 40x is to 30x.
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു 40x ബോയ്സും 30x ഗേൾസും ഉണ്ട്. സോ 70x ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നത്. ഓക്കെ, ദെൻ ദി നമ്പർ ഓഫ് ബോയ്സ് ഹാവിംഗ് ബ്ലൂ ഐസ് എത്രയാണ്? ബോയ്സ് ബ്ലൂ ഐസ് ഉള്ളത് 20% ആളുകൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 20%, 20% ഓഫ് ദി ബോയ്സ് ഹാവ് ബ്ലൂ ഐസ്. 40 ടോട്ടൽ എങ്കിൽ 40ന്റെ 20%. 20% ഓഫ് ബോയ്സ് ഹാവ് ബ്ലൂ ഐസ്. സോ 40 ഇൻറ്റു 40x എന്ന് എഴുതാൻ പ്രോബ്ലം ഇല്ല, ഇൻറ്റു 20%. ദാറ്റ് വിൽ ബി 8x. 40ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8ആണ്. സോ 8x എന്ന് കിട്ടും. ദെൻ ഗേൾസോ, ബ്ലൂ ഐസ് ഉള്ള ഗേൾസ് എന്ന് പറയുന്നത്, ഗേൾസിന്റെ നമ്പർ നമ്മളിവിടെ 30 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ബ്ലൂ ഐസ് ഉള്ള ഗേൾസ് എന്ന് പറയുന്നത് 30യുടെ 10% ആണ്. സോ 30x into 10%, you'll get 3x. Okay, so total number of boys, total number of students having blue eyes, blue eyes equal to എത്രയാ? 8x plus 3x, that will be 11x. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? നമ്മളത് 70x എന്ന് എഴുതി. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലൂ ഐസ് ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 11x ആയിട്ട് കണ്ടുപിടിച്ചു. റേഷ്യോ എത്രയായിരിക്കും? 11 ഡിവൈഡഡ് ബൈ 70. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എന്തിനു വേണ്ടിയാണ് 40 ആക്കിയത്, എന്തിനു വേണ്ടിയാണ് 30 ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി 20%ഉം 10% ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. 20%, 10% ഇപ്പോൾ 4ന്റെ 20% കണ്ടുപിടിക്കുമ്പോൾ പോയിന്റ് വരില്ലേ? ആ പോയിന്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഒരു റൗണ്ട് ഫിഗർ ആക്കിയത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്തത്, ഇത് 4:3 ആണ് ടോട്ടൽ ബോയ്സ് ടു ഗേൾസ് എന്നറിയാം. അതിനെ 4:3 എന്നതിന് പകരം നമ്മൾ 40:30 എന്ന് എഴുതി. 40യുടെ ഒപ്പം എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 30യുടെ ഒപ്പം എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് ബോയ്സിന്റെയും ഗേൾസിന്റെയും യഥാർത്ഥ ഫിഗർ കിട്ടുന്നത്. അപ്പോൾ 40:30, അതായത് 40x/30x. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ, 40x ഇൻറ്റു അല്ലെങ്കിൽ പ്ലസ് 30x. സോ 70x എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബോയ്സിന് ബ്ലൂ ഐസ് ഉള്ളവർ എത്ര പേരാണ്? ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 40x ആണ്. ഈ 40xൽ 20% ആളുകൾക്ക് ബ്ലൂ ഐസ് ഉണ്ട്. സോ 40 ഇൻറ്റു 20% നമുക്ക് 8x എന്ന് കിട്ടി. ഇനി ഗേൾസിന് ബ്ലൂ ഐസ് ഉള്ളത് നമ്മളുടെ ഈ 30xൽ 10% ആളുകൾക്കാണ് ഗേൾസിന് ബ്ലൂ ഐസ് ഉള്ളത്. അപ്പോൾ 3x എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവിംഗ് ബ്ലൂ ഐസ് 8x plus 3x 11x. അപ്പോൾ ബ്ലൂ ഐസ് ഉള്ളത് 11xനാണ്. ടോട്ടൽ സ്റ്റുഡൻസ് 70x ആണെങ്കിൽ 11/70 ആണ് റേഷ്യോ, പ്രപ്പോർഷൻ. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ ചോദിച്ചിരുന്നതല്ലേ, then what is the proportion of, that is the portion of students in the class having blue eyes. ബ്ലൂ ഐസ് ഉള്ള സ്റ്റുഡൻസിന്റെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. പോർഷൻ എന്ന് പറയുന്നത് 11/70 ആണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. During 1 year, the population of a tile increased by 5%, and during the next year, population decreased by 5%. If the total population at the end of the second year was population is 29,925 at the end of the second year, then what was the population size at the beginning of the first year? ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ വർഷം 5% കൂടി, രണ്ടാമത്തെ വർഷം 5% കുറഞ്ഞു. കണ്ടുപിടിക്കാൻ നോക്കി. So ഇതിന്റെ ആൻസർ മോസ്റ്റ് പ്രോബബ്ലി 30,000 ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി അത് നമുക്ക് നോർമലി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് 5% ആഡ് ചെയ്ത് 5% കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 29,925 ആണ്. സോ 30,000 5% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30,000
അതിന്റെ 5%, അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 3000 ആണ്, 5% എന്ന് പറഞ്ഞാൽ 1500 അപ്പോൾ 31,500 ആയിട്ട് കൂടി. ദെൻ എത്ര കുറഞ്ഞു? ഇതിന്റെ 5% കുറഞ്ഞു. 10% എന്ന് പറഞ്ഞാൽ 3150 5% എന്ന് പറഞ്ഞാൽ എത്ര വരും? അതിന്റെ പകുതി. ഓക്കെ, ഏതാണ്ട് 1575 റൈറ്റ്, 1575 വരും. അത് കുറയ്ക്കുമ്പോൾ you'll get 5 2 9 9 2 റൈറ്റ്. കിട്ടിയില്ലേ? ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് 30,000. ഇത് നമുക്ക് ലോജിക്കലി പറയാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ നമുക്ക് എന്തായാലും 25,000 ആവില്ല. പിന്നെ 36,000 എന്ന് പറയുന്നത് 5% ആഡ് ചെയ്ത് 5% കുറയ്ക്കുമ്പോൾ അത് ഏകദേശം 31 or 32 ആ ഒരു നിയർ ബൈയിലേ നിൽക്കുള്ളൂ. 30,000 താഴെ പോയില്ല. സോ ആ ഒരു അസംഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായാലും 30,000 ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നൗ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ മാപ്പ് 1 inch represents 250 miles. What is the actual length between two cities if they are 4.5 inches apart on the map? 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 250 മൈലാണ്. അങ്ങനെയാണെങ്കിൽ 4.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര മൈലാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി, വേറൊന്നുമില്ല. 1 ഇഞ്ച് 250, 4.5 ഇഞ്ച് എത്രയാണ്? ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. എന്തുകൊണ്ടാണ്? 250 × 4 ചെയ്യുക, 250 × 4 1000 250ന്റെ പകുതിയും കൂടെ എടുക്കുക, 1150, സോറി 1125 എന്നുള്ളത് കിട്ടും. ഓക്കെ, 250ന്റെ പകുതി 125. സോ 1000 + 125 1125. അങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു, ആവറേജസ്. ആവറേജിലേക്ക് വരുമ്പോൾ if the average of 5 numbers is -20 and the sum of 3 of the numbers is 32, then what is the average of other 2 numbers? 5 നമ്പറിന്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, 20 -20. ആൻഡ് സം ഓഫ് 3, ഇതിൽ 3 നമ്പറിന്റെ സം എന്ന് പറയുന്നത് 32 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 നമ്പറിന്റെ ആവറേജ് എത്രയായിരിക്കും? ശ്രമിച്ചു നോക്കൂ. ഓക്കെ, സോ 5 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ആവറേജ് എന്ന് പറയുന്നത് 20 അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ x/n ആണ്. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ് ഈ തന്നിരിക്കുന്ന -20. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? അതായത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ തന്നിരിക്കുന്ന -20 ഇൻറ്റു നമ്പർ എത്രയാണ്? 5 നമ്പർ ആണ്, ഇൻറ്റു 5. യു വിൽ ഗെറ്റ് -100. ഓക്കെ, സോ 5 നമ്പറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 100 ആണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് 3 നമ്പർ, 3 നമ്പറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് പോസിറ്റീവ്. ഓക്കെ, സോ ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ
ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാ? 32 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ബാലൻസ് 2 നമ്പേഴ്സിന്റെ ടോട്ടൽ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി -100 minus 32. That will be -132. റൈറ്റ്? ഇതാണ് രണ്ട് നമ്പേഴ്സിന്റെ ടോട്ടൽ. ഈ രണ്ട് നമ്പറിന്റെ ആവറേജ് എത്രയായിരിക്കും അതിൽ വെച്ചിരിക്കുന്നത്? ആവറേജ് വിൽ ബി 132 minus 132 divided by 2 minus 66. ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ കുറച്ച് മൈനസ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആവറേജ് കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് 22. 3 നമ്പറിന്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 22 ആണ്. ദി സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 24. 3 നമ്പറിന്റെ ആവറേജ് 22 ആണ്. 2 നമ്പറിന്റെ സം എന്ന് പറയുന്നത് 24 ആണ്. ആൻഡ് ദീസ് 2 നമ്പേഴ്സ് ആർ ഇൻ ദി റേഷ്യോ ഓഫ് 7:5. ഫൈൻഡ് ദി 3 നമ്പേഴ്സ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കാവുന്ന നോക്കി. ഇവിടെ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് 2 നമ്പേഴ്സ് ഓഫ് ദി സം ഓഫ് ദി 2 ഓഫ് ദി നമ്പേഴ്സ് ഈസ് 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് നമ്പേഴ്സ് 7:5 എന്ന് പറയുന്ന റേഷ്യോയിലും ആയിരിക്കണം. സോ രണ്ട് നമ്പേഴ്സ് ഇവിടെ 24 വന്നിരിക്കുന്നത് ഏതൊക്കെയാ നോക്കി. ഇവ രണ്ട് 24 ആണ് വരുന്നത്. പക്ഷെ റേഷ്യോ എന്ന് പറയുന്നത് 7:5 അല്ല. ദെൻ 24 വന്നിരിക്കുന്നത് ഇവിടെ 24 വന്നിട്ടുണ്ടോ? രണ്ടാമത്തെ ഓപ്ഷനിൽ 24 ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടുന്നുള്ളത് നോക്കിയാൽ മതി. 24 കിട്ടുന്നില്ല, ഇഗ്നോർ ഇറ്റ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷനിൽ 10ഉം 14ഉം ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടുന്നുണ്ട്. ഈ രണ്ട് നമ്പേഴ്സും 7:5 എന്ന് പറയുന്ന റേഷ്യോയിലാണോ? 7 into 2 ദെൻ 5 into 2 7:5 ടോട്ടൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, 22 കിട്ടുന്നുണ്ടോ എന്ന്. ടോട്ടൽ എടുത്തിട്ട് ആവറേജ് ആഡ് ചെയ്യുക. അതായത് 42 + 10 52 66 ആണ് ടോട്ടൽ വരുന്നത്. 66 divided by 3 you will get 22. സോ മൂന്ന് ക്രൈറ്റീരിയയും ഫലത്തിൽ ഓക്കെ ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷനിലാണ്. സോ തേർഡ് ഓപ്ഷനാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? ശരി. അടുത്തത്. എ ഗ്രൂപ്പ് ഓഫ് 40 എംപ്ലോയീസ് ഇൻ കേഡർ എ ഹാസ് എ മീൻ ഏജ് ഓഫ് 31. A different group of 60 employees in cadre B has a mean age of 28. What is the mean age of 2 employees of 2 groups together? രണ്ട് ഗ്രൂപ്പിൽ 2 എംപ്ലോയീസ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ മീൻ ഏജ് എത്രയായിരിക്കും? സോ നമുക്ക് തന്നിരിക്കുന്നത് മീൻ ഓഫ് 40 എംപ്ലോയീസ് കേഡർ എയിൽ 31 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് 60 എംപ്ലോയീസിന്റെ കേഡർ ബിയിൽ ഏജ് എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. നമ്മളിപ്പോൾ നോർമലി ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇപ്പോൾ 40 into 31 ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ടോട്ടൽ ഏജ് കിട്ടും. അതേപോലെ തന്നെ 60 into 28 ചെയ്യുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ടോട്ടൽ ഏജ് കിട്ടും. ടോട്ടൽ ഏജ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. ഓക്കെ, അതാണ് നോർമലി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട വഴി. ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ലാസ്റ്റ് 2 ഗ്രൂപ്പ്സിലെ 2 എംപ്ലോയീസ് എന്ന് പറഞ്ഞിരുന്നത്
2 എംപ്ലോയീസിന് എടുക്കുമ്പോൾ മീൻ ഏജ് എന്ന് പറയുന്നത് ചെറുതായിട്ട് ഡിഫറൻസ് വരാം. എന്നാൽ കൂടിയും ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതി അതാണ്. ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഗ്രൂപ്പിലെ മീൻ ടോട്ടൽ ഓഫ് കേഡർ എ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 40 ഇൻറ്റു 31. 40 ഇൻറ്റു 30 എന്ന് പറയുന്നത് 1200 ആണ്. 31 ആകുമ്പോൾ 1240. ദെൻ കേഡർ ബി equal to 60 into 28. That will be 60 into 28 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. You will get 1680. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 2 ഗ്രൂപ്പിന്റെയും മീനേജ് കണ്ടുപിടിച്ചാൽ പോരെ. മീനേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. സോ ടോട്ടൽ എന്ന് പറയുന്നത് 0, 2, 9, 2. 2920 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 40 60 100 ആണ്. ഇതിൽ 29.2. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, കിട്ടിയില്ലേ അത്? ആവറേജ് ഏജ് ഓഫ് ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഓഫ് 59 സ്റ്റുഡൻസ് ഈസ് 18 years. If the age of the teacher is included, then the average increases by 3 months. അങ്ങനെയാണെങ്കിൽ ഏജ് ഓഫ് ടീച്ചർ എത്രയാണ്? അപ്പോൾ നമ്മൾ ചെയ്ത അതേ മോഡലിൽ തന്നെ ചെയ്താൽ മതി. അതായത് ടോട്ടൽ കണ്ടുപിടിക്കുക, ടീച്ചറിന്റെ ഏജ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തപ്പോഴാണ് 3 months ഇൻക്രീസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടീച്ചർ ഏജ് എന്ന് കണ്ടുപിടിച്ചൂടെ? സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ആവറേജ് ഏജ് ഓഫ് 59 സ്റ്റുഡൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 59 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 18 years ആണ്. സോ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? ഈക്വൽ ടു 59 ഇൻറ്റു 18. 59 ഇൻറ്റു 18 ചെയ്യുമ്പോൾ you'll get 1062. 1062 years എന്ന് പറയുന്നതാണ് ടോട്ടൽ ഏജ്. ദെൻ വെൻ ദി ഏജ് ഓഫ് ടീച്ചർ ഈസ് ഇൻക്ലൂഡഡ്, ടീച്ചറിന്റെ ഏജ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 3 months കൂടി കൂടും. ഓക്കെ, സോ ആവറേജ് ഏജ് എന്താവും? ഏജ് എന്ന് പറയുന്നത് 3 months കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലാണ് 3/12 ആണ്. 3/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0.25 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, 3 months കൂടുക എന്ന് പറഞ്ഞാൽ 3/4 കിട്ടും. ദാറ്റ് വിൽ ബി 0.25 എന്ന് കിട്ടും. സോ യു ക്യാൻ ഡു ദിസ്. 18 എന്ന് പറയുന്നത് 18.25 ആയിട്ട് മാറും ആവറേജ് ഏജ്. അപ്പോൾ ഇപ്പൊ എത്ര പേരുണ്ട്? 59 എന്ന് പറയുന്ന ടീച്ചർ കൂടി ആഡ് ചെയ്തപ്പോൾ 60 പേരായി. 60 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 18.25 ആണ്. അങ്ങനെയാണെങ്കിൽ 60 പേരുടെ ടോട്ടൽ ഏജ് എത്രയായിരിക്കും? ടോട്ടൽ ഏജ് ഈസ് ഈക്വൽ ടു 18.25 ഇൻറ്റു 60. ഓക്കെ, 18.25 ഇൻറ്റു 60 എത്ര കിട്ടും? നോക്കൂ. We'll get 1095. ഓക്കെ, 1095 ആണ് പുതിയ ടോട്ടൽ ഏജ്. പഴയ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 1062 ആണ്. അപ്പൊ ടീച്ചറുടെ ഏജ് എത്രയായിരിക്കും? ടീച്ചറും കൂടെ വന്നപ്പോഴല്ലേ ഈ ടോട്ടൽ ഏജിൽ വേരിയേഷൻ വന്നത്. ടീച്ചേഴ്സ് ഏജ് ഈക്വൽ ടു 1095 മൈനസ് 1062. We'll get 33 years. ഓക്കെ, അതാണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആയോ? സോ സെയിം വേയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി.
and the average of 15 row scores is 18. 35 row scores is 18. 35 row scores in the average എന്ന് പറയുന്നത് 18 ആണ്. Average of first 17 of them is 14 and the last 17 is 20. Find the 18th row score. അങ്ങനെയാണെങ്കിൽ 18th row score എത്രയായിരിക്കും? നമുക്ക് തന്നിരിക്കുന്നത് 35 റോ സ്കോറുകളുടെ ആവറേജ്. സോ 35 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. അതിൽ ആദ്യത്തെ 17 എണ്ണത്തിന്റെ അങ്ങനെ എന്തിക്കുക, അതിൽ ആദ്യത്തെ 17 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 14 ആണ്. സോ ആദ്യത്തെ 17 എണ്ണത്തിന്റെ ആവറേജ് 14 ആണ്. ദെൻ അവസാനത്തെ 17 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. അതിനിടയ്ക്ക് നടുക്ക് ഒരെണ്ണം മാത്രം 18th വൺ മാത്രം മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ 18th ആവറേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ. 35 റോ സ്കോർസിന്റെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ ഓഫ് 35 row scores, that is 35 into 18. 35 into 20 ചെയ്തിട്ട് ഒരു 2 കുറച്ചാലും മതി, 70 കുറച്ചാലും മതി. എത്ര കിട്ടും? 35 into 18 you'll get 35 into 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ആണ്. അതിൻ്റെ നിന്ന് 70 കുറയ്ക്കുക, 630. ദെൻ ഫസ്റ്റ് 17ന്റെ ആവറേജ് ടോട്ടൽ ഓഫ് ഫസ്റ്റ് 17. ഫസ്റ്റ് 17ന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 17 ഇൻറ്റു ആവറേജ് എത്രയാണ്? 14 ആണ്. 17 ഇൻറ്റു 14 ചെയ്തപ്പോൾ എത്ര കിട്ടി? 17 ഇൻറ്റു 14. You'll get 238. Okay. അത് കഴിഞ്ഞ് ടോട്ടൽ ഓഫ് ലാസ്റ്റ് 17. ലാസ്റ്റ് 17 എന്ന് പറയുമ്പോൾ 17 ഇൻറ്റു 20, that is 340. എന്ത് ചെയ്യണം? 630ൽ നിന്നും ഈ പറഞ്ഞ രണ്ട് ഫിഗറും മൈനസ് ചെയ്യാം. ഓക്കെ, 630ൽ നിന്നും 238ഉം 340യും മൈനസ് ചെയ്യാം. You'll get 52. So that's the right answer. 18th റോ സ്കോർ എന്ന് പറയുന്നത് 52 ആണ്. എങ്ങനെയാ ഇതൊന്ന് മനസ്സിലായല്ലോ? ശരി. ഇനി അടുത്ത ഏരിയ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് ഫോർമുലാസ് ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം വരാറില്ല. ക്വസ്റ്റ്യൻ കാണാം. എ പേഴ്സൺ ഇൻ കേസ് 10% ലോസ് ബൈ സെല്ലിംഗ് എ വാച്ച് ഫോർ rupees 1,800. At what price should the watch be sold to earn 10% profit? അദ്ദേഹം 1,800 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% ലോസ് ഇൻകം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 10% പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓക്കെ, അതായത് കോസ്റ്റ് പ്രൈസ് ആണ് എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? 100% ആയിട്ട് എടുക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് അദ്ദേഹം മേടിച്ചപ്പോൾ എത്ര പേര് വന്നിട്ടുണ്ടോ അതാണ് 100%. കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ അത് ലോസ് ആണ്, കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? 10% ലോസിലാണ് വിറ്റത്. അതായത് 100ൽ നിന്നും 10% കുറയുകയാണെങ്കിൽ 90% വിറ്റപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് 1,800 രൂപയാണ്. 1,800 രൂപ എന്ന് പറയുന്നത് 90% ആണ്. അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും? 100% ഈക്വൽ ടു, അതായത് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 1,800 divided by 90 into 100. You will get, this is 2,000 കിട്ടും. 2,000 ആണ് കോസ്റ്റ് പ്രൈസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? പ്രോഫിറ്റ് 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,000ന്റെ 10%. That will be 200. Okay, that will be 200. അപ്പോൾ വിൽക്കേണ്ട പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ടു ഏൺ 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,000 plus 200, that is 2,200. Okay, so right answer is option C. മെത്തേഡ് മനസ്സിലായല്ലോ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രേഡർ marks up the price of goods he sells by 50% and gives a discount of 20%. Besides this, he also weighs the goods by 20% less. What is the net profit he gets? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രേഡർ അദ്ദേഹം ഗുഡ്സിന്റെ പ്രൈസ് 50% മാർക്കപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ 50% കൂടുതലാണ് അദ്ദേഹം പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അത് കൂടാതെ അങ്ങനെ ഒരു ലാഭം അദ്ദേഹത്തിന് കിട്ടുമല്ലോ, ആ ലാഭം കൂടാതെ അദ്ദേഹം വെയിറ്റ് 20% കുറച്ചാണ് തൂക്കി വെക്കുന്നത്. ആൻഡ് ബിസൈഡ് ദിസ് ഹി ഓൾസോ വെയ്സ് ദി ഗുഡ്സ് 20% ലെസ്. അതായത് ഒരു കിലോ എന്നും പറഞ്ഞ് 800 ഗ്രാം മാത്രമായിരിക്കും തൂക്കി കൊടുക്കുന്നത്. അതാണ് 20% ലെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ടോട്ടൽ എത്ര ശതമാനം ലാഭം ഉണ്ടായിട്ടുണ്ട്? സോ 2 പ്രോഫിറ്റ് ആണ് ഇവിടെ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം സെല്ല് ചെയ്യുന്നത് വഴി കിട്ടുന്ന പ്രോഫിറ്റ്. രണ്ടാമത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം വെയിറ്റ് കുറച്ച് കാണിക്കുന്നത് വഴി അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം. ഇങ്ങനെ 2 പ്രോഫിറ്റുകൾ ഏൺ ചെയ്യുവാണെങ്കിൽ ഈ സിറ്റുവേഷനെ നമ്മൾ സക്സസീവ് പ്രോഫിറ്റ്സ് എന്ന് പറയും. സക്സസീവ് പ്രോഫിറ്റ്സ്, 2 പ്രോഫിറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സക്സസീവ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു there is an equation. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തേക്കുക. സക്സസീവ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് 1 പ്ലസ് പ്രോഫിറ്റ് 2 പ്ലസ് പ്രോഫിറ്റ് 1 ഇൻറ്റു പ്രോഫിറ്റ് 2 ഡിവൈഡഡ് ബൈ 100. ഇതായിരിക്കും സക്സസീവ് പ്രോഫിറ്റിന്റെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. പ്രോഫിറ്റ് 1 ആഡ് ചെയ്യുക, പ്രോഫിറ്റ് 2 ആഡ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ പ്രോഫിറ്റ് 1 പ്ലസ് പ്രോഫിറ്റ് 2 ഡിവൈഡ് ബൈ 100. ഇത് ചെയ്താലാണ് എത്രമാത്രം പ്രോഫിറ്റ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, സക്സസീവ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണേ. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എ സെല്ലർ, എ ട്രേഡർ മാർക്സ് അപ്പ് ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ഹി സെൽസ് ബൈ 50%. സോ 100 റുപ്പീസ് ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അദ്ദേഹത്തിന്റെ മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്. 50% കൂട്ടി വെക്കുന്നു. സോ മാർക്കപ്പ് പ്രൈസ് ഈസ് 150. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എത്രയാണ്? 20%. 150 20% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 30 ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 120 ആണ്. കോസ്റ്റ് പ്രൈസ് 100 ആണ്. സോ സെല്ലിംഗ് പ്രൈസ് 120. പ്രോഫിറ്റ് എത്രയായി? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആണ്. സോ ഈ ഒരു ട്രേഡിലൂടെ തന്നെ അദ്ദേഹത്തിന് 20% പ്രോഫിറ്റ് കിട്ടി. ഞാനിവിടെ പെർസെൻറ്റേജ് എന്ന് പറയാനുള്ള കാരണം എന്താ? 100 എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് റൈറ്റ് അവേ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 എന്ന് എത്തിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പറയുന്നത് 20% ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് 20% എന്ന് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് ഇത് കൂടാതെ അദ്ദേഹത്തിന് ഒരു അഡീഷണൽ ലാഭം കിട്ടുന്നതായിട്ട് പറഞ്ഞു. അതായത് ഇദ്ദേഹം 1 കിലോ വിൽക്കുമ്പോൾ, ഗുഡ്സിന് 1 കിലോ എന്ന് പറയുമ്പോൾ 1000 ഗ്രാം അല്ലേ, 1000 ഗ്രാം വിൽക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് 800 ഗ്രാം മാത്രമാണ്. 1000 ഗ്രാം വിൽക്കാൻ നോക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് 800 ഗ്രാം ആണ്. അതിനർത്ഥം 200 ഗ്രാം ലാഭമാണ്. ഓക്കെ, കിട്ടിയല്ലോ ഈ സിറ്റുവേഷൻ. 200 ഗ്രാം ലാഭമാണ്. അതായത് ഓരോ 800 ഗ്രാം വിൽക്കുമ്പോഴും അദ്ദേഹത്തിന് 200 ഗ്രാം ലാഭം കിട്ടുവാണ്. അതിനർത്ഥം 200 ഗ്രാം ആൾക്കാരെ പറ്റിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. സോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? 200 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 ആണ്. ഔട്ട് ഓഫ് 800 സെല് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 200 പ്രോഫിറ്റ് കിട്ടും. 800 ഗ്രാം വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് 200 പ്രോഫിറ്റ് കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ എത്ര വരും? 25. 25% രണ്ടാമത് ഈ ഒരു വേവ് പ്രകാരം അദ്ദേഹം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. സോ ആദ്യം ട്രേഡിലൂടെ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, രണ്ടാമത് വെയിറ്റ് കുറച്ച് കാണിച്ചാൽ അദ്ദേഹം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്. സോ 2 പ്രോഫിറ്റുകൾ വന്നിട്ട് ടോട്ടൽ പ്രോഫിറ്റ് 45% ആണ് റൈറ്റ് ആൻസർ എന്ന് പറയരുത്. ഇങ്ങനെ 2 പ്രോഫിറ്റുകൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സക്സസീവ് പ്രോഫിറ്റിന്റെ ഫോർമുല ഉപയോഗിക്കണം. സോ പ്രോഫിറ്റ് 1 എത്രയാണ്? 20. ദെൻ പ്രോഫിറ്റ് 2 എന്ന് പറയുന്നത് 25. ദെൻ പ്ലസ് 20 into 25 divided by 100.
ഇതാണ് സക്സസീവ് പ്രോഫിറ്റിന്റെ ഫോർമുല. ഇത് ചെയ്യുമ്പോൾ 4, 5. So you get 20 plus 25 plus 5. That will be 50%. അതിൽ നിന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50%. മനസ്സിലായോ? സോ ഇത്തരത്തിൽ രണ്ട് പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷനിൽ നമ്മൾ സക്സസീവ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അവിടെ ഒന്നാമതായിട്ട് നമ്മൾ നോർമൽ രീതിയിലുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ അദ്ദേഹം വെയിറ്റ് കുറച്ച് കാണിച്ചതിന് പ്രകാരം അഡീഷണലി അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ആ അഡീഷണൽ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചു. ഈ രണ്ട് പെർസെൻറ്റേജുകളും ഉപയോഗിച്ചുകൊണ്ട് സക്സസീവ് പ്രോഫിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ടോട്ടൽ അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 50%. ഓക്കെ, ക്ലിയർ ആയോ? ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ റീറ്റെയിലർ മാർക്സ് all his goods at 40% above the cost price, thinking that he will still make 20% profit. Offers a discount of 20% on the mark price. What is the actual profit percentage on sales? അതായത് ഒരു റീറ്റെയിലർ അദ്ദേഹത്തിന്റെ ഗുഡ്സ് എല്ലാം 40% കോസ്റ്റ് പ്രൈസിനേക്കാൾ 40% കൂട്ടിയാണ് മാർക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 20% ഡിസ്കൗണ്ട് അദ്ദേഹം കൊടുത്തു. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് 20% 140% ആക്കിയിട്ട് 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20% ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള രീതിയിലാണ് ഡിസ്കൗണ്ട് 20 മാർക്കറ്റ് പ്രൈസിൽ 20% പ്രോഫിറ്റ് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എത്ര ശതമാനം പ്രോഫിറ്റ് ആണ് കിട്ടിയതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. എല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാർക്കപ്പ് പ്രൈസ് എത്രയാണ്? മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത് 40% മോറാണ്. സോ 140. സെല്ലിംഗ് പ്രൈസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ 20%. 140യുടെ 20% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 28. ഓക്കെ, സോ 140 28 പോയി കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 112 ആണ്. സോ 100 റുപ്പീസിന് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 112. സോ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മളുടെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12%. ഇങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ മതി, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാ കേട്ടോ. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. മൂവിങ് ഓൺ. Sanjay sold an article at a loss of 25%. If the selling price had been increased by 175, there would have been a gain of 10%. What was the cost price of the article? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അദ്ദേഹം ആർട്ടിക്കിൾ സെല്ല് ചെയ്തത് 25% ലോസിലാണ്. 125 രൂപ കൂട്ടിയിരുന്നെങ്കിൽ 10% ഗെയിൻ ഉണ്ടായേനെ. അങ്ങനെയാണ് ഈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല വേ ഏതാണ്? നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിന്റെ തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അതിനകത്ത് നിന്നും 25% കുറച്ചിട്ട് 175 ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 10% ഗെയിൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? അതായത് 350 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ എന്ന് അസ്യൂം ചെയ്യുക. 350യുടെ 25% 1/4 കുറയ്ക്കുക. ദെൻ ആ കിട്ടുന്ന റിസൾട്ടന്റ് ഫിഗറിന്റെ ഒപ്പം 10% ആഡ് ചെയ്യുക. 10% 175 ആഡ് ചെയ്യുക. ഈ 175 ആഡ് ചെയ്യുമ്പോൾ ഒറിജിനൽ കോസ്റ്റിനേക്കാൾ 10% കൂടുതലാണോ കിട്ടുന്നത് നോക്കിയാൽ മതി. ഫസ്റ്റ് കേസിൽ പോയിന്റ് വരും, അതുകൊണ്ട് സെക്കൻഡ് കേസ് തൊട്ട് നോക്കൂ.
ഓക്കെ, സി ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ചെയ്യുന്നില്ല ബിക്കോസ് അത് പോയിന്റ് വരുന്ന സിറ്റുവേഷൻ ആണ്. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചെയ്ത് നോക്കാം. സോ 400 ആണെങ്കിൽ 400ന്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. സോ 400 മൈനസ് 100ലാണ് അദ്ദേഹം സെല് ചെയ്തത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ 300 ആണ്. ഓക്കെ, 300 ആണ് അദ്ദേഹത്തിന്റെ സെല്ലിംഗ് പ്രൈസ്. 300ന്റെ ഒപ്പം 175 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 475 ആയി. സോ 400ന്റെ 10% അല്ലല്ലോ ഇവിടെ കൂടുതലായിരിക്കുന്നത്, 10% അല്ല. സോ ദാറ്റ് ഈസ് റോങ്. രണ്ടാമത്തെ 500 ആണെങ്കിൽ 500 എടുക്കുക. ഞാനത് വേണമെങ്കിൽ പാറ്റേൺ ആയിട്ട് ഇവിടെ എഴുതാം, ശ്രദ്ധിക്കൂ. ആ ഒരു പാറ്റേൺ ആയിട്ട് ഇവിടെ എഴുതുവാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കും സഞ്ജയ് സോൾഡ് ആൻ ആർട്ടിക്കിൾ ഫോർ ലോസ് ഓഫ് 25%. സോ ലോസ് എന്ന് പറയുന്ന ആദ്യത്തെ കോളം, ദെൻ സെല്ലിംഗ് പ്രൈസ്, ദെൻ പ്ലസ് 175, ദെൻ 10% ഗെയിൻ ആണോ നോക്കുക. ഇങ്ങനെ ഒരു കോളംസ് ക്രിയേറ്റ് ചെയ്താലും മതി. സോ ആ കോളംസ് വെച്ചിട്ട് ആദ്യത്തെ സിറ്റുവേഷൻ 400 ആണെങ്കിൽ ലോസ് എത്രയാണ്? 25% ലോസ് ആണ്, 100 ലോസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 300 കിട്ടും. അതിൻ്റെ ഒപ്പം 175 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 475. സോ 10%, 400 10% എന്ന് പറയുന്നത് 40 ആണ്. സോ 475 എന്ന് പറയുന്നത് 75 ആണ് ഡിഫറൻസ്. പ്രോഫിറ്റ് എത്രയാണ്? ഇപ്പോൾ 175 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 400, സെല്ലിംഗ് പ്രൈസ് 475, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 75 ആണ്. പക്ഷെ നമുക്ക് വേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%ആണ്, 400 ആണ്. സോ ആ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ 500 ആണെങ്കിൽ 500ന്റെ 1/4 എന്ന് പറയുന്നത് 25% എന്ന് പറയുന്നത് 1/4 ആണ്. ദാറ്റ് വിൽ ബി 125. ഓക്കെ, 1/4 എന്നുള്ള രീതി കാൽക്കുലേറ്റ് ചെയ്താൽ 125. ദെൻ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 375. ഓക്കെ, അതിൻ്റെ ഒപ്പം 175 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 375ൻ്റെ ഒപ്പം 175 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 550. ഓക്കെ, പ്രോഫിറ്റ് എത്രയാണ്? 500 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. 500ന്റെ 10% എന്ന് പറയുന്നതും 50 ആണ്. സോ ഇത് രണ്ടും മാച്ച് ആയില്ലേ? ഇത് രണ്ടും മാച്ച് ആയെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, ചെയ്ത് നോക്കൂ, സംശയം പറയും. ക്ലിയർ ആണോ? Yes, sir. Fine. The price of item A increases by 50 paise every year, while the price of item B increases by 25 paise every year. If in 2008 the price of item A was 3.20 and that of item B was 5.30, in which year item A will cost 10 paise more than item B? Just compute ചെയ്ത് നോക്കും. സോ നമുക്കറിയാവുന്നത് 2008 ഫിഗറാണ്. 2008 ഐറ്റം എ, ഐറ്റം ബി. ഐറ്റം എയുടെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 3.20 ആണ്. ദെൻ ഐറ്റം ബിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 5.30 ആണ്. ഓക്കെ, 2008 കഴിഞ്ഞ് 2016 ആകണമെങ്കിൽ 8 വർഷങ്ങൾ കഴിഞ്ഞു, റൈറ്റ്? സോ 8 വർഷം കൊണ്ട് എയുടെ പ്രൈസ് എന്തോരം ഇൻക്രീസ് ചെയ്യും? എയുടെ പ്രൈസ് 50 പൈസയാണ്. സോ 8 × 50, 8 ഇയേഴ്സിലെ ഇൻക്രീസ് ചെയ്യാൻ എഴുതുവാണ്. അതായത് 2016 ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. 2016 എന്ന് പറയുമ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ. സോ 8 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 50 × 8, 50 പൈസ × 8, 4 രൂപ. ദെൻ 25 പൈസ × 8, 2 രൂപ. ഓക്കെ, ആഡ് ചെയ്യാം. സോ വിൽ ഗെറ്റ് 2016 ഫിഗർ എന്ന് പറയുന്നത് എക്ക് 7.20 ബിയുടേത് you will get
7.30 ആണ്. 2016 സിറ്റുവേഷൻ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഇയർ ഐറ്റം എ വിൽ കോസ്റ്റ് 50 പൈസ മോർ ദാൻ ഐറ്റം ബി എന്നാണ്. ഇവിടെ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എക്ക് ബി എക്കാരും 10 പൈസ കുറവാണ്. 2007 2017 വീണ്ടും ആഡ് ചെയ്യുക. 2017 വേണ്ടി 50 പൈസ എയുടെയും 25 പൈസ ബിയുടെയും ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ ഗെറ്റ് 7.70. 2017 7.70 ആൻഡ് 7.55. ഇതാണ് 2017 ഫിഗർ. 2018 ആകാൻ വേണ്ടി വീണ്ടും 50 പൈസ ഇവിടെ ആഡ് ചെയ്യുക, 25 പൈസ ഇവിടെ ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ you'll get 8.20 ആൻഡ് ഇവിടെ വരുമ്പോൾ 7.80. റൈറ്റ്, 7.80 കിട്ടും. അപ്പോൾ 2018 ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 8.20. 8 രൂപ 20 പൈസയും 7 രൂപ 80 പൈസയും. ഡിഫറൻസ് എന്ന് പറയുന്നത് 40 പൈസയാണ്. ഓക്കെ, അതല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. 40 പൈസ കൂടുതലാവുന്ന സിറ്റുവേഷൻ എവിടെയാണ്? 2018 ആവുമ്പോഴാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ആ എഴുതി നോക്കുമ്പോൾ തന്നെ നമുക്ക് ആഡ് ചെയ്ത് പോയിട്ടായാലും ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ശരി. ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്, ഇതെല്ലാം നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആണ്, ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അംബ്രല്ല ഇതൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട്, അതിന്റെ 25% ഒക്കെ കണ്ടുപിടിച്ചാൽ മതി. അത് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. സോ മിസ്സലേനിയസ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, വിൽ ബി ഡിസ്കസിങ് ഇറ്റ് നമ്മളുടെ ടൈം അനുസരിച്ച്. സോ നമ്പർ സീരീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ചെയ്ത് നോക്കാം. ദി ടേം ഇൻ ദി സീരീസ് ഈസ്, നെക്സ്റ്റ് ടേം ഇൻ ദി സീരീസ് ഈസ് നമുക്ക് തന്നിരിക്കുന്നത് 56, 40, 27, 17 ആൻഡ് 10. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് ഒരുപാട് വൈകിയാലും നമ്മളെ അഫക്റ്റ് ചെയ്യരുത്. അതിനു വേണ്ടിയാണ്. കം ടു യെസ്, നമുക്ക് ഈ ഏരിയ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി ഫോർ 3 years at 4% per annum is half the compound interest on 2,000 for 2 years at 10% per annum. The sum is rested on simple interest is. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ പിന്നെ ഈ മറ്റൊരു ടൈപ്പ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രണ്ടിന്റെ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ചെറിയ ടെക്നിക്ക് പറയുന്നു, ശ്രദ്ധിക്കുക. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു പിരമിഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് 1 1, ദെൻ ഈ 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2, രണ്ട് എൻഡിലും 1. ഓക്കെ, ദെൻ 1 2 ആഡ് ചെയ്യുമ്പോൾ 3, 1 2 ആഡ് ചെയ്യുമ്പോൾ 3, ദെൻ രണ്ട് എൻഡിലും 1. ഓക്കെ, അതേപോലെ വീണ്ടും 1 3 ആഡ് ചെയ്യുക, യുൽ ഗെറ്റ് 4, 3 ആഡ് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 6, 3 1 ആഡ് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 4, രണ്ട് എൻഡിലും 1. Finally, one more. I can write 1 plus 4, that is 5. 4 plus 6, 10. 6 plus 4, 10. 4 plus 1, 5. രണ്ട് എൻഡിലും 1. അതായത് ഈ പിരമിഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂസ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഒരു തവണത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഒരു തവണ, ഒരു വർഷം എന്നുള്ള രീതിയിലല്ല, ചിലപ്പോൾ ഹാഫ് ഇയർലി ഒക്കെ വരാം. അതുകൊണ്ട് ഒരു തവണ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ 1 1 യൂസ് ചെയ്യുക.
2 തവണയാണ് പറയുന്നതെങ്കിൽ 2 വർഷമോ 2 തവണയോ ഒക്കെ ആയിട്ടാണ് പറയുന്നതെങ്കിൽ 1 യൂസ് ചെയ്യുക. അതേപോലെ 3 തവണയാണ് പറയുന്നതെങ്കിൽ 1 യൂസ് ചെയ്യുക. 4 തവണയാണ് പറയുന്നതെങ്കിൽ can go for this. ആൻഡ് 5 തവണയാണെങ്കിൽ ലാസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഗിവ് യു വൺ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ ഒരു 1000 ആണെന്ന് വിചാരിക്കുക. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്പർ ഓഫ് ഇയേഴ്സ് 2 years ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഒന്നെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതും അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, റിട്ടേൺ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ 3 ക്വസ്റ്റ്യൻസ് ആയാലും പ്രോപ്പർ വേ എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർ ഇക്വേഷൻ ഇസ് ദെയർ, ലൈക്ക് എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഓൾ റേസ് ടു എൻ. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള നോർമൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാതെ നമ്മൾ ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഇവിടെ തന്നിരിക്കുന്നത് 2 വർഷമാണ്. 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഏതാണ്? 2 തവണയാണ് പറയുന്നതെങ്കിൽ ലെറ്റ് യൂസ് ദിസ് 1 2 1. ആ 1 2 1 അങ്ങ് എഴുതുക. ഓക്കെ, 1 2 1 ഇത് എഴുതുക. ഇത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് 1 കോളത്തിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 എഴുതുക. ദെൻ ഈ 1000ന്റെ 10%, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% അല്ലേ? ആ 10% എടുത്ത് സെക്കൻഡ് കോളത്തിൽ എഴുതുക. 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു 10/100. യു വിൽ ഗെറ്റ് 100. അതിനുശേഷം ഈ 100ന്റെ 10% എടുത്ത് 1ന്റെ കോളത്തിൽ എഴുതുക. 100ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതായിട്ട് മൾട്ടിപ്ലൈ ദിസ് വിത്ത് ഈ പറയുന്ന നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിച്ച ഫിഗറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഇൻറ്റു 1000, ദെൻ 2 ഇൻറ്റു 100, ദെൻ 1 ഇൻറ്റു 10. Okay, so you'll get 1000, then here 200, then here 10. 3 ഫിഗേഴ്സ് നമുക്ക് കിട്ടി. ഇനി പറയാം നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരു മിനിറ്റ്. ഓക്കെ, സോ തന്നിരിക്കുന്നതിനകത്തുനിന്ന് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കോളം ഒഴിവാക്കിയാൽ, അതായത് നമ്മുടെ പ്രിൻസിപ്പലിന്റെ വാല്യൂ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 200 പ്ലസ് 10. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 210. ദെൻ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ 2 കോളംസ് നിങ്ങൾ ഒഴിവാക്കുക. അത് ഏത് ക്വസ്റ്റ്യനിലായാലും ആദ്യത്തെ 2 കോളംസ് മാത്രം ഒഴിവാക്കുക. 2 കോളംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ എത്രയാണ്? 10. ഇതാണ് നമ്മളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 3 കോളമിനെയും ആഡ് ചെയ്യുക. 1000 പ്ലസ് 2000, 200 പ്ലസ് 10, 1210. ഇതാണ് ടോട്ടൽ എമൗണ്ട് റിസീവബിൾ ആഫ്റ്റർ ദി മെച്യൂരിറ്റി. മനസ്സിലായോ? കൺസെപ്റ്റ് പിടികിട്ടിയോ? ശരി.
ഓക്കെ, സോ ഇതേ പാറ്റേണിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് എങ്ങനെയാണെങ്കിൽ അത് ഷോ ചെയ്യും. അതിനുശേഷം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ജസ്റ്റ് നോക്കുക. ഇപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 2000 ആണെന്ന് വിചാരിക്കുക. പ്രിൻസിപ്പൽ 2000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. 2 ഇയർ ആണ്. സെയിം രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ യു ഹാവ് ടു കമ്പ്യൂട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദെൻ എന്താ കണ്ടുപിടിക്കണം? ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആൻഡ് ഫൈനലി യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ആസ് വെൽ. സോ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ രീതി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫെമിലറൈസ് ചെയ്യുക. തന്നിരിക്കുന്ന വർഷങ്ങൾ 2 വർഷങ്ങളായതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 2 1 എഴുതുക. അതിനുശേഷം ഫസ്റ്റ് കോളത്തിൽ പ്രിൻസിപ്പൽ 2000 എഴുതുക. ദെൻ രണ്ടാമത്തെ കോളത്തിൽ 10% ഓഫ് പ്രിൻസിപ്പൽ, അതായത് 2000 10% എന്ന് പറഞ്ഞാൽ 200 ആണ്. മൂന്നാമത്തെ കോളത്തിൽ 200 10% 20 ആണ്. ദെൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2000 into 1 2000 തന്നെ കിട്ടും. ദെൻ 200 into 2 that is 400. 1 into 20 20. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വരുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 420. ദെൻ ഡിഫറൻസ് എത്രയാണ്? ആദ്യത്തെ 2 കോളംസ് ഒഴിവാക്കുക, ബാക്കി വരുന്നതാണ് ഡിഫറൻസ്. 20 ആണ് ഡിഫറൻസ്. ആൻഡ് ഫൈനലി എമൗണ്ട് എത്രയാണ്? എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 2420. അതാണ് എമൗണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, ചെയ്യാമല്ലോ. ചെയ്യാൻ പറ്റില്ലേ? യെസ് ഓർ നോ പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ജസ്റ്റ് നോക്കൂ. ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി ഫോർ 3 years is 4% at 4% per annum is half of the compound interest on 2000 for 1 year at 10% per annum. പറഞ്ഞിരിക്കുന്നത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു സർട്ടൻ സം ഓഫ് മണിയുടെ 3 വർഷത്തേക്ക് 4% പെർ ആനം, 4% പെർ ആനം ഉള്ള തുക എന്ന് പറയുന്നത് is the half of compound interest on 2000 for 2 years at 10% per annum. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ ചെയ്തു. നമ്മൾ ഈ ചെയ്തത് സെയിം ക്വസ്റ്റ്യൻ ആണ്. 1 2 1 ചെയ്യുക. 2000 ആണ് പ്രിൻസിപ്പൽ 2000. ദെൻ 2000 10% 200. ദെൻ അതിന്റെ 10% 20. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 2000 into 1 2000. Then 200 into 2 400. 1 into 20 20. സോ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടിയല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് 420 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സർട്ടൻ സം ഓഫ് മണി ഫോർ 3 year, 3 വർഷത്തേക്ക് 4% റേറ്റിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈസ് half the amount of half the compound interest on 2000 for 2 years at 10% per annum. അതായത് ഇതിന്റെ ഹാഫ് ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. ഗീവൺ സിറ്റുവേഷനിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതിന്റെ ഹാഫ് ആണ്. അതായത് 210 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഫോർമുലയാണ്. അവിടെ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PNR, പ്രിൻസിപ്പൽ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം നമുക്ക് എന്തൊക്കെ അറിയാം? ദി സം ഇൻട്രസ്റ്റ് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് സം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയാം, പെർസെൻറ്റേജ് അറിയാം. സോ കണ്ടുപിടിക്കാമല്ലോ. PNR, സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 210 എന്ന് നമുക്കറിയാം. അതായത് P ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ് ഇൻറ്റു 4% ഈക്വൽ ടു 210. അങ്ങനെയാണെങ്കിൽ P കണ്ടുപിടിക്കാമല്ലോ. P ഈക്വൽ ടു 210 ഇൻറ്റു 210 divided by 3 into 4
മൾട്ടിപ്ലൈഡ് ബൈ 100. ബിക്കോസ് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അങ്ങനെയാവുമല്ലോ. സോ എത്ര കിട്ടും? 70 എത്ര വരും? 70 into 25. You'll get 70 into 25 എന്ന് പറയുമ്പോൾ that is 1720, right? 1750. $1,750 എന്നാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. കിട്ടിയല്ലോ. സോ നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു? ആദ്യം ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. സോ ഈ മെത്തേഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് വേഗം കിട്ടും. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പകുതിയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് 420 കിട്ടി. അതിന്റെ പകുതി അതായത് 210 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ 210 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാവുന്നത് 210 എന്ന് പറയുന്നത് P ഇൻറ്റു N ഇൻറ്റു R ആണ്. ഓക്കെ. സോ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഇയേഴ്സ് 3 ഇയർ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4 ആണ്. സോ 4% ആണ്. അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് 1750 ആണ് പ്രിൻസിപ്പൽ എന്ന് മനസ്സിലായി. ക്ലിയർ ആണോ? സർ. ശരി. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ സം ഓഫ് മണി ഡബിൾസ് at a compound interest in 6 years. In how many years it will become 16 times ആണ്. അതായത് ഒരു സം ഓഫ് മണി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 6 വർഷം കൊണ്ട് ഡബിൾ ആവും. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് അത് 16 ടൈംസ് ആവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും വളരെ ഈസിയാണ് ചെയ്യാൻ. നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഡബിൾ ആകുക എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആകുക എന്നല്ലേ? 2 ടൈംസ് ആകുന്നത് എത്ര വർഷം കൊണ്ടാണ്? 6 years കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 16 ടൈംസ് ആവുന്നത് എത്ര വർഷം കൊണ്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ടൈംസ് ആവുന്നത് 6 years കൊണ്ടാണ്. 16 ടൈംസ് ആവുന്നത് എത്ര വർഷം കൊണ്ടാണ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ 16നെ നമ്മൾ തന്നിരിക്കുന്നത് 2 ടൈംസ് അല്ലേ, 2ന്റെ പവർ ആയിട്ട് നമ്മൾ എഴുതുക. സോ 16നെ എത്ര 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 ആവും? 2 into 2 that is 4 into 2 8 into 2 that is 16. അതായത് 2 പവർ 2⁴ എന്ന് പറയുന്നതാണ് 16 ആണല്ലോ. മനസ്സിലായോ? സോ ജസ്റ്റ് ആ തന്നിരിക്കുന്ന 16 ടൈംസ് കണ്ടുപിടിക്കാൻ വേണ്ടി മുകളിൽ നമുക്ക് എത്രയാണോ, അതായത് 2 ടൈംസ് ആണോ 3 ടൈംസ് ആണോ പറഞ്ഞിരിക്കുന്നത് നോക്കുക. 2 ടൈംസ് ആയതുകൊണ്ട് ആ 2 പവർ ആയിട്ട് എഴുതുക 16നെ. അങ്ങനെ നമുക്ക് നോക്കിയപ്പോൾ ആ 4ആണ് പവർ വന്നിരിക്കുന്നത്. ആ 4 കൊണ്ട് നമ്മൾ ഈ 6നെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 6 into 4 24. 24 വർഷങ്ങൾ കൊണ്ടാണത് 16 ടൈംസ് ആയി മാറുന്നത്. ഇത്ര ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോ ഇമാജിൻ 7 വർഷം കൊണ്ട് ഡബിൾ ആയെന്ന് വിചാരിക്കാം. 7 വർഷം കൊണ്ട് ഡബിൾ ആയി. ഓക്കെ. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ എഴുതുന്നു. ഡബിൾ ആകുന്നത് 7 years കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 8 ഇരട്ടിയാവുന്നത് എത്ര വർഷം കൊണ്ടാണെന്നാണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 2നെ അതേപോലെ 8 ആക്കി മാറ്റുക. അതായത് 2 into 2 ചെയ്താൽ 4 ആണ്, into 2 ചെയ്യുമ്പോഴാണ് 8 ആകുന്നത്. പവർ 2 പവർ 3 എന്നുള്ള രീതിയിലാണ് നമുക്ക് 8 കിട്ടുന്നത്. അപ്പോൾ ആ 3 അല്ലേ പവർ ആയിട്ട് വന്നിരിക്കുന്നത്. ആ 3 കൊണ്ട് നിങ്ങൾ 7നെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 7, അതായത് 8 മടങ്ങായി വർദ്ധിപ്പിക്കാൻ വേണ്ടി 21 years ആണ് വേണ്ടത്. മനസ്സിലായോ കൺസെപ്റ്റ്? യെസ് സർ. ശരി. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. എ സർട്ടൻ പ്രിൻസിപ്പൽ ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് ദി ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് 5% ഫോർ 2 years. 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ₹1. വാട്ട് ഈസ് പ്രിൻസിപ്പൽ? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, നമ്മളുടെ 2 വർഷത്തേക്കുള്ള റൂൾ എന്തായിരുന്നു? 2 വർഷത്തേക്കുള്ള റൂൾ എന്ന് പറയുന്നത് 1 2
1 ആണ്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു തവണ കൂടി ഞാൻ വായിക്കുന്നു. ഒരു സർട്ടൻ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് at the annual rate of interest for 5%, interest of 5% for 2 years. ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 1 രൂപ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മളുടെ ഇക്വേഷൻ പ്രകാരം വാട്ട് യു നോ ഇസ് ദാറ്റ് ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ അവസാനത്തെ കോളം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ 2 കോളം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള കോളം എന്ന് പറയുന്നത് ഡിഫറൻസിന്റെ ടോട്ടലാണ് അല്ലേ? ജസ്റ്റ് നോക്കി, നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നോക്കി, ഡിഫറൻസ് എന്തായിരുന്നു? ആദ്യത്തെ 2 കോളംസ് ഒഴിവാക്കിയിട്ട് ബാക്കി വന്നിരിക്കുന്നതാണ് ഡിഫറൻസ്. ഓക്കെ, ആ ഡിഫറൻസ് നമുക്കിവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ₹1 ആണ്. അതായത് നമ്മളുടെ ഈ 1 കോളത്തിൽ വരുന്നതാണ് ₹1. ഇത് നമുക്കറിയാമെങ്കിൽ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മൾ എങ്ങനെയാണ് ഈ 1ലേക്ക് എത്തിയിരുന്നത്? ആദ്യം പ്രിൻസിപ്പൽ എഴുതുന്നു, പ്രിൻസിപ്പലിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 3ാമത്തെ കോളത്തിൽ എഴുതിയിരുന്നത്. അത് നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതാൻ പോകുന്നു. അതായത് ഇവിടെ നമുക്കറിയാവുന്നത് ഡിഫറൻസ് അറിയാം, 1 ആണ് ആ ഡിഫറൻസ് എന്നറിയാം. ഇത് നമുക്ക് സാധാരണഗതി കിട്ടുന്നത് എങ്ങനെയാണ്? ഇതിന് തൊട്ട് മുമ്പ് 2ന്റെ താഴെയുള്ള ആ ഫിഗറിനെ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫിഗർ കിട്ടിയത്. ഇനി അത് തിരിച്ചാക്കണമെങ്കിലോ ജസ്റ്റ് റിവേഴ്സ് ഓർഡർ ചെയ്യണം. എങ്ങനെ ചെയ്യും? 5/100 പകരം 100/5 ചെയ്യുക. സോ യു ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? 1 × 100/5 ചെയ്യുമ്പോൾ നമുക്ക് ഈ 2ാമത്തെ കോളത്തിലെ ഫിഗർ കിട്ടും. അത് എത്രയാണ്? സോ സെക്കൻഡ് കോളത്തിലെ ഫിഗർ എന്ന് പറയുന്നത് 20 ആണ്. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 20 × 100/5. ഓക്കെ, സോ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 400 ആണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ട് ചെയ്തു വന്നതെന്ന് മാത്രം. സോ നമ്മൾ ആദ്യത്തെ കോളത്തിൽ പ്രിൻസിപ്പൽ എഴുതി, പ്രിൻസിപ്പലിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% എടുത്തിട്ടാണ് ഇവിടെ എഴുതിയത്. ദെൻ അതിന്റെ 10%ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, സോ നേരെ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യണം? 20 × 100/10 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 200. ദെൻ 200 × 10% നേരെ തിരിക്കുക, 100/10 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 2000. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. സോ ആ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ വി ഗോട്ട് ദി റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഈസ് ₹400. മനസ്സിലായോ? മനസ്സിലായോ? പറയൂ. കൺഫ്യൂഷൻ ഉണ്ടോ? റെസ്പോണ്ട് പ്ലീസ്. തന്നെ ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോ ക്ലിയർ ആവും സാർ. ശരി. അത് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി. അതായത് 5%. 3 ഇയേഴ്സ് വരുമ്പോഴേ അപ്പൊ ഇങ്ങനെ ഇപ്പം എന്താ പറയാ 5% എന്ന് വന്നു കഴിയുമ്പോ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് ചെയ്ത് കാണിക്കൂ. 3 years 3 വരും. ഇയേഴ്സ് ഫൈൻ. കാണിക്കാം. അതായത് ഇപ്പോ നമ്മള് ഓക്കെ, നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 3 ഇയർ ആണെന്ന് വിചാരിക്കുക. n 3 ഇയർ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കോഡ് ഇവിടെ എഴുതുക ആദ്യം. ലെറ്റ് മീ erase this first. ഓക്കെ, സോ 3 ഇയർ ആണ്. കോഡ് എന്ന് പറയുന്നത് 1331 ആണ്. ഓക്കെ, സോ 2000 ആണ് പ്രിൻസിപ്പൽ. 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സോ 2000 ആദ്യത്തെ കോളത്തിൽ എഴുതുക. അതിന്റെ 10%, ദാറ്റ് ഈസ് 200 രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നു. അതിന്റെ 10%
ദാറ്റ് ഈസ് 20 മൂന്നാമത്തെ കോളത്തിൽ എഴുതുന്നു. അതിന്റെ 10% ടു നാലാമത്തെ കോളത്തിൽ എഴുതി. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2000 2000, then 3 into 200 600, 3 into 20 that is 60, then 1 into 2 2. You'll get, ഇതാണ് നമുക്ക് റിസൾട്ടന്റ് ഫിഗർ ആയിട്ട് കിട്ടുന്നത്. ഇനി എന്ത് വേണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ഒഴിവാക്കുക. ഫസ്റ്റ് കോളം ഒഴിവാക്കിയിട്ട് ബാക്കി 3 കോളംസ് ആഡ് ചെയ്യുക. 662 ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദെൻ ഡിഫറൻസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 കോളംസ് ഒഴിവാക്കുക. ആദ്യത്തെ 2 കോളംസ് ഒഴിവാക്കിയിട്ട് ബാക്കി 2 കോളംസ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 62. ഓക്കെ, എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൂടി ആഡ് ചെയ്യുക. 3 അല്ല 4 കൂടി ആഡ് ചെയ്യുക. 2662. ഇതാണ് ടോട്ടൽ എമൗണ്ട്. ഓക്കെ, താങ്ക് യു. ഇത് വളരെ എളുപ്പമാണ്, നമ്മൾ ചെയ്ത് കംഫർട്ടബിൾ ആയിക്കോളും. ഓക്കെ, സോ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ വേയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി. എ സം ഓഫ് മണി വിത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബിക്കംസ് 400 in 2 years ആൻഡ് 500 in 3 years. ഫൈൻ സം. അതായത് ഈ തന്നിരിക്കുന്ന പാറ്റേണിൽ ഒരു സം ഓഫ് മണി, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 വർഷം കൊണ്ട് 500 രൂപയായി മാറുന്നു. ദെൻ 2 വർഷം കൊണ്ട് 400 രൂപയായി മാറുന്നു. 3 വർഷം കൊണ്ട് 500 രൂപയായി മാറുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തുകയെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു സം എത്രയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, give me 1 minute. No, not this one. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു മിനിറ്റ്. യെസ്, അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 2 വർഷം കൊണ്ട് 400 ആവുന്നു. ദെൻ 3 വർഷം കൊണ്ട് സെയിം സം ഓഫ് മണി 500 ആവുന്നു. ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ 2ഉം 3ഉം അടുപ്പിച്ചുള്ള 2 വർഷങ്ങളാണല്ലോ. സോ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ആദ്യം നമ്മൾ എഴുതി മനസ്സിലാക്കാൻ വേണ്ടി 400 എത്ര വർഷങ്ങൾ കൊണ്ടാവുന്നു? 2 വർഷം കൊണ്ടാവുന്നു. ദെൻ 500 ആകുന്നത് 3 വർഷങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഈ ചേഞ്ച് എന്ന് പറയുന്നത് 1 year ആണ്. ദെൻ ചെക്ക് ദിസ് വൺ, ഈ ചേഞ്ച് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, സോ റേറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദി സം എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. നമ്മളിവിടെ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന ഈ ചേഞ്ചിനെ ബേസ് ആയിട്ടുള്ള ആദ്യത്തെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 100 divided by 400 into 100, you'll get the percentage. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ വർഷം 400 ആയിരുന്നു, രണ്ടാമത്തെ വർഷം അത് 500 ആയി. സോ ആദ്യത്തെ വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ 400 ആയിരുന്നു, മൂന്നാമത്തെ വർഷം അത് 500 ആയി. സോ 2 വർഷത്തിന് 400, 3 വർഷത്തിന് 500 എന്ന് എഴുതി. അതിന്റെ ഡിഫറൻസ് എത്രയാന്ന് നോക്കി. ഡിഫറൻസ് 100 ആണ്. 100 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ, ഫസ്റ്റ് ഇയർ ചെയ്യാം, ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് പെർസെൻറ്റേജ്. എത്രയാണ് ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിട്ടിരിക്കുന്നത്? വിൽ ഗെറ്റ് 25. ഓക്കെ, വിൽ ഗെറ്റ് 25%. ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം. ദെൻ നമുക്ക്
നമ്പർ ഓഫ് ഇയേഴ്സ് അറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും അതോടൊപ്പം തന്നെ ഈ എമൗണ്ടും അറിയാം. അതായത് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 400 ഓക്കെ. എമൗണ്ട് അറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ ജസ്റ്റ് റിവേഴ്സിൽ ചെയ്യാം. നമ്മൾ നേരത്തെ ആ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ജസ്റ്റ് റിവേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി എമൗണ്ട്. സോ ജസ്റ്റ് ബിഫോർ നമ്മളത് ചെയ്തതാണ്. ഈ ഒരു മെത്തേഡ് കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നിലവിൽ അറിയാം. എമൗണ്ടിൽ നിന്നും ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രയാണ് പ്രിൻസിപ്പൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഡു മോർ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി കാണാം പല ഏരിയയിൽ നിന്നായിട്ട്. സോ വിൽ ഡിസ്കസ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് നമ്മൾ ചെയ്തതാണ്, അതിലേക്ക് ഇനി പോകുന്നില്ല. ചെക്ക് സംതിങ്. നമ്മൾ ബേസിക് ചില ക്വസ്റ്റ്യൻസിലേക്ക് വന്നിട്ടില്ല. അതായത് ടൈം സീരീസും ലെറ്റർ സീരീസും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. സോറി, നമ്പർ സീരീസും ലെറ്റർ സീരീസും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. നമ്പർ സീരീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. സി നെക്സ്റ്റ് ടേം ഇൻ ദി സീരീസ് ഈസ്, നമുക്കിവിടെ ഒരു സീരീസ് വന്നിട്ടുണ്ട്. 56, 40, 27, 17, 10. അതിന്റെ അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയറക്ട്ലി തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. 56, 40 ഡിഫറൻസ് നോക്കുക. 56, 40 ആകണമെങ്കിൽ ആ ഡിഫറൻസ്, ദെൻ അതെന്ന് പറയുന്നത് 16 ദെൻ 40, 27 ആകുന്നു, ഗെറ്റ് 13, ദെൻ 27, 17 ആകുന്നു, 10, 17, 10 ആകുന്നു, ദാറ്റ് വിൽ ബി 7. അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? ക്യാൻ സി 3 വെച്ചിട്ടാണ് കുറഞ്ഞു പോയിരിക്കുന്നത്. 7 മൈനസ് 3 യു വിൽ ഗെറ്റ് 4. സോ 4 മൈനസ് ചെയ്യുക, 6 ആയിരിക്കും റൈറ്റ് ആൻസർ. സോ ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലൈക്ക് വൈസ് ക്യാൻ യു ഇത് എത്രയാണെന്ന് പറയാമോ? 10, 3, 13, 22, then 49. നെക്സ്റ്റ് വൺ ഏതാണ്? കിട്ടിയോ? ടെൻ became 13, right? ഓക്കെ, ഡി ഫൈൻ. 10 എന്ന് പറയുന്നത് 13 ആവുന്നു. 10, 13 ആകണമെങ്കിൽ പ്ലസ് 3, ദെൻ 13 എന്ന് പറയുന്നത് 22 ആവുന്നു. 22 ആകണമെങ്കിൽ ദാറ്റ് ഈസ് പ്ലസ് 9. 22 became 49. 49 ആകണമെങ്കിൽ പ്ലസ് 27. 27, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 3 ആണ്, പ്ലസ് 3. രണ്ടാമത് 3യുടെ സ്ക്വയർ, മൂന്നാമത് തന്നിരിക്കുന്നത് 3യുടെ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി വരേണ്ടത് 3⁴ ആണ്. 3⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 into 3. 27 into 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 81. 81 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 130. ഇതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ഓക്കെ, പാറ്റേൺ കണ്ടല്ലോ. പ്ലസ് 3 പ്ലസ് 9 പ്ലസ് 27. അപ്പോൾ 3 9 ആകണമെങ്കിൽ ഇൻറ്റു 3 അങ്ങനെ എടുത്താലും മതി. 3 into 3 9, 9 into 3 27,
27 into 3, that is 81. 81 ആഡ് ചെയ്തപ്പോൾ we got 130. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. ആൻഡ് എല്ലാം ഒരു പാറ്റേൺ ആണ് കേട്ടോ, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ദി നെക്സ്റ്റ് ടേം ഇൻ ദി സീരീസ്, ഈ ക്വസ്റ്റ്യൻ നോക്കി, 7, 11, 19, 35, 67. അടുത്ത ടേം ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, ഫൈൻ. സോ തന്നിരിക്കുന്നത് വെച്ചിട്ട് 7 പ്ലസ് 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 11 കിട്ടുന്നത്. ദെൻ 11ന്റെ ഒപ്പം പ്ലസ് 8 ചെയ്യുമ്പോഴാണ് 19 കിട്ടുന്നത്. 19ന്റെ ഒപ്പം പ്ലസ് 16 ചെയ്യുമ്പോഴാണ് വിൽ ഗെറ്റ് 35. 35 പ്ലസ് 32. ഓക്കെ, അതായത് ഡബിൾ ചെയ്ത് പോകുന്നു. ഇൻറ്റു 2 വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 into 2 8, then 8 into 2 16, 16 into 2 32. അതേപോലെ 32 into 2 64 ആഡ് ചെയ്യുക. സോ 64 ആഡ് ചെയ്യുമ്പോൾ 67 plus 64, 60 plus 60, 131 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്തരം ഈ ഒരു മോഡൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാറുണ്ടോ. സോ ഒരുപാട് MCQs ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ഇൻ ദി ഫോളോയിങ് സീക്വൻസ്. ഇതിൽ ചേരാത്തതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. 1, 5, 14, 30, 50, 55, 91. ഇതിൽ ആ ഒരു ഓർഡറിൽ ചേരാതിരിക്കുന്ന ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ നോക്കുക. 1, 5, then 14, 30, 50 and 55 and finally 91. ഇതാണ് തന്നിരിക്കുന്നത്. നമ്മളുടെ റിലേഷൻ നോക്കുകയാണെങ്കിൽ ക്യാൻ സി 1 എന്ന് പറയുന്നത് 5 ആകുന്നു. 1 എന്ന് പറയുന്നത് 5 ആകണമെങ്കിൽ 1 plus 2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള രീതിയിലാണ്. 1 plus 2ന്റെ സ്ക്വയർ, 1 plus 4 ആണ് 5, 1 plus 2 സ്ക്വയർ is 5. അതേപോലെ തന്നെ 5ന്റെ ഒപ്പം പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 സ്ക്വയർ. അതിന് ഞാനിവിടെ എഴുതുന്നു, ജസ്റ്റ് എഴുതിയതിനു ശേഷം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 1 5 ആകുന്നത് പ്ലസ് 4 ചെയ്യുമ്പോഴാണ്. ദെൻ 5 14 ആകുന്നത് പ്ലസ് 9 ചെയ്യുമ്പോഴാണ്. ദെൻ 14 30 ആകുന്നത് പ്ലസ് 16 ചെയ്യുമ്പോഴാണ്. റൈറ്റ്. ദെൻ 30 50 ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പ്ലസ് 20. ഓക്കെ, ഒരു പാറ്റേൺ ഇവിടെ നിങ്ങളൊന്ന് നോക്കി. ആദ്യം പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2ന്റെ സ്ക്വയർ ആണ്. പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 സ്ക്വയർ. ദെൻ പ്ലസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടതാണ് 5 സ്ക്വയർ ആണ് വരേണ്ടത്, അതായത് 25 ആണ് വരേണ്ടത്. സോ ഈ 50 അവിടെ ചേരുന്നില്ല. 30 plus 25, that is 55. That's right. സോ ഓഡ് വൺ ആയിട്ട് വരുന്നത് ഇവിടെ 50 ആണ്. ഓപ്ഷൻ 3 ഇതാണ് ഓഡ് വൺ. സോ എല്ലാത്തിൻ്റെ ഒപ്പം പ്ലസ് സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, ആ രീതിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ലെറ്റർ സീരീസിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കോഡ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? കോഡ് ചെയ്തപ്പോൾ ലെറ്റർ സീരീസിന്റെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എല്ലായിടത്തും നമ്മൾ ചെയ്യേണ്ടത് ABCD ആൽഫബറ്റ്സ് പൂർണ്ണമായിട്ട് എഴുതുക. ആൽഫബറ്റ്സ് പൂർണ്ണമായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലെറ്റർ സീരീസ് ഏരിയ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ലെറ്റർ സീരീസ് കോഡ് തന്നെയാണ്, കോഡുമായി കണക്റ്റഡ് ആണ്. അതിൽ നിന്നും പുറത്തുനിന്നും ഒന്നും തന്നെ ചോദിക്കാനില്ല.
നൗ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ വരാറുണ്ട്. ചൂസ് ദി വേർഡ് വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ദി റെസ്റ്റ്. മറ്റുള്ളവയുമായിട്ട് ചേരാത്ത വേർഡ് ഐഡന്റിഫൈ ചെയ്യാം. സോ ഐസ്, നോസ്, ലെഗ്സ്, ഹാൻഡ്സ്. ഇതിൽ ഓഡ് വൺ ഏതാണ്? ഓക്കെ, സോ ബാക്കിയുള്ളതിനെല്ലാം രണ്ടായിട്ട് നമുക്ക് രണ്ട് പെയറായിട്ട് പറയാം. നോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരെണ്ണമായിട്ട് മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഓടുക. ദെൻ ചൂസ് ദി വേർഡ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദി റെസ്റ്റ്. റൈറ്റ്, നോളജ്, റീഡ്, ലേൺ. റൈറ്റ്, റീഡ്, ലേൺ ഇവ മൂന്നും ഒരുപോലെയാണ്. നോളജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ദെൻ ചൂസ് ദി വേർഡ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദി റെസ്റ്റ്. ആരവല്ലി ഹിൽസ്, ശിവാലിക് ഹിൽസ്, ദെൻ നീൽഗിരി ഹിൽസ്, മൗണ്ട് കിളിമഞ്ചാരോ. കിളിമഞ്ചാരോ ഇന്ത്യയിലല്ലെന്ന് പറയാം, അല്ലെങ്കിൽ കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ആണ്, ബാക്കിയുള്ളതെല്ലാം ഹിൽസ് ആണ്. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണാം. ലൈക്ക് ചൂസ് ദി വേർഡ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദി റെസ്റ്റ്. പേപ്പർ, വൂൾ, പ്ലാസ്റ്റിക്, ജൂട്ട്. പ്ലാസ്റ്റിക്. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്നുള്ളൂ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. കുറെ ക്വസ്റ്റ്യൻസ് കൂടി വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അറ്റംപ്റ്റ് ചെയ്യാം. Then let's see some other questions. X and Y are two positive numbers and X is 25% greater than Y. What is the value of ratio Y by X? So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് എക്സും വൈയും ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് നമ്പേഴ്സ് ആണ്. എക്സ് ഇസ് 25% ഗ്രേറ്റർ ദാൻ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? വൈ എന്ന് പറയുന്നത് 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 125 ആയിരിക്കും. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് റേഷ്യോ വൈ ഡിവൈഡ് ബൈ എക്സ്? വൈ ഡിവൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നേരെ തിരിച്ചാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണല്ലേ. അതായത് യു ക്യാൻ അസ്യൂം ലൈക്ക് ദിസ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. പറഞ്ഞിരിക്കുന്നത് എക്സ് ആൻഡ് വൈ ആർ നമ്പേഴ്സ്. വൈ ഇസ് 25% ഗ്രേറ്റർ ദാൻ എക്സ് ഇസ് 25% ഗ്രേറ്റർ ദാൻ വൈ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിനെ 100 ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ആൻസർ പെട്ടെന്ന് കിട്ടും. എക്സ് 100 ആണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ എന്ന് പറയുന്നത് 100ന്റെ 25% കുറവാണ്. വൈ വിൽ ബി ലൈക്ക് 75. ഓക്കെ, വൈ എന്ന് പറയുന്നത് 75 ആയിരിക്കും. സോ എക്സ് ഇസ് 25% ഗ്രേറ്റർ ദാൻ വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. അതാണ് അതിന്റെ പ്രോപ്പർ വേ. സോ യു ക്യാൻ ഡു ഇറ്റ്. ഒന്നുകൂടി ഞാൻ പറയുന്നേ. എക്സ് ആൻഡ് വൈ ആർ ടു പോസിറ്റീവ് നമ്പേഴ്സ്. എക്സ് ഈസ് 25% ഗ്രേറ്റർ ദാൻ വൈ. വൈ മാത്രമേ നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാൻ പറ്റൂ. വൈ 100 ആണ്. എക്സ് എന്ന് പറയുന്നത് അപ്പോൾ 25% ഗ്രേറ്റർ ആണ്, 125 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വൈ ബൈ എക്സ്? വൈ ബൈ എക്സ് എത്രയായിരിക്കും? വൈ എന്ന് പറയുന്നത് 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 125. ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരും? ഹൺഡ്രഡ് ഡിവൈഡ് ബൈ 125. ചെയ്ത് നോക്കുക. ചെറിയത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 0.80. സോ റൈറ്റ് ആൻസർ ഈസ് 0.80. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട റിലേഷൻ എടുക്കുക. സോ ദാറ്റ് ഇങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1. ദി പെർസെന്റൈൽ ഡിവൈഡ്സ് ദി ഡിസ്ട്രിബ്യൂഷൻ ഇൻടു 100 ഈക്വൽ പാർട്സ്. ഇതൊരു നോളജ് എന്നുള്ള രീതി മനസ്സിലാക്കണേ. പെർസെന്റൈൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ടോട്ടൽ ഐറ്റത്തിനെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ പെർസെന്റൈൽ എന്ന് പറയുന്നത്. സോ തന്നിരിക്കുന്നത് റൈറ്റ് ആണ്. എ പെർസെന്റൈൽ ഡിവൈഡ്സ് ദി ഡിസ്ട്രിബ്യൂഷൻ ഇൻടു 100 ഈക്വൽ പാർട്സ്. ദിസ് ഇസ് ട്രൂ. 100 ഈക്വൽ പാർട്സ് ആയിട്ടാണ് പെർസെന്റൈൽ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2.
റേഞ്ച് ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ 0 ആൻഡ് ഹയസ്റ്റ് വാല്യൂ. അല്ല, 0 അല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്. റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 20 മുതൽ 50 വരെ എന്ന് പറയാം, അതൊരു റേഞ്ച് ആണ്. 30 മുതൽ 50 വരെ, 30 മുതൽ 60 വരെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് റേഞ്ച് ആണ്. സോ റേഞ്ച് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും 0യിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. ഇത് ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. സോ പെർസെന്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷനെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെ പെർസെന്റൈൽ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഏത് റാൻഡം ആയിട്ടുള്ള റേഞ്ച് നമുക്ക് പറയാം. അത് 0 തൊട്ട് ഹയസ്റ്റ് വാല്യൂ വരെ ആകണമെന്നില്ല. നമുക്ക് റൈറ്റ് അവേ ഒരു 100 to 200 അതൊരു റേഞ്ച് ആയിട്ട് പറയാം. സോ അങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും റേഞ്ച് പറയാൻ സാധിക്കും. സോ റൈറ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. മറ്റൊരു ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻവോൾവ്സ് ദി റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഏൺഡ് ഇൻട്രസ്റ്റ് വിച്ച് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ് ഓൾസോ ഏൺസ് ഇൻട്രസ്റ്റ്. അല്ലെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുവഴി ഇപ്പോൾ 100 രൂപ, അതിന് 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 110 രൂപയും. ആ 110 രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 110 രൂപയ്ക്കാണ് വലിയ ഇൻട്രസ്റ്റ് വരുന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെയർ ഇസ് എ കൺസെപ്റ്റ് ഓഫ് റീ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റിനെ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അതുവഴി നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ദി എമൗണ്ട് ഏൺഡ് ഓർ പെയ്ഡ് ഓൺ ദി സം ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ amount. Simple interest is the amount earned or paid on sum of compound interest and principal amount. അല്ല. സോ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും ഉള്ള നിശ്ചിത തുക മാത്രമാണ്. നിശ്ചിതമായിട്ടുള്ള 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആ 10%, ആ ഒരു എമൗണ്ടിന്റെ 10% മാത്രമായിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അവിടെ ആ റീ ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ് ഇല്ല. വേറാസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആ ഒരു റീ ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ് ഉണ്ട്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 തരുന്നത് നമ്പേഴ്സ് ആണ്, അതിന്റെ സ്ക്വയർ റൂട്ടുകളാണ് നമുക്ക് ലിസ്റ്റ് 2വിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ യു ക്യാൻ സി നമ്പേഴ്സും സ്ക്വയർ റൂട്ടും. ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും തോന്നരുത്. നമുക്ക് ജസ്റ്റ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഈ 9ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയാലോ? 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എൻഡിൽ 9 വരുന്ന സിറ്റുവേഷനിലൊക്കെ സ്ക്വയർ എന്ന് പറയുന്നത് എൻഡിൽ 1 ആയിരിക്കും. അത് നിങ്ങൾ ഓർക്കാലോ. 9 into 9 എന്നാണ് ചെയ്യുന്നത്. 9 into 9 എന്ന് പറയുമ്പോൾ 81 വരും. സോ എൻഡ് എന്ന് പറയുന്നത് എൻഡിൽ 9 ആണെങ്കിൽ എൻഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ സെക്കൻഡ് 29ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 841 ആണ്. രണ്ടെണ്ണം മാച്ച് ചെയ്തു. ഇനി 203യും 232 ആണുള്ളത്. ഇപ്പോൾ രണ്ടിലും അത് 203 അല്ലെങ്കിൽ 232. ഇപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 into 3 9 എൻഡ് ചെയ്യണം. 9 എൻഡ് ചെയ്തിരിക്കുന്ന ഫിഗർ ഇതല്ലേ? സോ എ ആണ് 9 എൻഡ് ചെയ്തിരിക്കുന്നത്. സോ 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 into 2 ദാറ്റ് ഈസ് 4. 4 എൻഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്തരത്തിൽ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ശരി. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, given below are two statements. If you know the length of two sides of the right angle, a right angle triangle, then the length of the third side cannot be found. രണ്ട് സൈഡ് അറിയാമെങ്കിൽ തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ എന്താ പറ്റിയിട്ട്? ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടകോൺ എന്ന് പറയും. ഇങ്ങനെ ഈ ഒരു രീതിയിലിരിക്കുന്ന ട്രയാങ്കിൾ ആണ്. സോ 90 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈ വാല്യൂം അറിയാമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഒക്കെ യൂസ് ചെയ്യാം. സോ രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാ, cannot be found എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട്. ദെൻ ദി ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആഡ് അപ് ടു 180 ഡിഗ്രി സെൽഷ്യസ്. സോ എല്ലാ ആംഗിളുകളും ഇപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 90 + 90. സോ 180 ഡിഗ്രി സെൽഷ്യസ് ആണ് ടോട്ടൽ വരുന്നത്. അതിനിപ്പോൾ ഇവിടെ 35 ആണെങ്കിൽ ഇവിടെ 55 ആയിരിക്കും. അങ്ങനെയും എല്ലാ ആംഗിളുകളും ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 180 ഡിഗ്രി എന്താണ് പറയുന്നത്. സോ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ആംഗിളുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 180. ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. So first statement is false, second statement is true.
ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദാറ്റ് ഈസ് വാട്ട് വി സെഡ്. അടുത്തത്, ദി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 144. LCM തന്നിട്ടുണ്ട് 144 ആണ്. ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഈസ് 2. വാട്ട് ആർ ദി നമ്പേഴ്സ് given their sum is 34? ഓക്കെ, സോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 144 വരണം. LCM 144 വരണം. ദെൻ അവരുടെ സം എന്ന് പറയുന്നത് 34 ആണ്, വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ LCM കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ഡയറക്ട്ലി ചെയ്ത് നോക്കാം. 20 and 14. LCM എത്രയാന്ന് നോക്കൂ. 2 times 10, 7. Then can say 2 കൊണ്ടൊന്നുമില്ല ചെയ്ത് കഴിഞ്ഞാൽ 5 and 7. സമ്മ് 34 എന്ന് പറയുമ്പോ ആദ്യം കൂട്ടി നോക്കിയിട്ട് ബാക്കി ചെയ്താൽ പോരെ? 34 ആണല്ലോ ഇത്, അല്ലേ? 34 ആണ്, ആ എല്ലാം 34 ആണ്. അതുകൊണ്ട് ഞാൻ അത് ഓൾറെഡി നോക്കി, എല്ലാം 34 തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡയറക്ട്ലി LCM-ലേക്ക് പോയത്. സോ LCM-ലേക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് 2 into 2 that is 4, 4 into 5 that is 20, 20 into 7 140 ആണ് ഫസ്റ്റ് സിറ്റുവേഷനിൽ കിട്ടുന്നത്. സോ ദാറ്റ്സ് റോങ്. രണ്ടാമത്തത് 22 and 12. LCM കണ്ടുപിടിക്കുക. 2 times 11 and this will be 6. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. സോ 2 into 11 that is 22, 22 into 6. കറക്റ്റ് അല്ലേ? 2 into 11 yeah, 2 into 11 that is 22, 22 into 6 that will be 132, right? 132. Then അടുത്തത് 24 10 ആണെങ്കിൽ നമുക്ക് 144 കിട്ടണം. 24 10 ആണെങ്കിൽ that will be 12 and 5. So 12 into 2 24, 24 into 5, 12 into 2 24 ആണ്. 24 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 120. Again അതുമല്ല. Then ലാസ്റ്റ് ഓപ്ഷൻ, അപ്പൊ 3 ഓപ്ഷൻസ് കഴിഞ്ഞ് നാലാമത്തെ ഓപ്ഷൻ 18 16 ആണെങ്കിൽ 2 times you will get 9 and 8. Okay, so ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. 9 into 8 എന്ന് പറയുമ്പോൾ 72, 72 into 2 that is 144. അവസാനത്തെ ഓപ്ഷനിലാണ് നമ്മളുടെ LCM ഇരിക്കുന്നത് 144. സോ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 20 times a positive integer is less than its square by 96. What is the integer? 20 times a positive integer is less than its square by 96. So നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് ഇൻറ്റിജറിന്റെ 20 ടൈംസ് 20 തവണ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 ടൈംസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 96 ആണ്. അതിന്റെ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 96 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ നമ്പർ? സോ ആദ്യം നമ്മൾ 24 എടുക്കുകയാണെങ്കിൽ 24 into 20 ചെയ്യുക. 24 into 20 ചെയ്യുക. അതേപോലെ തന്നെ 24ന്റെ സ്ക്വയറും ചെയ്യുക. ഓക്കെ, അതേപോലെ ഓരോന്നിന്റെയും ഇൻറ്റു 20യും ദെൻ അതിന്റെ സ്ക്വയർ നോക്കിയാൽ മാത്രം മതി. (24 into 20) എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 480. 24 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 24 into 24 ദാറ്റ് ഈസ് 576. ഓക്കെ, 576. ഡിഫറൻസ് എത്രയാണ്? 576 മൈനസ് 480, ഡിഫറൻസ് എന്ന് പറയുന്നത് 96 ആണ്. സോ യു ഗോട്ട് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദി പോസിറ്റീവ് ഇൻറ്റിജർ 20 ടൈംസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ദി സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 576 ആണ്. 20 ടൈംസ് എന്ന് പറയുന്നത് 480 ആണ്. 480 എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയറിനേക്കാൾ 96 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിന്റെ റൈറ്റ് ആൻസർ കിട്ടി. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ,
മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഫോർ 2 നമ്പേഴ്സ് 84 ആൻഡ് 96. 84 96 ആണ് നമ്പേഴ്സ്. നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് HCF, LCM, പ്രൊഡക്റ്റ്, സം ഇവയെ മാച്ച് ചെയ്യാനാണ്. രണ്ട് നമ്പേഴ്സിന്റെ മാത്രമേ ഉള്ളൂ. സോ 84 96 ആണ്. 84 96 LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിവിടെ കണ്ടുപിടിച്ച് നോക്കാം. 84 96 LCM കണ്ടുപിടിക്കുമ്പോൾ 2 വിൽ ഗെറ്റ് 42 ആൻഡ് 48, വീണ്ടും 2, 21 ആൻഡ് 24, 3 വിൽ ഗെറ്റ് 7 ആൻഡ് 8. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 into 2, that is 4. 4 into 3, that is 12. 12 into 7, 84. 84 into 8. 84 into 10 എന്ന് പറയുമ്പോൾ that is 840 minus 84 1%, that is around 600. 600 വെച്ചിട്ടുള്ളൊരു ആൻസർ. അതായത് ഇതാണ് നമ്മളുടെ LCM. ഓക്കെ, LCM കിട്ടി. then HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിനും കോമൺ ആയിട്ട് ഇത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ HCF കിട്ടും. ഇത് രണ്ടിന്റെ ഡിഫറൻസ് എത്രയാണ്? 84ഉം 96ഉം തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 12 ആണ്. അതാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻസ് ആണ്. വിൽ ഗെറ്റ് 12. ദെൻ അടുത്തത് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 84ഉം 90യും തമ്മിൽ 80 90 തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതൊരു വലിയ ഫിഗർ ആയിരിക്കും. 4 അക്ക നമ്പർ കിട്ടും. അത് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ സം ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 80 plus 90 170, 6 plus 4 10, 180 ആണ് അതിന്റെ സം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ വളരെ അത്ര ബുദ്ധിയിലൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക, LCM കണ്ടുപിടിക്കുക, HCF കണ്ടുപിടിക്കുക, പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ഇതൊക്കെ മാത്രമേ അതിനകത്തുള്ളൂ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാണ്. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 25 ഇഫ് ദി നമ്പർ ഫോംഡ് ബൈ its last 2 digits is either 0 or divisible by 25. ഇത് 25ന്റെ ഡിവിഷൻ റൂൾ തന്നെയാണ്. അതായത് 25 വെച്ച് നിങ്ങൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആ നമ്പറിന്റെ എൻഡില് 2 ഡിജിറ്റുകൾ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആ നമ്പറിന്റെ എൻഡിൽ 2ഉം 5ഉം ആയിരിക്കണം. 25 ആയിരിക്കണം വരേണ്ടത്. സോ ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ, അതായത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 ആയാലും ഡിവൈഡ് ചെയ്യാമല്ലോ, 75 ആയാലും ഡിവൈഡ് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ശരിയല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ ആകെ 0യും 25ഉം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 0യും 25 മാത്രമല്ല, അതുകൂടാതെ 50 വരും, 75 വരും. അതിനെപ്പറ്റി ഈ ഒരു ഓപ്ഷനിൽ പറഞ്ഞില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 16 ഇഫ് ദി നമ്പർ ഫോംഡ് ബൈ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 16. അവസാനത്തെ, അതായത് ഇത് 16ന്റെ എക്സാക്ട് റൂൾ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. 16 വെച്ച് നിങ്ങൾക്ക് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിന്റെ അവസാനത്തെ 4 ഡിജിറ്റ്സ് 16 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഇമാജിൻ 5740 ഡിജിറ്റ്സ് വേണം. 5,76,476 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഇതിനകത്ത് ഈ അവസാനത്തെ 4 ഡിജിറ്റുകൾ 16 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എൻറ്റിയർ നമ്പറും 16 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതൊരു റൂളാണ്. അവസാനത്തെ 4 ഡിജിറ്റുകൾ 16 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എൻറ്റിയർ നമ്പറും 16 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. റൈറ്റ് ആൻസർ ഫസ്റ്റ് ഈസ് ഫോൾസ്, സെക്കൻഡ് ഈസ് ട്രൂ. $9,000 is divided among, ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു തുക ഡിവൈഡ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിരുന്നു. ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു പരിധി വരെ, അതായത് ഏതാണ്ട് കുറെ ഏരിയകളെ ടച്ച് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കട്ടെ ടച്ച് ചെയ്യാതെ പോയത്. ഇതൊക്കെ മോഡൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക.
ദെൻ ഇത് കൂടാതെ നിങ്ങൾക്ക് ഓരോ ഏരിയ വൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ ടീച്ച്മെന്റിൽ അവൈലബിൾ ആണ്. ടീച്ച്മെന്റിൽ അഡീഷണലി ഉള്ള ഏരിയാസ് ഇങ്ങനെ ഏതെങ്കിലും ഏരിയക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി നോക്കി ചെക്ക് ചെയ്തോളുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഏതാണ്ട് എല്ലാ ഏരിയസും നമ്മൾ ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ ഗോ ത്രൂ എവറിഥിങ്. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വി വിൽ ഡിസ്കസ് ദാറ്റ്. നാളെ എക്സാം എഴുതുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. മറ്റന്നാൾ എക്സാം എഴുതുന്നവർക്കും good luck. Thank you, everyone. Thank you for your short stay here. Thank you. Bye. Thank you, sir.